ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ ആദ്യത്തെ പാർട്ടാണ്, റിവിഷൻ ബേസ്ഡ് ആയിട്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ടോപ്പിക്കിനെ 10 ടോപ്പിക്കായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. നമ്മുടെ സിലബസ് ഏരിയയെ 10 ഡിഫറെന്റ് ടോപ്പിക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓരോ സെഷനിലും നമ്മൾ മിനിമം 5 ടോപ്പിക് ഡിസ്കസ് ചെയ്യാന്നുള്ള എയിമോട് കൂടിയായിരിക്കും പോകുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. ആദ്യമായിട്ട് നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏരിയ, ഇതൊരു സീക്വൻഷ്യൽ ഓർഡറിലല്ല, നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഏരിയാസിനെ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് പോവാം. ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഇതാണ്, ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു ഏരിയ, പ്രിപ്പറേഷൻ കറക്റ്റ് ആണെങ്കിൽ 5 റൈറ്റ് ആൻസറും മേടിക്കാവുന്ന ഒരു ഏരിയയാണ്. അതായത് 10 മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു ഏരിയ. ആ ഒരു രീതിയിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യണം. ഈവൻ CBCS ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് കുറേ നാളായെങ്കിലും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെടെ CBCSുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ട്. അതും ചോദിക്കുന്നത് സാധാരണഗതിയിൽ ഒരു ബേസിക് കൺസെപ്റ്റ് ആണ്. എന്താണ്, എങ്ങനെയാണ്, എന്താണ് ഡിഫറൻസ് തുടങ്ങിയ അതിന്റെ ഗ്രേഡിംഗ് സിസ്റ്റം എന്താണ് തുടങ്ങിയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് CBCSുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങളിൽ കാണാറുള്ളത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ടോപ്പിക് ഏരിയ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം എന്താണെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ആദ്യം നമുക്ക് MCQs ഡിസ്കസ് ചെയ്യാം, അതിനുശേഷം എന്താണ് കൺസെപ്റ്റ് എന്ന് പറയാം. അപ്പോൾ റീസെന്റ് ചോദിച്ചിട്ടുള്ള PYQs ഉൾപ്പെടെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെയാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് ദി ബെസ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം? ചോദിച്ചിരിക്കുന്ന ഈ ഒരു രീതിയിലൊക്കെയാണ്, ഡയറക്റ്റ്ലി ഉള്ള ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ. എന്താണ് CBCS ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് അഡ്വാൻറ്റേജ്? ഇംപ്രൂവിംഗ് ക്ലാസ് റൂം അറ്റൻഡൻസ്, ഹെൽപ്പിംഗ് ടീച്ചർ ടു കംപ്ലീറ്റ് സിലബസ് ഓൺ ടൈം, ഷിഫ്റ്റ് ഇൻ ഫോക്കസ് ഫ്രം ടീച്ചർ സെൻട്രിക് ടു സ്റ്റുഡൻറ് സെൻട്രിക് എഡ്യൂക്കേഷൻ. ഏതായിരിക്കും? എന്നാലോചിച്ച് നോക്കി. നമ്മൾ CBCS ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുള്ള മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുമ്പോഴും എപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നത് ഈ തേർഡ് വൺ ആണ്. അതായത് വി ആർ ആക്ച്വലി ട്രൈങ് ടു ഷിഫ്റ്റ് ടീച്ചർ സെൻട്രിക് എഡ്യൂക്കേഷൻ സിസ്റ്റംസ്. ആ ഒരു കൺസെപ്റ്റിൽ നിന്നും എങ്ങോട്ടേക്ക് മാറാൻ ആഗ്രഹിക്കുന്നു? സ്റ്റുഡൻറ് സെൻട്രിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ എന്നുള്ള കൺസെപ്റ്റിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നു. അത് തന്നെയാണ് CBCS ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും കൊണ്ടുവരുന്നത്. സ്റ്റുഡൻസിന് കൂടുതൽ ലിബർട്ടി വരണം, കൂടുതൽ ചോയ്സസ് കൊണ്ടുവരിക, അതേപോലെ എലക്റ്റീവ് സബ്ജക്ട്സ് കൊണ്ടുവരിക, ഓപ്ഷൻ ടു സ്വിച്ച് ഒരു കോഴ്സിൽ മറ്റൊന്നിലേക്ക് അവരുടെ ക്രെഡിറ്റ് ഉൾപ്പെടെ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ. NEP ഒക്കെ വരുമ്പോഴും ഇത് തന്നെയല്ലേ നമ്മൾ എയിം ചെയ്യുന്നത്? സ്റ്റുഡൻറ് സെൻട്രിക് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ഷിഫ്റ്റ് ഇൻ ഫോക്കസ് ഫ്രം ടീച്ചർ സെൻട്രിക് ടു സ്റ്റുഡൻറ് സെൻട്രിക് എഡ്യൂക്കേഷൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ്ഡ് ബൈ UGC? ഏതൊക്കെയാണ് CBCSന്റെ അഡ്വാൻറ്റേജസ് എന്നാണ്. ഫോക്കസ് ഓൺ സ്റ്റുഡൻറ് സെൻട്രിക് എഡ്യൂക്കേഷൻ, allows students to choose interdisciplinary and intradisciplinary courses, makes education at par with global standards, makes it easy to estimate the performance level of students in terms of marks, offer flexibility to students to undertake studies at different times and at different institutions. ഏതൊക്കെയാണ് ഇതിന് ശരിയായിട്ടുള്ളത്? CBCS വരുമ്പോൾ ആദ്യത്തെ ഓപ്ഷൻ കണ്ടോ? കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഇതുമായിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? കഴിഞ്ഞ ക്വസ്റ്റ്യനെ കണ്ട അതേ ഓപ്ഷനാണ്, സ്റ്റുഡൻറ് സെൻട്രിക് എഡ്യൂക്കേഷനിലേക്ക് മാറുന്നു. രണ്ടാമതായിട്ട്, ഇറ്റ് അലൗസ് സ്റ്റുഡൻസ് ടു ചൂസ് ഇന്റർഡിസിപ്ലിനറി ആൻഡ് ഇൻട്രാഡിസിപ്ലിനറി കോഴ്സസ്. CBCS ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വഴിയുള്ള മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് സ്റ്റുഡൻസിന് ഇന്റർഡിസിപ്ലിനറി കോഴ്സസ് ഒപ്റ്റ് ചെയ്യാനും, അതേപോലെ ഒരു ഡിസിപ്ലിൻ അകത്ത് തന്നെ ഡിഫറെന്റ് കോഴ്സസ് അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ പല ഡിസിപ്ലിൻ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സസ്, അതാണ് ഇന്റർ ആൻഡ് ഇൻട്രാ എന്ന് പറയാനുള്ള കാരണം. അതിനുള്ള ഓപ്ഷൻ കിട്ടുന്നുണ്ട്. പിന്നുള്ളത് എഡ്യൂക്കേഷനെ ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സുമായിട്ട് ഒപ്പത്തിലെത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ എയിം. ഇനി വാട്ട് അബൌട്ട് ദി ഓപ്ഷൻ ഡി? ഓപ്ഷൻ ഡി പറയുന്നത് എന്താ? മേക്സ് ഇറ്റ് ഈസി ടു എസ്റ്റിമേറ്റ് ദി പെർഫോമൻസ് ലെവൽ ഓഫ് സ്റ്റുഡൻസ് ഇൻ ടേംസ് ഓഫ് മാർക്സ്. മാർക്സ് ആണോ? അല്ല. സോ ഇത് തെറ്റാണ്. ഗ്രേഡ് ബേസ് ചെയ്തിട്ടാണ് ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. സോ മാർക്കിലേക്കുള്ള ഇവാലുവേഷൻ അല്ല നടക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി തെറ്റാണ്. ഇറ്റ് ഓഫേഴ്സ് ഫ്ലെക്സിബിലിറ്റി ഫോർ സ്റ്റുഡൻസ് ടു അണ്ടർടേക്ക് സ്റ്റഡീസ് അറ്റ് ഡിഫറെന്റ് ടൈംസ് അറ്റ് ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സ്വിച്ച് ചെയ്യാനുള്ള, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകാനും, അവരുടെ സ്റ്റഡി ഏത് ടൈമിൽ ഏതൊക്കെ ഏരിയ കവർ ചെയ്യണം, അല്ലെങ്കിൽ ഏത് രീതിയിൽ സ്റ്റുഡൻറ്റിന്റെ കൺവീനിയൻസിനനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ റൈറ്റ് ആൻസർ ഏതൊക്കെയാ?
എ ബി സി ആൻഡ് ഇ ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ നമ്മളുടെ ഓപ്ഷൻ സി ഇതാണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആണ്. രണ്ട് സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് CBCSുമായി ബന്ധപ്പെട്ട്. ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം ഹാസ് ബീൻ അഡോപ്റ്റഡ് ഓൺലി ഇൻ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഇൻ ഇന്ത്യ. സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം അസൈൻസ് ക്രെഡിറ്റ്സ് ബേസ്ഡ് ഓൺ ലേണിംഗ് ഔട്ട്കം ഓഫ് എ കോഴ്സ്. എന്ത് തോന്നുന്നു? സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ മാത്രമാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്? ഡെഫിനറ്റ്ലി അല്ല. പിന്നെ CBCS ക്രെഡിറ്റ്സ് അസൈൻ ചെയ്യുന്നത് ഓരോ കോഴ്സിന്റെയും ലേണിംഗ് ഔട്ട്കം ബേസ് ചെയ്തിട്ടാണ്. ലേണിംഗ് ഔട്ട്കമിനനുസരിച്ച് 3 വെയ്റ്റിന്റെ കോഴ്സുകളും അതേപോലെ 4 വെയ്റ്റിന്റെ കോഴ്സുകൾ അങ്ങനെ ആണ് ഡിവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ 2 ഈസ് റൈറ്റ്. സ്റ്റേറ്റ്മെന്റ് 2 ശരിയാണ്, സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാണെന്നുള്ളതാണ് റൈറ്റ് ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു UGC ഗൈഡ് ലൈൻസ് ഓൺ സ്ട്രക്ചർ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം, the letter grade B obtained by students in a course corresponds to the grade point of. B കിട്ടുവാണെങ്കിൽ അതിന്റെ ഗ്രേഡ് പോയിന്റ് ഏതാണെന്ന് വെച്ചിരിക്കുന്നത്. ബിയുടെ ഗ്രേഡ് പോയിന്റ് ഏതാണ്? Is it 4, 5, 6 or 7? ഗ്രേഡ് പോയിന്റ് എങ്ങനെയാ വരുന്നത്? ഇതാണ് ഗ്രേഡിംഗ് സിസ്റ്റം CBCSന്റെ. ഇപ്പോൾ കോളേജുകളിലുള്ളവർക്കൊക്കെ കൃത്യമായിട്ട് അറിയാം അല്ലേ? ഇതാണ് ഗ്രേഡിംഗ് സിസ്റ്റം വരുന്നത്. ലെറ്റർ ഗ്രേഡ്സ് O ആണെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ്, ഗ്രേഡ് പോയിന്റ് 10 ആണ്. ദെൻ A പ്ലസ് ആണെങ്കിൽ എക്സലന്റ്, ഗ്രേഡ് പോയിന്റ് ഈസ് 9. A ആണെങ്കിൽ വെരി ഗുഡ്, ഗ്രേഡ് പോയിന്റ് 8. B പ്ലസ് ഗുഡ് 7 ആൻഡ് B ഈസ് എബവ് ആവറേജ് അല്ലേ? അതിന്റെ ഗ്രേഡ് പോയിന്റ് വരുന്നത് 6 ആണ്. C ആവറേജ് 5. ദെൻ ദർ ഇസ് P പാസ്, അതിന്റെ ഗ്രേഡ് പോയിന്റ് വരുന്നത് 4 ആണ്. ആൻഡ് F ആണെങ്കിൽ ഫെയിൽ ആണ്. AB ഇടുവാണെങ്കിൽ അത് ആബ്സെന്റ് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. പിന്നെ ഇതേപോലുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. CBCSന്റെ ഫുൾ ഫോം എന്താണെന്ന്. ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം അലൗസ് സ്റ്റുഡൻസ് ടു ചൂസ് വിച്ച് ഓഫ് ദി ഫോളോയിങ്. എന്തൊക്കെ അലോ ചെയ്യുന്നുണ്ടെന്നാണ്? ഇന്റർ ഡിസിപ്ലിനറി, ഇൻട്രാ ഡിസിപ്ലിനറി, സ്കിൽ ഓറിയന്റഡ് പേപ്പേഴ്സ്, ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ, കാറ്റലോഗിങ് സർവീസസ്. ഇതിലേതൊക്കെയാ ഓഫർ ചെയ്യുന്നത്? CBCS വരുമ്പോൾ CBCS പ്രകാരം ഓഫർ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളൂ. CBCS പ്രകാരം ഓഫർ ചെയ്യുന്നത് എന്തൊക്കെയാ? ഇന്റർ ഡിസിപ്ലിനറി കോഴ്സസ് ഉണ്ട്, ഇൻട്രാ ഡിസിപ്ലിനറി കോഴ്സസ് ഉണ്ട്, സ്കിൽ ഓറിയന്റഡ് പേപ്പേഴ്സും ഉണ്ട്. സോ ഇത് മൂന്നുമാണ് CBCS ഓഫർ ചെയ്യുന്ന 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോഴ്സസ്. അടുത്ത ക്വസ്റ്റ്യൻ. CBCS provides an opportunities for students to choose courses from. സെയിം ക്വസ്റ്റ്യൻ മറ്റൊരു രീതിയിൽ ചോദിച്ചിരിക്കുന്നതാണ്. ഏതൊക്കെ രീതിയിലാണ്? കോർ കോഴ്സസ് ഉണ്ട്, ഇലക്റ്റീവ്സ് ഉണ്ട്, അതേപോലെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസ് ഉണ്ട്. സോ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നോക്കി. കോർ കോഴ്സസ്, എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ, നോ, ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് ഇറ്റ്. പക്ഷെ അത് എന്താ പറയാ, സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കില്ല. കോഴ്സസിന്റെ ടൈപ്സിനകത്ത് പറയാൻ പറ്റില്ല. ഇലക്റ്റീവ് കോഴ്സസ് ആർ ദെയർ, കമ്പ്യൂട്ടർ കോഴ്സസ് അത് ഡിഫറെന്റ് ആണ്. ദെൻ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസ് ആർ ദെയർ. അതാണ് സ്കിൽ ഓറിയന്റഡ് കോഴ്സസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞത്. എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസ്. സോ റൈറ്റ് ആൻസർ ഈസ് A, C and E. അടുത്തൊരു ക്വസ്റ്റ്യൻ അസെഷൻ റീസൺ ടൈപ്പിലാണ് ചോദിച്ചിരിക്കുന്നത്. അസെഷൻ പറയുന്നത് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം ഈസ് അഡോപ്റ്റഡ് ഔട്ട് ഓഫ് ദി നീഡ് ഫോർ ഫ്ലെക്സിബിലിറ്റി ഇൻ എഡ്യൂക്കേഷൻ സിസ്റ്റം so that students, depending upon their interest and aims, can choose interdisciplinary and intradisciplinary and skill based courses. 3 കാര്യങ്ങളോടെ ഉണ്ടല്ലോ. നേരത്തെ കണ്ട അതേ ക്വസ്റ്റ്യൻ പല രീതിയിൽ വന്നിരിക്കുന്നത് മാത്രം. ഇൻട്രാഡിസിപ്ലിനറി, ഇന്റർഡിസിപ്ലിനറി ആൻഡ് സ്കിൽ ബേസ്ഡ് കോഴ്സസ് സ്റ്റുഡൻസിന് ഓപ്റ്റ് ചെയ്യാം. അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്ന അസെഷൻ ശരിയാണ്. റീസൺ പറയുന്നത് ദി മെജോറിറ്റി ഓഫ് ഇന്ത്യൻ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹാവ് ബീൻ ഫോളോയിങ് എ മാർക്ക് ഓർ പെർസെൻറ്റേജ് ബേസ്ഡ് ഇവാലുവേഷൻ സിസ്റ്റം which obstructs the flexibility for the students to study the subject or courses of their choices and their mobility to different institutions. എന്തുകൊണ്ടാണ് CBCS എന്നുള്ളതിന്റെ ഉത്തരം പറയണം. അതായത് അസെഷൻ പറയുന്ന CBCS എന്താണെന്നാണ്. അത് എന്തുകൊണ്ട്, അതിനുള്ള റീസൺ ആണോ തന്നിരിക്കുന്ന റീസൺ എന്ന് നോക്കിയാൽ മതി.
ആണോ? എന്തുകൊണ്ടാ? ദി മെജോറിറ്റി ഓഫ് ഇന്ത്യൻ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹാവ് ബീൻ ഫോളോയിങ് എ മാർക്സ് ഓർ പെർസെൻറ്റേജ് ബേസ്ഡ് ഇവാലുവേഷൻ സിസ്റ്റം അല്ലേ? ഇതിനു മുമ്പ് ഫോളോ ചെയ്തിരുന്നത് ഒരു മാർക്സോ അല്ലെങ്കിൽ പെർസെൻറ്റേജോ ബേസ് ചെയ്തിരിക്കുന്ന ഇവാലുവേഷൻ സിസ്റ്റം ആയിരുന്നു. അത് ഫോളോ ചെയ്തപ്പോൾ it obstructs the flexibility for students to study the subject or courses of their choices and their mobility to different institutions. അത്തരത്തിൽ മാർക്ക് ആൻഡ് പെർസെൻറ്റേജ് ബേസ്ഡ് ഇവാലുവേഷൻ സിസ്റ്റം വന്നപ്പോൾ അവർക്ക് പല കോഴ്സുകൾ ചൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇന്റർ ഡിസിപ്ലിനറി കോഴ്സസ് ഒന്നും ഓപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അതേപോലെ ഒരു കോളേജിൽ നിന്ന് ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ് CBSE ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ അസെഷനും റീസണും പെർഫെക്റ്റ് ആണ്, അതാണ് റൈറ്റ് ആൻസർ ആയിട്ട് പറയാം. സോ ബോത്ത് അസെഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ് ആൻഡ് റീസൺ ഇസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസെഷൻ. ഓക്കെ, അപ്പൊ CBSE എന്താണെന്നൊരു ഐഡിയ കിട്ടിയില്ലേ? നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, റിവൈസ് ചെയ്യുമ്പോഴും എന്താണ് കൺസെപ്റ്റ് എന്നുള്ളത് ക്ലിയർ ആണല്ലോ. വാട്ട് ഈസ് CBSE? The choice-based credit system is a flexible curriculum framework that allows students to choose courses from a list of electives, core courses and skill-based papers. മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇലക്റ്റീവ് കോഴ്സസ് അല്ലെങ്കിൽ കോർ കോഴ്സസ് നമുക്ക് ആദ്യം പറയാം. കോമൺ ഫോർ ഓൾ, എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള കോർ കോഴ്സസ്. പിന്നെ സ്റ്റുഡൻസിനായിട്ട് ചൂസ് ചെയ്യാവുന്ന ഇലക്റ്റീവ് കോഴ്സസ്. അത് കൂടാതെ സ്കിൽ അഡീഷൻ, വാല്യൂ അഡീഷൻ എന്നുള്ള സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള പേപ്പേഴ്സും ചേരുന്നതാണ് CBCS. So earn credit based on workload and course type. ഔട്ട്കമ്മിനെ ബേസ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള ക്രെഡിറ്റ് സ്കോർസ് അസൈൻ ചെയ്യുന്നു. അത് പ്രകാരം അവരെടുത്തിരിക്കുന്ന വർക്ക് ലോഡും അതേപോലെ കോഴ്സിന്റെ ടൈപ്പും അനുസരിച്ച് ക്രെഡിറ്റ്സ് സ്റ്റുഡൻസിന് ഏൺ ചെയ്യാം. മൂവ് ടുവേർഡ്സ് സ്റ്റുഡന്റ് സെൻട്രിക് ലേണിംഗ് മോഡൽ. എയിം എന്ന് പറയുന്നത് എന്തായിരുന്നു? ടീച്ചർ സെൻട്രിക് ലേണിംഗിൽ നിന്നും സ്റ്റുഡന്റ് സെൻട്രിക് ലേണിംഗിലേക്ക് മാറുക എന്നുള്ളതാണ്. And the focus is on flexibility, interdisciplinarity and learner autonomy. 3 എയിമാണ്. ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരിക എഡ്യൂക്കേഷനിൽ, അതോടൊപ്പം തന്നെ ഇന്റർഡിസിപ്ലിനറി കോഴ്സസ് ആൻഡ് ഇൻട്രാഡിസിപ്ലിനറി കോഴ്സസ് ഓപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ലേണർക്ക് കൂടുതൽ അതോറിറ്റി, കൂടുതൽ ഓട്ടോണമി കിട്ടുന്നു. അവർക്ക് തന്നെ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു പ്രൊവിഷനാണ് CBCS വഴി വരുന്നത്. ഓക്കെ, സോ ഫീച്ചേഴ്സിലേക്ക് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ചോയ്സ് ബേസ്ഡ് കോഴ്സസ്, സ്റ്റുഡൻസിന് ഇലക്റ്റീവ്സ് എടുക്കാൻ സാധിക്കും. മറ്റ് ഡിസിപ്ലിനിൽ നിന്നുകൂടി ഇലക്റ്റീവ്സ് എടുക്കാനുള്ള ഓപ്ഷനാണ് ചോയ്സ് ബേസ്ഡ് കോഴ്സസ് കൊടുത്തരുന്നത്. ദെൻ ക്രെഡിറ്റ് സിസ്റ്റം, ഓരോ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും, കോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, സബ്ജക്റ്റ് ആണ്. ഓരോ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും ദേ വിൽ ഏൺ എ ക്രെഡിറ്റ്. അവരുടെ വർക്ക് ലോഡിനും ഔട്ട്കമ്മിനും അനുസരിച്ച് അവർക്ക് ക്രെഡിറ്റ് ഏൺ ചെയ്യാം. ആ ക്രെഡിറ്റ് അവരുടെ ഭാഗമായിരിക്കും. അവരുടെ ആ ഒരു ക്രെഡിറ്റ് വെച്ചുകൊണ്ട് അവർക്ക് മറ്റൊരു കോഴ്സിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ അത്തരത്തിൽ അവർ ഏൺ ചെയ്തിരിക്കുന്ന ക്രെഡിറ്റ് പൂർണ്ണമായിട്ടും അവരുടെ കയ്യിലുണ്ടാവുന്നതാണ്. ആ ഒരു കൺസെപ്റ്റാണ് ക്രെഡിറ്റ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സെമസ്റ്റർ സിസ്റ്റം, അക്കാഡമിക് ഇയർ ഇസ് ഡിവൈഡഡ് ഇൻ ടു 2 സെമസ്റ്റേഴ്സ്. ദെൻ ഗ്രേഡിംഗ് സിസ്റ്റം 10 പോയിന്റ് സ്കെയിൽ നമ്മൾ കണ്ടു, അതാണ് ഫോളോ ചെയ്യുന്നത്. മാർക്സ് എല്ലാം റീപ്ലേസ് ചെയ്തു കഴിഞ്ഞു. ഓക്കെ, ദെൻ ഫ്ലെക്സിബിലിറ്റി, ലാറ്ററൽ എൻട്രിക്കുള്ള ഓപ്ഷൻസ് ഉണ്ട്. മൊബിലിറ്റി അക്രോസ് കോഴ്സസ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇൻ ബിറ്റ്വീൻ നമുക്ക് ഒരു കോഴ്സിൽ നിന്ന് മറ്റൊരു കോഴ്സിലേക്ക് സ്വിച്ച് ചെയ്യാനും, അതേപോലെ തന്നെ പല ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ ഒരേ ടൈമിൽ പഠിക്കാനും, ഒരെണ്ണത്തിൽ നിന്ന് സ്വിച്ച് ചെയ്ത്. ഇപ്പോൾ NEP വരുമ്പോൾ കുറച്ചുകൂടി ഈസിയർ ആണ്, കുറച്ചുകൂടി എന്താ പറയുക, ഇത്തരം മൊബിലിറ്റിക്കുള്ള ഓപ്ഷൻ കൂടുതലാണ്. അതായത് ഇപ്പോൾ 4 ഇയർ ഡിഗ്രി പ്രോഗ്രാംസ് ഒക്കെ വന്നപ്പോൾ എന്തോ അഡ്വാൻറ്റേജ് ഉള്ളത്, ദർ ആർ എൻഡ് പോയിന്റ്സ്. ഓരോ എൻഡ് പോയിന്റിലും സ്റ്റുഡൻസിന് അത് ഡ്രോപ്പ് ചെയ്ത് മറ്റൊരു കോഴ്സിൽ പോകാം. അതുവരെ അവർ ഏൺ ചെയ്തിരിക്കുന്ന ക്രെഡിറ്റ് അവർക്ക് കൈവശം വയ്ക്കാം എന്നുള്ള രീതി തന്നെയാണ്. സോ CBCSന്റെ ആ ഒരു കൺസെപ്റ്റിന്റെ എക്സ്റ്റൻഷൻ ആണ് നമ്മൾ ഈ FIUGPയിലൊക്കെ പറയുന്നത്. അതേപോലെ NEPയുടെ സ്കീമിനകത്ത് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ ടൈപ്സ് ഓഫ് കോഴ്സസ്. കോർ കോഴ്സസ് ആർ ദർ. എല്ലാ കമ്പൽസറി ആയിട്ട് വരുന്ന എല്ലാ സ്റ്റുഡൻസും മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന കോഴ്സസ് ആണ് കോർ കോഴ്സസ്. ദെൻ ദർ ആർ എലക്റ്റീവ് കോഴ്സസ്, ഓപ്ഷനിലാണ്. ഡിസിപ്ലിനറി ഓർ ഇന്റർഡിസിപ്ലിനറി ആയിട്ടുള്ള കോഴ്സുകൾ അവർക്ക് ഇലക്റ്റീവ് ആയിട്ട് ചൂസ് ചെയ്യാം. ദെൻ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസ്, ലാംഗ്വേജ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് എൻവയോൺമെന്റൽ സ്റ്റഡീസ് ഒക്കെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസ് എന്നുള്ള കാറ്റഗറിയിൽ വരും. അതേപോലെ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് ഉണ്ട്. പ്രാക്ടിക്കൽ ഓർ ഫീൽഡ് എക്സ്പീരിയൻസ് കിട്ടുന്ന രീതിയിലുള്ള കോഴ്സുകളാണ് കമ്പ്യൂട്ടർ, യോഗ. അപ്പോൾ അത്തരത്തിലുള്ള കോഴ്സുകളാണ് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസിൽ വരുന്നത്. ഈ എബിലിറ്റി എൻഹാൻസ്മെന്റ്, സ്കിൽ എൻഹാൻസ്മെന്റ് ഒരുമിച്ച് നമ്മൾ പറയാറുണ്ട്.
സ്കിൽ ബേസ്ഡ് കോഴ്സസ് എന്നുള്ള രീതിയിൽ. സോ എനിവേ ഇതാണ് ക്ലാസിഫിക്കേഷൻ: കോർ കോഴ്സസ്, ഇലക്റ്റീവ് കോഴ്സസ്, എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസ്, സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ്. സോ ഇതിന്റെ മേജർ ബെനിഫിറ്റ്സ് പറയുകയാണെങ്കിൽ ഇന്റർ ഡിസിപ്ലിനാരിറ്റി ലേണിംഗിലേക്ക് കൊണ്ടുവരുന്നു, എക്സാം സ്ട്രെസ് കുറയ്ക്കുക, ഫ്ലെക്സിബിൾ പേസിങ്, സ്റ്റുഡൻസിന് അവരുടെ വേഗതയ്ക്ക് അനുസരിച്ച് പഠിച്ചു പോകാനുള്ള ഒരു ഓപ്ഷനാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്സാം സ്ട്രെസ് ഒക്കെ കുറയ്ക്കാൻ സാധിക്കും. എൻഹാൻസ് സ്റ്റുഡൻസ് എംപ്ലോയബിലിറ്റി ആൻഡ് ഹോളിസ്റ്റിക് ആൻഡ് സ്കിൽ ബേസ്ഡ് ഡെവലപ്മെന്റ് ഉള്ള ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ CBCS കൺസെപ്റ്റ് പറഞ്ഞു, ഒന്നാമത്തെ ടോപ്പിക്. അത് ക്ലിയർ അല്ലേ? സംശയങ്ങളൊന്നുമില്ലല്ലോ. Then let's move on to the second topic. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട സപ്പോർട്ട് മെറ്റീരിയൽ, ലേണിംഗ് എൻവയോൺമെന്റ് ആൻഡ് ഇൻസ്ട്രക്ഷണൽ ഫെസിലിറ്റീസ് ആണ്. സോ ലെറ്റ്സ് സീ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ ഓഡിയോ വിഷ്വൽ ഇൻസ്ട്രക്ഷണൽ ഫെസിലിറ്റി? ഇപ്പോൾ ഇൻസ്ട്രക്ഷണൽ ഫെസിലിറ്റീസിനെ പറ്റി, അതായത് ടീച്ചിങ് എയ്ഡ്സിനെ പറ്റിയൊക്കെ നമ്മളോട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അങ്ങനെ ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് ഈ കാണുന്നത്. ഇതിൽ ഓഡിയോ വിഷ്വൽ ഇൻസ്ട്രക്ഷൻ ഫെസിലിറ്റിക്ക് എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ബുള്ളറ്റിൻ ബോർഡ്, ഫ്ലാഷ് കാർഡ്സ്, ടെലിവിഷൻ ആൻഡ് ലാംഗ്വേജ് ലാബ്സ്. ഏതായിരിക്കും? സിമ്പിൾ അല്ലേ? ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് എന്ന് ഓർത്തേക്ക. ഓഡിയോ വിഷ്വൽ, ടെലിവിഷൻ. അടുത്തത്: വിച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് എസെൻഷ്യൽ ഫോർ എ പോസിറ്റീവ് ലേണിംഗ് എൻവയോൺമെന്റ്? സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ, കോമ്പറ്റേറ്റീവ് അറ്റ്മോസ്ഫിയർ, സേഫ് ആൻഡ് സപ്പോർട്ടീവ് സ്പേസ്, യൂണിഫോം ടീച്ചിങ് മെത്തേഡ്സ്. സോ എന്താണ് വേണ്ടത് ഒരു പോസിറ്റീവ് ലേണിംഗ് എൻവയോൺമെന്റിന്? നിങ്ങളൊന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കിയേ എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഞാനൊരു ക്വസ്റ്റ്യൻ കാണിക്കുമ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ്? സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ ആണോ, കോമ്പറ്റേറ്റീവ് അറ്റ്മോസ്ഫിയർ ആണോ, ഒരു സേഫ് ആൻഡ് സപ്പോർട്ടിങ് സ്പേസ് ആണോ, അതോ യൂണിഫോം ടീച്ചിങ് മെത്തേഡ്സ് ആണോ? ഫസ്റ്റ് ടു ഡെഫിനറ്റ്ലി നമുക്ക് ഒഴിവാക്കാം അല്ലേ? അത് രണ്ടും ഈ ഒരു പോസിറ്റീവ് ലേണിംഗ് എൻവയോൺമെന്റ് ഭാഗമായിട്ട് നമുക്ക് പറയേണ്ട കാര്യമില്ല. വാട്ട് അബൌട്ട് സെക്കൻഡ്, ലാസ്റ്റ് ടു, സേഫ് ആൻഡ് സപ്പോർട്ടീവ് സ്പേസ്? വാട്ട് അബൌട്ട് യൂണിഫോം ടീച്ചിങ് മെത്തേഡ്സ്? നമ്മൾ ഇന്നത്തെ കാലത്ത് പറയുന്നത് യൂണിഫോം ടീച്ചിങ് മെത്തേഡ്സിനെ പറ്റിയല്ല. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തിനെ പറ്റിയാണ്? ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ അല്ലേ? ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ പോലുള്ള സ്റ്റുഡൻറ് സെൻട്രിക് ആയിട്ടുള്ള അപ്രോച്ചുകളെ പറ്റിയാണ്. ഓരോ സ്റ്റുഡൻറ്റും അവരുടെ ലേണിംഗ് എബിലിറ്റിക്ക് അനുസരിച്ചായിരിക്കണം ക്ലാസ്സുകൾ കൊടുക്കേണ്ടത്. ഒരു സ്റ്റുഡൻറ് ചിലപ്പോൾ ഓഡിറ്ററി ലേണർ ആണെങ്കിൽ അവർക്ക് ഓഡിറ്ററി നമ്മൾ ലെക്ചറിങ് പോലുള്ള മെത്തേഡുകൾ വഴി ക്ലാസ്സുകൾ കൊടുക്കുക. അതേസമയം ചില സ്റ്റുഡൻസ് എന്തായിരിക്കാം? വിഷ്വൽ ലേണർ ആകാം. ചില സ്റ്റുഡൻസ് മറ്റ് അവരുടെ പ്രിഫറൻസ് മേ ബി ഡിഫറെൻറ്റ്. അപ്പോൾ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിഫറൻസ് ഉള്ള ലേണേഴ്സിന് അവരുടെ നീഡിനനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് വരുമ്പോൾ ഈ യൂണിഫോം ടീച്ചിങ് മെത്തേഡിന് യാതൊരു പ്രാധാന്യമില്ല. അപ്പോൾ പോസിറ്റീവ് ലേണിംഗ് എൻവയോൺമെന്റ് ഒരു ഫീച്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും? സേഫ് ആൻഡ് സപ്പോർട്ടീവ് സ്പേസ് ആണ്. അപ്പോൾ അത് കിട്ടുവാണെങ്കിൽ സ്റ്റുഡൻസിന് കൂടുതൽ ഒരു എന്താ പറയുക, എൻകറേജ്മെന്റ് തോന്നും. ദേ വിൽ ഫീൽ ലൈക്ക് ദേ ആർ കൺസേൺഡ് അല്ലേ? അവർക്ക് ഈ ഒരു കൺസെന്റ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു എന്താ പറയുക, ഈ ഒരു സ്പേസിന് പാർട്ടാണ് എന്ന് തോന്നുമ്പോൾ തന്നെ ഒരു സേഫ് ആൻഡ് സപ്പോർട്ടീവ് എൻവയോൺമെന്റ് എടുക്കാൻ സാധിക്കും. അടുത്തത് അസെഷൻ പറയുന്നത് ദി ഫിസിക്കൽ ലേ ഔട്ട് ഓഫ് എ ക്ലാസ് റൂം ക്യാൻ ഇൻഫ്ലുവൻസ് സ്റ്റുഡൻസ് ലേണിംഗ് ഔട്ട്കം. റീസൺ: an organized and flexible classroom design facilitates better student engagement and collaboration. What do you think? അറ്റൻഡ് ചെയ്ത് നോക്കൂ. ഏതായിരിക്കണം അസെഷൻ? എന്താ പറയുന്നത്? ദി ഫിസിക്കൽ ലേ ഔട്ട് ഓഫ് എ ക്ലാസ് റൂം ക്യാൻ ഇൻഫ്ലുവൻസ് സ്റ്റുഡൻറ് ലേണിംഗ് ഔട്ട്കം. ശരിയാണോ? ഒരു ക്ലാസ് റൂമിന്റെ ഫിസിക്കൽ ലേ ഔട്ട് ഇറ്റ് ക്യാൻ ഇൻഫ്ലുവൻസ് സ്റ്റുഡൻസ് ലേണിംഗ് ഔട്ട്കം എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലേ? ഡെഫിനറ്റ്ലി ഫിസിക്കൽ ലേ ഔട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. എന്നാൽ അതെങ്ങനെയായിരിക്കണം? ഓർഗനൈസ്ഡ് ആയിരിക്കണം, ഫ്ലെക്സിബിൾ ആയിരിക്കണം. അതായത് ഒരു പോയിന്റ്, ഇപ്പോൾ സ്റ്റുഡൻസിനെ ക്ലാസ്സിൽ അറേഞ്ച് ചെയ്യുന്നതിൽ തന്നെ എല്ലാവരും സ്ഥിരമായിട്ട് ഒരു പൊസിഷനിൽ ഇരിക്കുന്നതിനകത്തുകൊണ്ട് ഒരു ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരാൻ സാധിക്കണം. ക്ലാസ് റൂം എൻവയോൺമെന്റിലും ഒരു ഫ്ലെക്സിബിലിറ്റി ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ അത് എന്തിലേക്ക്? ലേണിംഗിലേക്ക് നയിക്കും എന്ന് പറയുന്നത് കറക്റ്റാണ്. സോ ആ സെഷൻ ശരിയാണ്, റീസണും ശരിയാണെന്നുള്ളതാണ് റൈറ്റ് ആൻസർ, ആൻഡ് ഇറ്റ് ഇസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ. ഓക്കെ, ഇപ്പൊ രണ്ട് ശരിയാണ്.
അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇൻസ്ട്രക്ഷണൽ ഫെസിലിറ്റീസ് ഹാവ് നോ ഇമ്പാക്ട് ഓൺ ദി ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഡെലിവേർഡ്. ലേണിംഗ് ഈസ് സോളി ഡിപ്പെൻഡന്റ് ഓൺ ടീച്ചേഴ്സ് എക്സ്പെർട്ടൈസ്. എന്ത് തോന്നുന്നു? ഓക്കെ, ഇവിടെ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നമില്ല, പറഞ്ഞു. ആൻസർ ഏതാ? ഇൻസ്ട്രക്ഷണൽ ഫെസിലിറ്റീസ് ഹാവ് നോ ഇമ്പാക്ട് ഓൺ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഡെലിവേർഡ്. ശരിയാണോ? അല്ല. ഇൻസ്ട്രക്ഷന് വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ട്, പ്രാധാന്യമുണ്ട്. അപ്പൊ ഇൻസ്ട്രക്ഷൻ സപ്പോർട്ട് ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് ക്വാളിറ്റി അഫക്റ്റ് ചെയ്യും. ഓക്കെ. രണ്ടാമതായിട്ട് ലേണിംഗ് ഈസ് സോളി ഡിപ്പെൻഡ് ഓൺ ടീച്ചേഴ്സ് എക്സ്പെർട്ടൈസ്. അതും തെറ്റാണ്. ടീച്ചറുടെ എക്സ്പെർട്ടൈസ് മാത്രമല്ല, ടീച്ചിങ് എയ്ഡ്സ് അതിനകത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതേപോലെ ഇൻസ്ട്രക്ഷൻ ഫെസിലിറ്റീസ് അതിനകത്ത് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. സോ രണ്ട് സ്റ്റേറ്റ്മെന്റും നെഗറ്റീവ് ആണ്, തെറ്റാണ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കൺസിഡേർഡ് ആസ് എ ട്രഡീഷണൽ സപ്പോർട്ട് മെറ്റീരിയൽ ഇൻ എഡ്യൂക്കേഷൻ? ട്രഡീഷണൽ മെറ്റീരിയൽ: ഇന്ററാക്റ്റീവ് വൈറ്റ് ബോർഡ്, ഇ ബുക്ക്, ടെക്സ്റ്റ് ബുക്ക്, ഓൺലൈൻ ക്വിസ് പ്ലാറ്റ്ഫോം. ക്വസ്റ്റ്യൻ ഒക്കെ എത്രമാത്രം എളുപ്പമാണെന്ന് നോക്കി. വളരെ എളുപ്പമല്ലേ? ട്രഡീഷണൽ ആൻഡ് മോഡേൺ ടെക്നിക്സ്, ഇത്രയേ ഉള്ളൂ. ടെക്സ്റ്റ് ബുക്സ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ പറയുന്നത് ടീച്ചിങ് സപ്പോർട്ട് മെറ്റീരിയൽസ്, അതായത് ടീച്ചിങ് എയ്ഡ്സ് എന്തൊക്കെയാണ്, ഏത് രീതിയിലാണ് സപ്പോർട്ട് മെറ്റീരിയൽസ് ഉപയോഗിക്കപ്പെടുന്നത്, അങ്ങനെയുള്ള കുറെ കൺസെപ്റ്റുകളാണ്. സപ്പോർട്ട് മെറ്റീരിയൽസ് ആർ ടൂൾസ് ദാറ്റ് അസിസ്റ്റ് ടീച്ചിങ് ലേണിംഗ് ബൈ മേക്കിംഗ് കണ്ടന്റ് മോർ എൻഗേജിങ്, ഇന്ററാക്റ്റീവ് ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ. സോ സ്റ്റുഡൻസിനെ ആ ഒരു കണ്ടന്റിലേക്ക് എത്തിക്കാൻ വേണ്ടി ടീച്ചർ ഉപയോഗിക്കുന്ന എല്ലാ സപ്പോർട്ടിങ് എലമെന്റുകളെയും നമുക്ക് സപ്പോർട്ട് മെറ്റീരിയൽ എന്ന് പറയാം, ടീച്ചിങ് എയ്ഡ്സ് എന്ന് പറയാം. ഓക്കെ. സോ ആ ഒരു കണ്ടന്റ് അണ്ടർസ്റ്റാൻഡബിൾ ആക്കുക, എൻഗേജിങ് ആക്കുക, ഇന്ററാക്റ്റീവ് ആക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി ടീച്ചർ ഉപയോഗിക്കുന്ന ടൂളുകളാണ് ടീച്ചിങ് എയ്ഡ്സ്. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ടീച്ചിങ് എയ്ഡ്സ് പറയാം? സപ്പോർട്ട് മെറ്റീരിയൽസ് വിഷ്വൽ എയ്ഡ്സ് ആകാം, ചാർട്ട്, ഡയഗ്രാം, PPT, മാപ്സ് പോലുള്ള വിഷ്വൽ എയ്ഡ്സ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് കൺസെപ്റ്റിനെ അബ്സ്ട്രാക്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. കാര്യം എന്താണെന്നുള്ള അവർക്ക് മനസ്സിലാക്കാൻ, ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് വിഷ്വൽ എയ്ഡ്സ് ഉപയോഗിക്കുന്നത്. ദെൻ ദെയർ ആർ ഓഡിയോ എയ്ഡ്സ്, പോഡ്കാസ്റ്റ്, ഓഡിയോ റെക്കോർഡിംഗ് പോലുള്ളവ. ഓക്കെ, അതെന്തിനു വേണ്ടിയായിരിക്കും? ലാംഗ്വേജ്, പ്രൊനൗൺസിയേഷൻ തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. അതേപോലെ മ്യൂസിക് ഒക്കെ പഠിക്കുമ്പോൾ മ്യൂസിക്കിന്റെ ട്യൂണൊക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഓഡിയോ എയ്ഡ്സ് ഉപയോഗിക്കുന്നത്. ദെൻ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്, വീഡിയോസ്, ഡോക്യുമെന്ററീസ്, ആനിമേഷൻ പോലുള്ളവയാണ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സിൽ വരുന്നത്. മൾട്ടിമീഡിയ ലേണിംഗ് എന്നുള്ള കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഇതുവഴി ചെയ്യുന്നത്. ദെൻ ഡിജിറ്റൽ ടൂൾസ്, പലതരത്തിലുള്ള ICT എനേബിൾഡ് ആയിട്ടുള്ള ടൂൾസ് നമ്മൾ ഉപയോഗിക്കും. ICT എനേബിൾഡ് ആയിട്ടുള്ള ടൂൾസ് നമ്മൾ അടുത്ത ടോപ്പിക്കോ അതിനടുത്ത ടോപ്പിക്കോ ആണ്, അത് നമുക്ക് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാനുണ്ട്. കഹൂത്ത്, പാഡ്ലെറ്റ്, ക്യൂസിസ്, LMS പ്ലാറ്റ്ഫോംസ്, ഇതെല്ലാം ഇതിന് എക്സാമ്പിൾ ആണ്. കഹൂത്ത് ആയാലും ക്യൂസിസ് ആയാലും എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്? ബോത്ത് ഓഫ് ദീസ് ആർ യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ് ക്യൂസസ്. ക്യൂസസ് ക്രിയേറ്റ് ചെയ്യാൻ, ഇന്ററാക്റ്റീവ് ക്യൂസസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഗെയിമിഫിക്കേഷൻ ആണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ, ഡിജിറ്റൽ ടൂൾസ്, ഇന്ററാക്റ്റീവ് ആൻഡ് ഗെയിമിഫൈഡ് ലേണിംഗിന് വേണ്ടി ഉപയോഗിക്കാം. പ്രിന്റഡ് മെറ്റീരിയൽ, ബുക്സ്, ഹാൻഡ് ബുക്സ്, സ്റ്റഡി ഗൈഡ്സ്, ഇതെല്ലാം കോർ റെഫറൻസ് മെറ്റീരിയൽ ആണ്. റിവിഷന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന കോർ റെഫറൻസ് മെറ്റീരിയൽ ആയിട്ട് പറയാം. ദെൻ റിയൽ ഒബ്ജക്ട്സ് ലൈക്ക് സ്പെസിമെൻ ഓർ ലാബ് ടൂൾസ് ഓർ മോഡൽസ്, ഇതെല്ലാം എന്തിനു വേണ്ടിയായിരിക്കും? ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളതാണ് എയിം. ഓക്കെ. സോ അതിനു വേണ്ടിയാണ് റിയൽ ഒബ്ജക്ട്സും ഉപയോഗിക്കും. സോ ഇതെല്ലാം എന്താണ്? ടീച്ചിങ് സപ്പോർട്ട് മെറ്റീരിയൽസ് ആണ്. വിഷ്വൽ എയ്ഡ്സ് ആകാം, ഓഡിയോ എയ്ഡ്സ് ആകാം, ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ആകാം, ഡിജിറ്റൽ ടൂൾസ് ആകാം. ദെൻ പ്രിന്റഡ് മെറ്റീരിയൽസ്, റിയൽ ഒബ്ജക്ട്സ്, ഓൾ ദീസ് ആർ എക്സാമ്പിൾസ്. രണ്ടാമതായിട്ട് ലേണിംഗ് എൻവയോൺമെന്റ്. ലേണിംഗ് എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ ഒരു ഇമ്പോർട്ടന്റ് എലമെന്റ് ആണെന്ന് പറഞ്ഞു. അതായത് ഇറ്റ് റെഫേഴ്സ് ടു ദി ഫിസിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് ഡിജിറ്റൽ കോണ്ടെക്സ്റ്റ് വേർ ലേണിംഗ് ടേക്ക് പ്ലേസ്. ലേണിംഗ് ഹാപ്പൻ ചെയ്യുന്ന ആ ഒരു ഫിസിക്കൽ എൻവയോൺമെന്റ്, അവിടെയുള്ള സൈക്കോളജിക്കൽ ആസ്പെക്ട്സ്, ഡിജിറ്റൽ ഫ്രെയിംവർക്ക്, ഇതെല്ലാം ചേരുന്നതാണ് ലേണിംഗ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. സോ ലേണിംഗ് എൻവയോൺമെന്റിന്റെ അവിടെ നിങ്ങൾ നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ? പോസിറ്റീവ് ലേണിംഗ് എൻവയോൺമെന്റ് ആണ്. അപ്പോൾ ഒരു പോസിറ്റീവ് ലേണിംഗ് എൻവയോൺമെന്റിൽ എന്തൊക്കെ എലമെന്റുകൾ ഉണ്ടാകണം? ഫിസിക്കലി പറയുകയാണെങ്കിൽ പ്രോപ്പർ ലൈറ്റിംഗ്, വെന്റിലേഷൻ, ക്ലാസ് റൂം സ്പേസ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് എലമെന്റ്, സീറ്റിംഗ്, ഇതെല്ലാം എന്താണ്? ഫിസിക്കൽ ആയിട്ടുള്ള ലേണിംഗ് എൻവയോൺമെന്റ് ആണ്. ദെൻ ദെയർ ആർ സൈക്കോളജിക്കൽ എൻവയോൺമെന്റ്. അവിടെ എന്തൊക്കെ വരാം? സേഫ്റ്റി വരാം, മ്യൂച്വൽ റെസ്പെക്ട്, ഇൻക്ലൂസിവിറ്റി, ഇതെല്ലാം എന്താണ്? സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് ആണ്.
ഇനി ഡിജിറ്റൽ ആസ്പെക്ട്സിലേക്ക് വരുമ്പോൾ ആക്സസ് ടു ഇന്റർനെറ്റ് ഡിവൈസസ്, ഈ റിസോഴ്സസിന്റെ അവൈലബിലിറ്റി, ഇതെല്ലാം ഡിജിറ്റൽ ആക്സസ് ആണ്. ദെൻ ദർ ആർ ഇമോഷണൽ ക്ലൈമറ്റ്, ലൈക്ക് അത് സൈക്കോളജിക്കൽ എന്നുള്ളതിനകത്ത് മാച്ച് ചെയ്ത് വെക്കാം, വേണമെങ്കിൽ ഒരുമിച്ച് കൊണ്ടുപോകാം. എൻകറേജ്മെന്റ്, നോ ഫിയർ ഓഫ് ഫെയിലിയർ, ഓപ്പൺനെസ്, ഇതൊക്കെ ഒരു പോസിറ്റീവ് ലേണിംഗ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സൈക്കോളജിക്കൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റ് ആണ്. സ്റ്റുഡന്റ് ടീച്ചറുടെ ഭാഗത്തുനിന്ന് കിട്ടുന്ന സപ്പോർട്ട്, എൻകറേജ്മെന്റ്, ഫെയിലിയർ ആവുന്നതിന്റെ ഭയമില്ല, ഫിയർ ഓഫ് ഫെയിലിയർ ഒഴിവാക്കുക. ദെൻ ഓപ്പൺനെസ് ടു എക്സ്പോഷർ, സ്റ്റുഡൻസിന്റെ ഭാഗത്തുനിന്നും ഇങ്ങനെ പുതിയൊരു എക്സ്പോഷർ നേടിയെടുക്കാനുള്ള ആ ഒരു എന്താ പറയുക, ഓപ്പൺനെസ്, ഇതെല്ലാം എന്താണ് ഒരു പോസിറ്റീവ് ലേണിംഗ് എൻവയോൺമെന്റിലേക്ക് നയിക്കും. ഒരു വെൽ ഡിഫൈൻഡ് ക്ലാസ് റൂം ഫാക്ടറി ഫോസ്റ്റേഴ്സ് എൻഗേജ്മെന്റ്, ക്രിയേറ്റിവിറ്റി ആൻഡ് കൊളാബറേഷൻ. ഇത് നമ്മൾ ആ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോഴും പറഞ്ഞതാണ്. പോസിറ്റീവ് ലേണിംഗ് എൻവയോൺമെന്റിലേക്ക് നയിക്കുന്ന ഡിഫറെന്റ് ഫാക്ടേഴ്സ് ആണ്. ഇത് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ചോദിക്കാം. അപ്പോൾ ഓർക്കുക. മൂന്നാമത്തെ പാർട്ടിൽ ഇൻസ്ട്രക്ഷണൽ ഫെസിലിറ്റീസ് ആണ് മൂന്നാമത്തെ എലമെന്റ്. സോ ദീസ് ആർ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സിസ്റ്റംസ് ദാറ്റ് സപ്പോർട്ട് ടീച്ചിങ് ഡെലിവറി ആൻഡ് സ്റ്റുഡന്റ് ലേണിംഗ്. അപ്പോൾ ടീച്ചിങ് ഡെലിവറിയെ സ്റ്റുഡന്റ് ലേണിംഗിനെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ക്ലാസ് റൂം ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ കോളേജിലെ ഇൻഫ്രാസ്ട്രക്ചർ, ദെൻ അതുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന സിസ്റ്റംസ്, ഇതെല്ലാം എന്താണ് ഇൻസ്ട്രക്ഷണൽ ഫെസിലിറ്റീസ് ആണ്. സോ ഫെസിലിറ്റീസ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ എന്തൊക്കെ കാര്യങ്ങൾ വരാം. ക്ലാസ് റൂം ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് വരുമ്പോൾ യു ക്യാൻ സി ഫേർണിച്ചർ, ബോർഡ്സ്, ഓഡിയോ വിഷ്വൽ സെറ്റപ്പ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യാം. ദെൻ ലാബോറട്ടറീസ്, സയൻസ്, കമ്പ്യൂട്ടർ ലാബ്, ലാംഗ്വേജ് ലാബ്സ് പോലുള്ളവ. ദെൻ ലൈബ്രറി ആൻഡ് ഇ ലൈബ്രറി, ബുക്സ്, ജേർണൽസ്, ഇ റിസോഴ്സസ് തുടങ്ങിയ കാര്യങ്ങൾ. ICT ലാബ്സ്, സ്മാർട്ട് ബോർഡ്, പ്രൊജക്ടർ, ലേണിംഗ് ടൂൾസ്, ഇവയെല്ലാം ICT ലാബിന്റെ ഭാഗമാണ്. ദെൻ LMS ആൻഡ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, മൂഡിൽ, ക്ലാസ് റൂം, ഗൂഗിൾ ക്ലാസ് റൂം, എഡ്മോഡോ പോലുള്ള LMSകളും ഡിജിറ്റൽ ക്ലാസ് റൂം സ്പേസ്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസും ഒക്കെ നമുക്ക് ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. ദെൻ വൈഫൈ ആൻഡ് ഇന്റർനെറ്റ് ആക്സസ് ആൻഡ് സ്റ്റുഡൻറ് സപ്പോർട്ട് സർവീസസ്, കൗൺസിലിംഗ് കൊടുക്കുക, റെമഡിയൽ കോച്ചിങ് കൊടുക്കുക, അങ്ങനെയുള്ള ഒരു പോസിറ്റീവ് കൺസെപ്റ്റുകളെല്ലാം ഹയർ എഡ്യൂക്കേഷനിലെ ഫെസിലിറ്റീസ് ആയിട്ട് നമുക്ക് പറയാം. സോ ദീസ് ആർ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സപ്പോർട്ട്. ഇൻസ്ട്രക്ഷണൽ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ എന്തായിരുന്നു, ഇൻസ്ട്രക്ഷൻ ഫെസിലിറ്റീസ് തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്, ടീച്ചിങ് ഡെലിവറി, സ്റ്റുഡന്റ് ലേണിംഗിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡിഫറെന്റ് എലമെന്റുകളാണ്. അതിനെപ്പറ്റി നമ്മൾ കണ്ടു. ഇതൊക്കെയാണ് ഡിഫറെന്റ് എലമെന്റ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ 2 ടോപ്പിക് കംപ്ലീറ്റ് ചെയ്തു. ഐ ഹോപ്പ് യു ഗോട്ട് എ ക്ലിയർ ഐഡിയ, റൈറ്റ്? ഇങ്ങനെ നമ്മൾ ഓരോ ടോപ്പിക് ആയിട്ടായിരിക്കും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഓരോ ടോപ്പിക്കിലും വന്നിരിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഏരിയാസും എല്ലാം കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്ലീസ് ഗോ ത്രൂ എവറിത്തിങ്. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കുക ഇൻ ബിറ്റ്വീൻ, കേട്ടോ. ഇനി നമുക്ക് മൂന്നാമത്തെ ടോപ്പിക്കിലേക്ക് പോവാം. മൂന്നാമത്തെ ടോപ്പിക് ലേണർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ലേണർ ക്യാരക്ടറിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട് സാധാരണ സ്ഥിരമായിട്ടൊരു ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ആണ്. അപ്പോൾ അതിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന MCQs നമുക്ക് ആദ്യം കാണാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ കോഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേണേഴ്സ്? കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രെയിനുമായി ബന്ധപ്പെട്ട, ചിന്തയുമായി ബന്ധപ്പെട്ട ഫീച്ചർ. എബിലിറ്റി ടു റിലേറ്റ് വൺ സെൽഫ് വിത്ത് അതേഴ്സ്, സെൽഫ് ഇമേജ് ആൻഡ് ഇമോഷണൽ സ്റ്റെബിലിറ്റി, അറ്റൻഷൻ സ്പാൻ ആൻഡ് മെമ്മറി, ഫിസിക്കൽ സ്ട്രെങ്ത് ആൻഡ് എൻഡ്യൂറൻസ്. സോ കോഗ്നിഷൻ ഒരു ഇൻഡിവിജ്വലിന്റെ മെമ്മറിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അറ്റൻഷൻ സ്പാനുമായി, മെമ്മറിയാണ്, റൈറ്റ്? കോഗ്നിറ്റീവ് ആയിട്ടുള്ള എബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ മെന്റൽ പ്രോസസ് ആണ് അതിനകത്ത് വരുന്നത്. സോ ഇറ്റ് പെർറ്റെയിൻസ് ടു മെന്റൽ പ്രോസസ് സച്ച് ആസ് അറ്റൻഷൻ സ്പാൻ, മെമ്മറി, പ്രോബ്ലം സോൾവിങ് എബിലിറ്റീസ്, ഇൻഫർമേഷൻ പ്രോസസിങ് എബിലിറ്റീസ്, ഇതൊക്കെയാണ് കോഗ്നിറ്റീവ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ കോഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സിന്റെ ഭാഗമായിട്ട് തന്നിരിക്കുന്ന ഓപ്ഷനിൽ അറ്റൻഷൻ സ്പാൻ ആൻഡ് മെമ്മറിയാണ് റൈറ്റ് ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് മോർ പ്രോമിനന്റ് ഇൻ അഡൾട്ട് ലേണേഴ്സ് കമ്പയർഡ് ടു അഡോളസെന്റ് ലേണർ? അഡൾട്ട് ലേണറിൽ പ്രോമിനന്റ് ആയിട്ടുള്ള ഫീച്ചർ ഏതാണെന്ന് വെച്ചിരിക്കുന്നത് റിലയൻസ് ഓൺ എക്സ്റ്റേണൽ മോട്ടിവേഷൻ, പ്രിഫറൻസ് ഫോർ റോട്ട് മെമ്മറൈസേഷൻ, സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ് അപ്രോച്ച്, ഡിപ്പെൻഡൻസ് ഓൺ ടീച്ചർ ഗൈഡൻസ്. ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ പിക്ക് ചെയ്യാൻ പാടില്ല. അഡൾട്ട് ലേണർ ആകുമ്പോൾ എങ്ങനെയായിരിക്കും, അതേപോലെ അഡോളസെന്റ് ലേണർ ആണെങ്കിൽ എന്തായിരിക്കും, അവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സോ അഡൾട്ട് ലേണറിന്റെ ഫീച്ചർ എന്തായിരിക്കും? സെൽഫ് ഡയറക്റ്റഡ്. അവർക്ക് അറിയാം, അവർക്ക് ഇതിന്റെ ആവശ്യം എന്താണെന്നുള്ളത് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്.
അതുകൊണ്ട് അവരായിട്ട് തന്നെ ലേണിംഗ് അവരുടെ ലേണിംഗ് ഡയറക്റ്റ് ചെയ്യുന്നത് അവർ തന്നെയായിരിക്കും. സോ സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ് അപ്രോച്ച് അഡൾട്ട് ലേണിംഗിന്റെ ഭാഗമാണ്. അടുത്തത് അസെഷൻ. അണ്ടർസ്റ്റാൻഡിംഗ് ലേണേഴ്സ് പ്രയർ എക്സ്പീരിയൻസ് ഈസ് എസെൻഷ്യൽ ഫോർ ഇഫക്റ്റീവ് ടീച്ചിങ്. Prior experience influence how learners assimilate new information. So what do you think? ലേണറുടെ പ്രയർ എക്സ്പീരിയൻസ് മനസ്സിലാക്കേണ്ടത് ടീച്ചിങ് എഫക്റ്റീവ്നെസ് കൂട്ടാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞാൽ ശരിയാണല്ലോ? അത് ശരിയാണ്. അതിന്റെ എക്സ്പ്ലനേഷൻ ഇതാണോ? അതിന്റെ എക്സ്പ്ലനേഷൻ ഇതാണെന്ന് നോക്കുക. അതിന്റെ എക്സ്പ്ലനേഷൻ എന്താണ്? പ്രയർ എക്സ്പീരിയൻസ് ക്യാൻ ഇൻഫ്ലുവൻസ് ഹൗ ലേണർ അസിമുലേറ്റ് ന്യൂ ഇൻഫർമേഷൻ. ലേണർ എങ്ങനെ പുതിയ ഇൻഫർമേഷൻ നേടിയെടുക്കുന്നു എന്നുള്ളത്, എങ്ങനെ മനസ്സിലാക്കിയെടുക്കുന്നു എന്നുള്ളത് അവരുടെ പ്രയർ എക്സ്പീരിയൻസ് അനുസരിച്ചിരിക്കും. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് അല്ലേ? സോ അണ്ടർസ്റ്റാൻഡിങ് ലേണേഴ്സ് പ്രയർ എക്സ്പീരിയൻസ് ഈസ് എസെൻഷ്യൽ ഫോർ ഇഫക്റ്റീവ് ലേണിംഗ്. ട്രൂ ആണ്. അതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് പ്രയർ എക്സ്പീരിയൻസ് ഇൻഫ്ലുവൻസ് ഹൗ ലേണേഴ്സ് അസിമുലേറ്റ് ന്യൂ ഇൻഫർമേഷൻ. സോ പറയുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്നുള്ളതാണ് റൈറ്റ് എക്സ്പ്ലനേഷൻ. ആൻഡ് അസെഷന്റെ എക്സ്പ്ലനേഷൻ തന്നെയാണ് reason. So right answer is both assertion and reason are true, and reason is the correct explanation of assertion. അടുത്ത ക്വസ്റ്റ്യൻ. സർ ആ റീസൺ ഒന്നും കൂടി പറയാമോ? റീസണോ? യാ ഷുവർ. എവിടെയാണ്? ബാക്കോട്ട് വരും. റീസൺ പറയുന്നത് എന്താ? പ്രയർ എക്സ്പീരിയൻസ് ക്യാൻ ഇൻഫ്ലുവൻസ് ഹൗ ലേണേഴ്സ് അസിമുലേറ്റ് ന്യൂ ഇൻഫർമേഷൻ. ഇപ്പൊ ഒരു ലേണർ എന്ന് പറയുന്നത് ഒരു +2 പഠിക്കുന്ന സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു സ്റ്റുഡൻ്റ് ആണ്. +2 പഠിച്ചിരുന്നതാണ്. അദ്ദേഹം ഡിഗ്രിയിൽ വന്നിരിക്കുന്നത് കൊമേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള BCom വിചാരിക്കുക. സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു സ്റ്റുഡൻ്റ് ആണ് എന്നുള്ളത് അവരുടെ ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യില്ലേ? അവർ ആ ഒരു കൊമേഴ്സ് സബ്ജക്റ്റ് എങ്ങനെ പഠിക്കുന്നു എന്നുള്ളത് അവരുടെ ആ പ്രയർ എക്സ്പീരിയൻസ്, പ്രീവിയസ് നോളജ് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത്രേ ഉള്ളൂ. സോ അണ്ടർസ്റ്റാൻഡിങ് ലേണറുടെ പ്രയർ എക്സ്പീരിയൻസ് മനസ്സിലാക്കുകയാണെങ്കിൽ കൂടുതൽ ബെറ്റർ ആണ്. അദ്ദേഹം സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിരിക്കുന്ന സ്റ്റുഡൻ്റ് ആണ് എന്ന് നമ്മൾ അറിയുമ്പോൾ അടുത്ത് പോയിട്ട് എങ്ങനെയാണ് കൊമേഴ്സിൽ കാര്യങ്ങൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ അടുത്ത് പോയിരുന്ന് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ടീച്ചർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ലേണേഴ്സ് പ്രയർ എക്സ്പീരിയൻസ് ഈസ് എസെൻഷ്യൽ ഫോർ ഇഫക്റ്റീവ് ടീച്ചിങ്. ശരിയാണ്. എന്തുകൊണ്ടാണ്? പ്രയർ എക്സ്പീരിയൻസ് ആണ് അവരെ എങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതിൽ വളരെ ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്യുന്നത്. സോ രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്നുള്ളതാണ് റൈറ്റ് ആൻസർ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേണേഴ്സ് ഹാവ് നോ സിഗ്നിഫിക്കന്റ് ഇമ്പാക്ട് ഓൺ ദെയർ ലേണിംഗ് പ്രോസസ്. ലേണിംഗ് ഈസ് സോളി എ കോഗ്നിറ്റീവ് പ്രോസസ് unaffected by emotions. What do you think? ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ്, ലേണർ ക്യാരക്ടറിസ്റ്റിക്സ് ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞപ്പോൾ ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ഇറ്റ് ഹാസ് നോ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ? തെറ്റാണ്. ആൻഡ് ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന കോഗ്നിറ്റീവ് പ്രോസസ് മാത്രമല്ല, ഇമോഷൻ അഫക്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും തെറ്റാണ്. ശരി, രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റാണെന്നുള്ളതാണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കൺസിഡർഡ് ആസ് എ സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേണിംഗ്? ലേണിംഗിലെ സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയാവുന്നത് ഏതാണെന്ന് വെച്ചിരിക്കുന്നത്? IQ ലെവൽ, എബിലിറ്റി ടു വർക്ക് കൊളാബറേറ്റീവ്ലി ഇൻ ഗ്രൂപ്സ്, ഫിസിക്കൽ ഹെൽത്ത്, ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി. സോഷ്യൽ എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും എബിലിറ്റി ടു വർക്ക്, കൊളാബറേറ്റീവ് എൻവയോൺമെന്റ്, അത് ഒരു സോഷ്യൽ ഫീച്ചറിന്റെ ഭാഗമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഏരിയയിൽ പറയുന്നത് എന്താണ്? ലേണറെ മനസ്സിലാക്കുകയാണെങ്കിൽ ടീച്ചർക്ക് എന്ത് ചെയ്യാം? ടീച്ചർക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ടീച്ചിങ് സ്ട്രാറ്റജീസ് ഫോം ചെയ്യാൻ സാധിക്കും. അവരെ മോട്ടിവേറ്റ് ചെയ്യാനും അവരുടെ ലേണിംഗ് സ്റ്റൈൽ മനസ്സിലാക്കി അവരുടെ പേസിനനുസരിച്ച് പഠിപ്പിക്കാനും ഒക്കെയുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ലേണറെ പറ്റി മനസ്സിലാക്കുന്ന വഴി കിട്ടുന്നത്. സോ അവിടെയാണ് ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സിന് ഇമ്പോർട്ടൻസ് വരുന്നത്. സോ അണ്ടർസ്റ്റാൻഡിങ് ഹൂ ദി ലേണർ ഈസ് എസെൻഷ്യൽ ഫോർ ഡിസൈനിങ് ഇഫക്റ്റീവ് ടീച്ചിങ് സ്ട്രാറ്റജീസ്. These characteristics influence motivation, learning style, pace and participation. അപ്പോൾ എന്തൊക്കെയാണ് ലേണർ ക്യാരക്ടറിസ്റ്റിക്സ്? മേജർ കാറ്റഗറീസ് ഓഫ് ലേണർ ക്യാരക്ടറിസ്റ്റിക്സ്. പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ്.
ഈ ഡെമോഗ്രാഫിക് ആയിട്ടുള്ള എല്ലാ ഫാക്ടേഴ്സും ലൈക്ക് ഏജ്, ജെൻഡർ, കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റസ്, ലാംഗ്വേജ് തുടങ്ങിയവയെല്ലാം പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. രണ്ടാമതായിട്ട് അക്കാഡമിക് ക്യാരക്ടറിസ്റ്റിക്സ്, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, സബ്ജക്ട് നോളജ്, പ്രീവിയസ് പെർഫോമൻസ്, ഇവയൊക്കെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടിന്റെ ഭാഗം, അക്കാഡമിക് ക്യാരക്ടറിസ്റ്റിക്സിന്റെ ഭാഗമാണ്. മൂന്നാമതായിട്ട് കോഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇന്റലിജൻസ്, മെമ്മറി, അറ്റൻഷൻ, തിങ്കിങ് സ്റ്റൈൽ, പ്രോബ്ലം സോൾവിങ് എബിലിറ്റി, ഇവയാണ് കോഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്. ദെൻ ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ്, മോട്ടിവേഷൻ, സെൽഫ് എസ്റ്റീം, ആറ്റിറ്റ്യൂഡ്, ആൻസൈറ്റി, ഇമോഷണൽ മെച്യൂരിറ്റി തുടങ്ങിയവ ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയാം. ദെൻ സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സിൽ പിയർ ഇൻഫ്ലുവൻസ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ്സ് എല്ലാം, അല്ലെങ്കിൽ നമ്മളോടൊപ്പം പഠിക്കുന്ന ആളുകൾ, അവരുടെ ഇൻഫ്ലുവൻസ്, പിയർ ഇൻഫ്ലുവൻസ്. ദെൻ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, എബിലിറ്റി ടു വർക്ക് ഇൻ ടീംസ്, ഇതെല്ലാം സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ദെൻ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് വരുമ്പോൾ നമ്മളുടെ ഹെൽത്ത്, സെൻസറി എബിലിറ്റീസ്, ലേണിംഗ് ഡിസബിലിറ്റീസ്, ഇവയൊക്കെയാണ് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നത്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ഇങ്ങനെ പറയാനുള്ള കാരണം കണ്ടല്ലോ. ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടതാണ്. ക്വസ്റ്റ്യനിൽ എന്താണ് കോഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സിന് എക്സാമ്പിൾ എന്ന് ചോദിച്ചു. അതേപോലെ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സിന് എക്സാമ്പിൾ ചോദിക്കാം, അക്കാഡമിക് ക്യാരക്ടറിസ്റ്റിക്സിന് എക്സാമ്പിൾ ചോദിക്കാം. അപ്പോൾ ആ രീതിയിലൊന്ന് ഓർക്കാൻ വേണ്ടിയാണ് ഇത്തരം ക്ലാസിഫിക്കേഷൻ തരുന്നത് കേട്ടോ. ഇനി ടൈപ്സ് ഓഫ് ലേണേഴ്സ് ബേസ്ഡ് ഓൺ ലേണിംഗ് സ്റ്റൈൽ. ലേണിംഗ് സ്റ്റൈലിനെ ബേസ് ചെയ്തുകൊണ്ട് പല തരത്തിലുള്ള ലേണേഴ്സിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ആക്റ്റീവ് ലേണർ എന്ന് പറഞ്ഞാൽ ആരാണ്? ചെയ്ത് പഠിക്കുന്നവർ. ലേൺ ബൈ ഡൂയിങ്, പ്രിഫർ ഗ്രൂപ്പ് വർക്ക്. ഓരോ ആക്ടിവിറ്റിയും കൊടുക്കുമ്പോൾ അത് ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ളവരാണ്. അപ്പോൾ ടീമായിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുന്നവരാണ് ആക്റ്റീവ് ലേണേഴ്സ്. ഇനി റിഫ്ലക്റ്റീവ് ലേണേഴ്സ് ഉണ്ട്. റിഫ്ലക്റ്റീവ് ലേണേഴ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം ചിന്തിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പ്രവൃത്തിയിലേക്ക് വരുന്നവരാണ് റിഫ്ലക്റ്റീവ്. ആക്റ്റീവ് എന്താ? ആദ്യം ചെയ്തു നോക്കും, ശരിയാവോ തെറ്റാവോ എന്നുള്ളത് അവർ ചെയ്തു നോക്കി മനസ്സിലാക്കുന്നവരാണ് ആക്റ്റീവ് ലേണർ. എന്നാൽ എങ്ങനെയാ ചെയ്യേണ്ടത് കൃത്യമായിട്ട് പഠിച്ച് അതിനുശേഷം മാത്രം ചെയ്തു നോക്കുന്നവരാണ് റിഫ്ലക്റ്റീവ് ലേണർ. ഡിഫറൻസ് മനസ്സിലായല്ലോ. ലേൺ ബൈ തിങ്കിങ് ആൻഡ് റിഫ്ലക്റ്റിംഗ് ബിഫോർ ആക്ടിങ്. സെൻസിങ് ആൻഡ് ഇൻറ്റ്യൂട്ടീവ്. സെൻസി ലേണർ എന്ന് പറഞ്ഞാൽ ലൈക്ക് ഫാക്ട്സ്, ഹാൻഡ്സ് ഓൺ പ്രാക്ടീസ് ആൻഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ. അവർക്ക് കൃത്യമായിട്ട് ഫാക്റ്റുകൾ പഠിക്കാനും അതേപോലെ ഓരോന്നിനും ഓരോ സീക്വൻസും കൃത്യമായിട്ട്, ആദ്യം ഇപ്പോൾ ഒരു പ്രോസസ്സ് പറയുകയാണെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് നോക്കുന്നു, രണ്ടാമത്തെ സ്റ്റെപ്പ് മനസ്സിലാക്കുന്നു, മൂന്നാം സ്റ്റെപ്പ് മനസ്സിലാക്കുന്നു. അങ്ങനെ ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പഠിക്കുന്നവരാണ് സെൻസിങ് ലേണർ. അതേസമയം ഇൻറ്റ്യൂട്ടീവ് ലേണർ ആണെങ്കിൽ എന്താണ്? ഇൻറ്റ്യൂഷൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. അവിടെ ആ സീക്വൻസിനല്ല, ദേ വിൽ കം ടു ദി ആൻസർ വിത്തൗട്ട് ഫോളോയിങ് ദി സ്റ്റെപ്സ്. ആ സ്റ്റെപ്സും ആ പ്രോസസ്സും ഫോളോ ചെയ്യാതെ ഷോർട്ട് കട്ട്സിലൂടെ ഫൈനൽ ആൻസറിലേക്ക് എത്തും. അവർക്ക് വേണ്ട ആ ഒരു കൺസെപ്റ്റ് ക്ലാരിറ്റിയാണ്. കൺസെപ്റ്റുവൽ ക്ലാരിറ്റി നേടും, തിയറി എന്താണെന്ന് മനസ്സിലാക്കും. പക്ഷേ അതൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് സെൻസിങ് ലേണർ പഠിക്കുന്നത് പോലെ വളരെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിക്കുന്നവരല്ല ഇവർക്ക് കൺസെപ്റ്റ്, ഒരു ബ്രോഡ് ഐഡിയ കിട്ടുന്ന തന്നെ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാം, തിയറി എന്താണെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് അബ്സ്ട്രാക്റ്റ് ആയിട്ട് ഐഡിയാസ് മനസ്സിലാക്കി ആ ഒരു അബ്സ്ട്രാക്റ്റ് ലെവലിൽ കാര്യങ്ങൾ മനസ്സിലാക്കി ആൻസറുകളിലേക്ക് എത്തുന്നവരാണ് ഇൻറ്റ്യൂട്ടീവ് ലേണർ. സോ സെൻസിങ് ആൻഡ് ഇൻറ്റ്യൂട്ടീവ്. ഓക്കെ. ഇനി വിഷ്വൽ ലേണർ എന്താ? കാണുന്നത് വഴി കണ്ട് മനസ്സിലാക്കി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. സോ ദേ ലേൺ ബെസ്റ്റ് ത്രൂ ഡയഗ്രാം, ചാർട്ട് ആൻഡ് വീഡിയോസ്. വെർബൽ ലേണേഴ്സ് ആണെങ്കിൽ അവര് എങ്ങനെയായിരിക്കും? വേർഡ്സിലൂടെ, മേ ബി റീഡിങ്ങിലൂടെ ആകാം, അല്ലെങ്കിൽ ലിസണിങ്ങിലൂടെ ആകാം, കേൾക്കുന്നവരാകാം. ക്ലാസ്സുകളിൽ ഇപ്പോൾ ഓഡിറ്ററി ആയിട്ട് കേട്ട് മനസ്സിലാക്കി പഠിക്കുന്നവരായ ലെക്ചേഴ്സ് ഒക്കെ അവർക്ക് കൂടുതൽ വൃത്തിയായിരിക്കും. അതേപോലെ തന്നെ സ്വന്തമായിട്ട് വായിച്ച് പഠിക്കുന്നവരാകാം, അത് വെർബൽ ലേണറാണ്. ദെൻ സീക്വൻഷ്യൽ ആൻഡ് ഗ്ലോബൽ ലേണർ. സീക്വൻഷ്യൽ ലേണർ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ട സെൻസിങ് പോലെയാണ്. അതായത് ദേ ലേൺ ഇൻ ലീനിയർ സ്റ്റെപ്സ്. ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആ സീക്വൻസിലൂടെ മാത്രം പഠിക്കും. എൻറ്റയർ തിങ് ബ്രോഡായിട്ട് അങ്ങനെ പഠിച്ചെടുക്കുന്നവരല്ല. അപ്പോൾ സീക്വൻസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നവരാണ് സീക്വൻഷ്യൽ ലേണർ. ദേ ലേൺ ഇൻ ലീനിയർ സ്റ്റെപ്സ് ലൈക്ക് എ സ്ട്രെച്ചേർഡ് ലെസൺ. ഗ്ലോബൽ ലേണർ ആണെങ്കിൽ ദേ വിൽ ഗ്രാസ്പ് വിത്ത് ബിഗ് പിക്ചർ. അവർക്ക് ആ മൊത്തമായിട്ടുള്ള ഐഡിയ പെട്ടെന്ന് കിട്ടും. അവർ ആ ഡീറ്റെയിലിങ്ങിലേക്ക് പോവില്ല. മൊത്തം ഐഡിയ ഒറ്റയടിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ് ഗ്ലോബൽ ലേണർ. ക്ലാസിഫിക്കേഷൻ ക്ലിയർ അല്ലേ? ആക്റ്റീവ് ലേണർ, റിഫ്ലക്റ്റീവ് ലേണർ, സെൻസി ലേണർ, ഇൻറ്റ്യൂട്ടീവ് ലേണർ,
വിഷ്വൽ, വെർബൽ, ദെൻ സീക്വൻഷ്യൽ ആൻഡ് ഗ്ലോബൽ. ഇത് കൂടാതെ പല രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് കേട്ടോ. അതിലൊരു ബ്രോഡ് ലെവലിലാണ് നമ്മൾ ഇത്രയും ടൈപ്പ് ഓഫ് ലേണേഴ്സിനെ പറ്റി പറഞ്ഞത്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിഫറൻസിയേഷൻ ആണ് അഡോളസെന്റ് ആൻഡ് അഡൽട്ട് ലേണർ. ബിക്കോസ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ പലതവണ അഡൽട്ട് ലേണറുടെയും അഡോളസെന്റ് ലേണറുടെയും ഫീച്ചേഴ്സിനെ പറ്റി കമ്പയർ ചെയ്യാനുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അഡോളസെന്റ് ലേണറുടെ ഫീച്ചറും അഡൽട്ട് ലേണറും. അഡോളസെന്റ് ലേണർ എപ്പോഴും എങ്ങനെയായിരിക്കും? ദേ ആർ ഡിപ്പെൻഡിങ് ഓൺ ടീച്ചർ, വേറാസ് അഡൽട്ട് ലേണർ സെൽഫ് ഡയറക്റ്റഡ് ആണ്. ലിമിറ്റഡ് എക്സ്പീരിയൻസ് ആണ് അഡോളസെന്റ് ലേണർക്കുള്ളത്, എന്നാൽ ലൈഫിലെയും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൂടുതലുള്ളവരാണ് അഡൽട്ട് ലേണർ. മോട്ടിവേഷൻ, എക്സ്റ്റേണൽ മോട്ടിവേഷൻ ആണ് അഡോളസെന്റ് ലേണറെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുന്നത്. ലൈക്ക് ഗ്രേഡുകൾ കൊടുക്കുക, റിവാർഡ്സ് കൊടുക്കുക, അതൊക്കെയാണ് അഡോളസെന്റ് ലേണറെ മോട്ടിവേറ്റ് ചെയ്യുന്നതെങ്കിൽ അഡൽട്ട് ലേണർക്ക് അവരുടെ ഇന്റേണൽ മോട്ടിവേഷൻ ആണ്. സ്വന്തമായിട്ട് ഗോളുകളുണ്ട്, കരിയർ ഉണ്ട്, പ്രിഫറൻസ് ഉണ്ട്. ഇതാണ് അഡൽട്ട് ലേണറെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുന്നത്. ഫോക്കസ്, ഗോൾ ഫോക്കസ്, ഷോർട്ട് ടൈം ലേണിംഗ് ആണ് അഡോളസെന്റ് ലേണർ ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ പ്രോബ്ലം സെന്റേഡ് ആയിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ, ലോങ് ടൈം അപ്രോച്ച് ആണ് അഡൽട്ട് ലേണർ എപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നത്. ദെൻ ടീച്ചിങ് അപ്രോച്ച്, മോർ സ്ട്രെച്ചേഡ് ഗൈഡൻസ് നീഡഡ് അപ്രോച്ച് ആണ് അഡോളസെന്റ് ലേണറിൽ വരുമ്പോൾ. എന്നാൽ അഡൽട്ട് ലേണറിലേക്ക് വരുമ്പോൾ ലേണർക്ക് കൂടുതൽ ഓട്ടോണമി ഉണ്ടാവും. അവർ സ്വന്തമായിട്ടാണ് കാര്യങ്ങൾ പഠിക്കാൻ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, സോ ഗുഡ് ലേണേഴ്സിന്റെ കുറച്ച് ട്രേറ്റ്സ് കൂടി. എന്തൊക്കെയാണ് ഒരു നല്ല ലേണർക്ക് ഉണ്ടാകേണ്ട ക്വാളിറ്റീസ്? ഒന്നാമത് ക്യൂരിയോസിറ്റി, പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ആ ഒരു ആഗ്രഹം. ദെൻ സെൽഫ് മോട്ടിവേഷൻ, അഡാപ്റ്റബിലിറ്റി, മാറ്റങ്ങൾക്കനുസരിച്ച് അവർക്ക് അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കണം, ചേഞ്ചസിനെ ഉൾക്കൊള്ളാൻ സാധിക്കണം. ദെൻ ഇമോഷണൽ മെച്യൂരിറ്റി, ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറയാം. അതേപോലെ ഗോൾ ഓറിയന്റഡ് മൈൻഡ് സെറ്റ്, ലക്ഷ്യം മുൻനിർത്തിയിട്ടുള്ള ചിന്താഗതി ഉണ്ടാവണം, മൈൻഡ് സെറ്റ് ഉണ്ടാവണം. ആൻഡ് എബിലിറ്റി ടു റിഫ്ലക്റ്റ് ആൻഡ് സെൽഫ് കറക്റ്റ്. വരുന്ന മാറ്റങ്ങൾ, ചേഞ്ചസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് മിസ്റ്റേക്ക് അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കണം. സാധാരണഗതിയിൽ അതൊരു വലിയ പ്രശ്നമാണ്. നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് തന്നെയാണ് ശരി എന്നുള്ള ചിന്താഗതി എപ്പോഴും നമുക്ക് ഉണ്ടാവും. അതും മാറണം. നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് അക്സെപ്റ്റ് ചെയ്ത് അതിൽ നിന്നും പുതിയ ചേഞ്ചസിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി, അതാണ് സെൽഫ് കറക്ഷൻ എബിലിറ്റി എന്ന് പറയുന്നത്, അതുണ്ടാവണം. സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ട്രേറ്റ്സ് ഓഫ് എ ഗുഡ് ലേണർ. ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞതിൽ ഓർക്കേണ്ട എന്തൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില പോയിന്റുകൾ പറയാം. ഒന്ന്, പ്രയർ എക്സ്പീരിയൻസ് റിപ്പീറ്റഡ് ആണ്, പലതവണ റിപ്പീറ്റഡ് ആണ്. പ്രയർ എക്സ്പീരിയൻസ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഫോർ ഇഫക്റ്റീവ് ടീച്ചിങ്. ദെൻ ആപ്റ്റിറ്റ്യൂഡ്, ഡെവലപ്മെന്റൽ സ്റ്റേജ് ആൻഡ് മോട്ടിവേഷൻ ഇഫക്റ്റ് ലേണിംഗ് ഔട്ട്കംസ്. സ്റ്റുഡൻസിന്റെ ആപ്റ്റിറ്റ്യൂഡ് എബിലിറ്റി, ആപ്റ്റിറ്റ്യൂഡ് ആകാം, ആപ്റ്റിറ്റ്യൂഡ് മീൻസ് അവരുടെ മെന്റൽ എബിലിറ്റീസ് ആണ് ആപ്റ്റിറ്റ്യൂഡിൽ വരുന്നത്. ദെൻ ഡെവലപ്മെന്റൽ സ്റ്റേജസ്, ഡിഫറെന്റ് ലെവൽസിൽ ഏത് ലെവലിലാണോ അവർ നിൽക്കുന്നത് ആ ഡെവലപ്മെന്റൽ സ്റ്റേജ് ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം മോട്ടിവേഷനും ലേണിങ്ങിന്റെ ഔട്ട്കമ്മിനെ അഫക്റ്റ് ചെയ്യും. ദെൻ എബിലിറ്റി ടു റിലേറ്റ് വിത്ത് അതേഴ്സ്, ഒരു സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, മറ്റുള്ളവരുമായിട്ട് കമ്പൈൻ ചെയ്യുക, മറ്റുള്ളവരുമായിട്ട് റിലേറ്റ് ചെയ്യുക. ഇതൊരു സോഷ്യൽ ഫീച്ചർ ആണ്. ദെൻ ബിലീഫ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ഒരു നോൺ കോഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ആണെന്ന് ഓർത്തേക്കുക. ഓക്കെ, സോ ജസ്റ്റ് ആ പോയിന്റുകൾ, ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ചില പോയിന്റുകളാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തത്, അതൊന്ന് ഓർത്തേക്കണം. അപ്പൊ ഇനി നമുക്ക് നാലാമത്തെ ടോപ്പിക് ഏരിയയിലേക്ക് പോവാം. സോ വി ആർ ടാർഗറ്റിംഗ് 6 ടോപ്പിക്സ് ടുഡേ. നാലാമത്തെ ടോപ്പിക് ഏരിയ ICT ടൂൾസ് ഇൻ എഡ്യൂക്കേഷൻ. ICT ടൂൾസ് ഇൻ എഡ്യൂക്കേഷൻ കുറച്ച് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. അതുകൊണ്ട് കുറച്ചധികം ക്വസ്റ്റ്യൻസ് നമുക്ക് പറയാനുണ്ട്. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ ആൻസർ തരണം. ഓരോ ക്വസ്റ്റ്യൻസ് കാണുമ്പോഴും അതിന്റെ ആൻസർ എന്താണെന്ന് ട്രൈ ചെയ്യുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് ICT ടൂൾസ് ഈസ് പ്രൈമർലി യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ് ആൻഡ് മാനേജിങ് ഓൺലൈൻ കോഴ്സസ് ഇൻക്ലൂഡിംഗ് അസൈൻമെന്റ്സ്, ക്വിസസ് ആൻഡ് ഡിസ്കഷൻസ്? ഗൂഗിൾ മീറ്റ്, മൈക്രോസോഫ്റ്റ് വേഡ്, മൂഡിൽ, ക്യാൻവ. ഏതാണ്? കോഴ്സസ് ഓൺലൈനിൽ മാനേജ് ചെയ്യാനും നോ ഗൂഗിൾ മീറ്റ് ഒന്നും പറയല്ലേ. ഇതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? കോഴ്സസ് ഓൺലൈനിൽ മാനേജ് ചെയ്യണം, അതായത് ഒരു കോഴ്സ് പൂർണ്ണമായിട്ട് കൊടുക്കാൻ സാധിക്കണം, അസൈൻമെന്റ്സ് കൊടുക്കാൻ സാധിക്കണം, ക്വിസസ് ഡിസ്കഷൻ നടത്താൻ സാധിക്കണം. ഇങ്ങനെയുള്ള എൻറ്റയർ തിങ് വരുവാണെങ്കിൽ അത് എന്താണ്? അതൊരു LMS ആണ് അല്ലേ? LMS, ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം. താഴെ തന്നിരിക്കുന്ന ഒരു ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം ഏതാണ്? ഗൂഗിൾ മീറ്റ് ഒരു മീറ്റിംഗ് ആപ്ലിക്കേഷൻ മാത്രമാണ്. മൈക്രോസോഫ്റ്റ് വേഡ് എന്ന് പറഞ്ഞാൽ ഒരു വേഡ് പ്രോസസ്സിംഗ് ആപ്ലിക്കേഷൻ മാത്രമാണ്.
ക്യാൻവ എന്ന് പറയുന്നത് അതൊരു എഡിറ്റിംഗ് ടൂൾ മാത്രമാണ്. എന്നാൽ മൂഡിൽ ഇതെന്താണ്? ഇതൊരു LMS ആണ്. ഓക്കെ, സോ LMS ടൂളുകൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ ചോദിക്കും. മൂഡിൽ എന്ന് പറയുന്നത് ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന, ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്ന, അസൈൻമെന്റ്സ് കൊടുക്കാൻ സാധിക്കുന്ന, ഗ്രേഡ്സ് കൊടുക്കാൻ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതാണ് ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ മൂഡിലാണ്. പക്ഷെ ഇവിടെ ഒരു ക്യാൻവാസ് കൂടിയുണ്ട്. ക്യാൻവാസ് ഇതൊരു LMS ആണ്. ക്യാൻവ കാണുമ്പോൾ മാറിപ്പോരുത്. ക്യാൻവ എന്ന് പറയുന്നത് ഒരു എന്താ പറയാ എഡിറ്റിംഗ് ടൂളാണ്. പിക്ചർ ഇമേജസ് ഒക്കെ എഡിറ്റ് ചെയ്യാനും പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന ടൂളാണ് ക്യാൻവ. എന്നാൽ ക്യാൻവാസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ LMS. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ICT ടൂൾ ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ റിയൽ ടൈം വീഡിയോ കോൺഫറൻസിങ് ആൻഡ് വിർച്വൽ ക്ലാസ് റൂം സെഷൻസ്? ഏത് ICT ടൂളാണ് റിയൽ ടൈം എഡിറ്റിങ്ങിനും അതേപോലെ തന്നെ വീഡിയോ കോൺഫറൻസിനും ഒക്കെ ഉപയോഗിക്കുന്നത്? നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾ ഏതാണ്? ദാറ്റ് ഈസ് സൂം. സോ ഗൂഗിൾ ക്ലാസ് റൂം തന്നിട്ടുണ്ട്. ഗൂഗിൾ ക്ലാസ് റൂം ഒരു LMS ആപ്ലിക്കേഷൻ ആണ്. ദെൻ സൂം എന്ന് പറയുന്നത് എന്താണ്? ഒരു വീഡിയോ കോൺഫറൻസിങ് ടൂളാണ്. അത് നമുക്ക് റിയൽ ടൈം വീഡിയോ കോൺഫറൻസിങ്ങിനും വിർച്വൽ സെഷൻസിനും ഉപയോഗിക്കാം. ആൻഡ് ദർ ഇസ് പ്രസി. പ്രസി എന്താ? പ്രസി എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് പ്രസന്റേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ലൈക്ക് AI പ്രസന്റേഷൻ മേക്കർ എന്നൊക്കെ പറയാം. അതാണ് പ്രസി. സോ പവർ പോയിന്റ് ബേസ്ഡ് ആയിട്ടുള്ള അതേപോലെ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്ന PPT ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന ടൂളാണ് പ്രസി. ദെൻ ദർ ഇസ് കഹൂത്ത്. കഹൂത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗെയിമിഫിക്കേഷൻ ടൂളാണ്. അതായത് ക്യൂസസ് ക്രിയേറ്റ് ചെയ്യാം, അതേപോലെ തന്നെ ഇന്ററാക്റ്റീവ് ഗെയിംസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് കഹൂത്ത്. ലേണിംഗ് ഗെയിംസ് കേട്ടോ. തന്നിരിക്കുന്ന ഓപ്ഷൻ റൈറ്റ് ആൻസർ സൂം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: ദി ഇന്ററാക്റ്റീവ് വൈറ്റ് ബോർഡ്സ് എൻഹാൻസ് സ്റ്റുഡൻസ് എൻഗേജ്മെന്റ് ബൈ അലോയിങ് ഡൈനാമിക് പ്രസന്റേഷൻസ്. സോ നമുക്കിവിടെ ഇന്ററാക്റ്റീവ് വൈറ്റ് ബോർഡ് ഇല്ലേ? സീ ദിസ് ന്യൂ വൈറ്റ് ബോർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒക്കെ നമുക്ക് സൂമിൽ കാണാൻ സാധിക്കും. അതാണ് ഇന്ററാക്റ്റീവ് വൈറ്റ് ബോർഡ്സ് എന്ന് പറയുന്നത്. സൂമിലൊക്കെ ഇതുണ്ട്, ഇന്ററാക്റ്റീവ് വൈറ്റ് ബോർഡ്സ് ഉണ്ട്. സോ ഇന്ററാക്റ്റീവ് വൈറ്റ് ബോർഡ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ അവരുടെ പ്രസന്റേഷൻസ് ഒക്കെ ഡൈനാമിക് പ്രസന്റേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. ദെൻ ഇന്ററാക്റ്റീവ് വൈറ്റ് ബോർഡ് എനേബിൾസ് ടീച്ചർ ടു ഇൻകോർപ്പറേറ്റ് മൾട്ടിമീഡിയ എലമെന്റ്സ് ലൈക്ക് വീഡിയോസ് ആൻഡ് ആനിമേഷൻസ് ഇൻ ടു ലെസൺസ്. ലെസൺസിലേക്ക് വീഡിയോസും ആനിമേഷൻസും ഒക്കെ കൊണ്ടുവരാനും ഈ ഇന്ററാക്റ്റീവ് വൈറ്റ് ബോർഡ്സ് ഉപയോഗിക്കാം. അപ്പോൾ പറഞ്ഞിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇറ്റ് ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ. ഇന്ററാക്റ്റീവ് വൈറ്റ് ബോർഡ്സ് ഉണ്ടെങ്കിൽ സ്റ്റുഡന്റ് എൻഗേജ്മെന്റ് കൂട്ടാൻ സഹായിക്കും. ഇന്ററാക്റ്റീവ് വൈറ്റ് ബോർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് മൾട്ടിമീഡിയ എലമെന്റ്സുകളൊക്കെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുള്ളതാണ്. സോ അത് എല്ലാ പ്ലാറ്റ്ഫോമിലും അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് റൂമിൽ ഇന്ററാക്റ്റീവ് വൈറ്റ് ബോർഡ്സ് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ദി റൈറ്റ് ആൻസർ. അടുത്തത്: ICT ടൂൾസ് ഹാവ് നോ സിഗ്നിഫിക്കന്റ് ഇമ്പാക്ട് ഓൺ പേഴ്സണലൈസ്ഡ് ലേണിംഗ് എക്സ്പീരിയൻസ്. നെഗറ്റീവ് ആണ് അല്ലേ? ആ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് കണ്ടപ്പോൾ തന്നെ നമുക്ക് നെഗറ്റീവ് വെട്ടിക്കളയാലോ. സോ ICT ടൂൾസ് ഹാവ് നോ സിഗ്നിഫിക്കന്റ് ഇമ്പാക്ട് ഓൺ പേഴ്സണലൈസ്ഡ് ലേണിംഗ് എക്സ്പീരിയൻസ്. തെറ്റാണല്ലോ. ഓൾ സ്റ്റുഡൻസ് ലേൺ അറ്റ് ദി സെയിം പേസ് ആൻഡ് ഹാവ് ഐഡന്റിക്കൽ ലേണിംഗ് നീഡ്സ്. അത് ശരിയാണോ? എല്ലാവരും ഒരേപോലത്തെ ലേണർ ആണോ? അല്ല. ഓരോരുത്തരും ഓരോ തരത്തിലാണ്. അവരുടെ ലേണിംഗ് നീഡ്സും ഡിഫറെന്റ് ആണ്. സോ ബോത്ത് അസെഷൻ ആൻഡ് റീസൺ ആർ ഫോൾസ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. Which of the following ICT tools is specifically designed for creating and engaging presentations with dynamic transitions and visuals? ഏത് ICT ടൂളാണ് നമുക്ക് പ്രസന്റേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ, എൻഗേജിങ് പ്രസന്റേഷൻസ് ക്രിയേറ്റ് ചെയ്യാനും അതേപോലെ ട്രാൻസിഷൻസും വിഷ്വൽസും ഒക്കെ ക്രിയേറ്റീവായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാവുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ. ഏതാ റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ ഈസ് പ്രസി അല്ലേ? പ്രസി ആണ്. ഗൂഗിൾ ഡോക്സ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ഗൂഗിൾ ഡോക്സ് എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റിന്റെ വേർഡ് പോലെ വേർഡ് പ്രോസസ്സിംഗ് ആയിട്ടുള്ള ടെക്സ്റ്റ് ഡോക്യുമെന്റ്സ് പ്രോസസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഗൂഗിൾ ഡോക്സ്. പിന്നെ ഉള്ളത് സ്ലാക്ക് ആണ്. സ്ലാക്ക് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൊളാബറേഷൻ ടൂളാണ്.
അതായത് ടീംസിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി, കൊളാബറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോം. അതാണ് സ്ലാക്ക് എന്ന് പറയുന്നത്. ദെൻ ദർ ഇസ് എഡ്മോഡോ. എഡ്മോഡോ എന്ന് പറയുന്നത് LMS ആണ് കേട്ടോ. എഡ്യൂക്കേഷൻ ടെക്നോളജി പ്ലാറ്റ്ഫോമാണ്. ക്ലാസ് റൂം മാനേജ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു LMS ആണ് എഡ്മോഡോ. LMSകൾ നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെച്ചേക്കണം, മറക്കരുത്. അപ്പൊ ഇതുവരെ നമ്മൾ കണ്ട LMSകൾ ഏതൊക്കെയാ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് നോക്കി, ഏതൊക്കെ LMSകൾ നിങ്ങൾക്ക് അറിയാം? LMS വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വിട്ടുപോരുത്. ഒന്നാമത്തെ LMS, റിമെമ്പർ ദാറ്റ്, ആദ്യം നമ്മൾ പറഞ്ഞ ഒരു LMS ഉണ്ട്, മൂഡിൽ. കോമൺലി യൂസ് ചെയ്യുന്ന LMS ആണ് മൂഡിൽ. അതേപോലെ ക്യാൻവാസ് LMS ആണ്. ക്യാൻവ അല്ല, ക്യാൻവാസ് LMS ആണ്. ഞാൻ എഡ്മോഡോ ഇപ്പോൾ പറഞ്ഞു, അതൊരു LMS ആണ്. ഗൂഗിൾ ക്ലാസ് റൂം ഒരു LMS ആണ്. സോ ഇത്തരം പ്ലാറ്റ്ഫോമുകളെയാണ് ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ എഡ്മോഡോയും ഒരു ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. സോ റൈറ്റ് ആൻസർ ഈസ് പ്രസി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ടൂൾസ് ആർ യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ് ആൻഡ് ഷെയറിംഗ് മൈൻഡ് മാപ്സ്? മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളുകൾ താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ മൈൻഡ് മാപ്പിംഗ് ടൂൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ തന്നിരിക്കുന്നതിൽ എക്സ്മൈൻഡ് മൈൻഡ് മാപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. മൈൻഡോമോ മൈൻഡ് മാപ്പിന് വേണ്ടി ഉപയോഗിക്കാം. കൊഗിൾ മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. മൈൻഡ് മീസ്റ്റർ മൈൻഡ് മാപ്പിന് വേണ്ടി ഉപയോഗിക്കാം. അതോടൊപ്പം മിറോ. ഇതെല്ലാം മൈൻഡ് മാപ്പിങ്ങിന് വേണ്ടി ഉപയോഗിക്കാവുന്ന ടൂളുകളാണ്. ഓക്കെ, സോ ഓൾ ദീസ്, ഈ പറഞ്ഞ 6 നമ്മൾ 5 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തേക്കുക. മൈൻഡ് മാപ്പിംഗ് ടൂൾസ് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചോദിക്കാറുള്ളതാണ്. ബിക്കോസ് ദേ ആർ എക്സ്പെക്ടിങ് ടീച്ചേഴ്സ് ടു ക്രിയേറ്റ് മൈൻഡ് മാപ്പ്. മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്ത് സ്റ്റുഡൻസിനെ പഠിപ്പിക്കണം എന്ന് UGC ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ലേണർ സെന്റേഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് എൻവയോൺമെന്റിൽ അത്തരത്തിലായിരിക്കണം ലേണിംഗ് എന്നാണ് UGC ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കാവുന്ന ഡിഫറെന്റ് ടൂളുകൾ, അതാണ് ഈ തന്നിരിക്കുന്ന എക്സ്മൈൻഡ്, എഡ്മോഡോ, കൊഗിൾ, മൈൻഡ് മീസ്റ്റർ, മിറോ പോലുള്ളവ. അപ്പൊ എന്താ മൈൻഡ് മാപ്പ്? മൈൻഡ് മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സെൻട്രൽ പ്രോബ്ലം നമ്മൾ ഐഡന്റിഫൈ ചെയ്ത ഒരു ടോപ്പിക്, സേ ICT ടൂൾസ്. ICT ടൂൾസ് ഒരു സെൻട്രൽ പോയിന്റ് ആക്കി വെച്ചിട്ട് ICT ടൂൾസിൽ നിന്ന് ഡിഫറെന്റ് ബ്രാഞ്ചുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ICT ടൂൾസിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയാണ്. സോ ആ ഇമ്പോർട്ടൻസ് എന്നതൊക്കെയാണെന്നുള്ളത് ഇവിടെ നമ്മളിങ്ങനെ നോട്ട് ചെയ്തു പോകും. ഓക്കെ, എന്നിട്ട് ICT ടൂൾസിന്റെ ടൈപ്സിനെ പറ്റിയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഏതൊക്കെയാണ്? LMS ഉണ്ട്, പ്രസന്റേഷൻ ടൂൾസ് ഉണ്ട്, ദെൻ ദർ ആർ മൈൻഡ് മാപ്പിംഗ് ടൂൾസ്. ഇങ്ങനെ നമ്മൾ ഓരോന്ന് നോട്ട് ചെയ്തു. ദെൻ അതുമായി ബന്ധപ്പെട്ട് LMS ഏതൊക്കെ ടൈപ്പ് ഉണ്ട്, അവിടെ നിന്ന് വീണ്ടും ബ്രാഞ്ചുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ബ്രാഞ്ചസ് ഒക്കെ ബിൽഡ് ചെയ്ത് ഒറ്റ പേജിൽ ഒരു പിക്ചർ പോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളുകളാണ് എക്സ്മൈൻഡ്, മൈൻഡോമോ, കൊഗിൾ, മൈൻഡ് മീസ്റ്റർ, മിറോ പോലുള്ളവ. ഓക്കെ, അപ്പോൾ ഓൾ ഓഫ് ദി എബോ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. സോ ഇതെല്ലാം മൈൻഡ് മാപ്പിംഗ് ടൂളാണ്. എക്സ്മൈൻഡ്, എ പോപ്പുലർ മൈൻഡ് മാപ്പിംഗ് ടൂൾ ദാറ്റ് അലൗസ് ടു ക്രിയേറ്റ് ആൻഡ് ഷെയർ മൈൻഡ് മാപ്സ്, ഡയഗ്രാം ആൻഡ് ചാർട്ട്സ്. ഗ്യാൻ ചാർട്ട്സ് ക്രിയേറ്റ് ചെയ്യാം, ഫിഷ് ബോൺ ഡയഗ്രാം ക്രിയേറ്റ് ചെയ്യാം, മെട്രിക്സ് ഡയഗ്രാം ക്രിയേറ്റ് ചെയ്യാം. സോ എല്ലാം ഇത് ഡയഗ്രാംസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൂളുകളൊക്കെ നമുക്ക് മൈൻഡ് മാപ്പിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം. അതാണ് എക്സ്മൈൻഡ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാരണം. എക്സ്മൈൻഡ് ആയാലും മൈൻഡോമോ സെയിം തിങ് ആണ്, മൈൻഡ് മാപ്പിംഗ് ടൂളാണ്. ദെൻ അതേപോലെ തന്നെ കൊഗിൾ വെബ് ബേസ്ഡ് ആയിട്ടുള്ള മൈൻഡ് മാപ്പിംഗ് ടൂളാണ്. യൂസേഴ്സിന് മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫ്ലോ ചാർട്ട് ക്രിയേറ്റ് ചെയ്യാനും ഡയഗ്രാം ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കാവുന്ന ടൂളാണ് കൊഗിൾ. ഇനി മൈൻഡ് മീസ്റ്റർ ഈസ് ദർ, വെബ് ബേസ്ഡ് ആയിട്ടുള്ള മൈൻഡ് മാപ്പിംഗ് ടൂൾ. നേരത്തെ കൊഗിളിൽ എന്തൊക്കെ പറഞ്ഞു അതെല്ലാം ഇവിടെയും സാധിക്കും. ഇനി മിറോയും അതുപോലെ തന്നെയാണ്, വെബ് ബേസ്ഡ് ആയിട്ടുള്ള കൊളാബറേറ്റീവ് വൈറ്റ് ബോർഡ് പ്ലാറ്റ്ഫോം ആണ് മിറോ. വൈറ്റ് ബോർഡ് ആണ്, വൈറ്റ് ബോർഡിനകത്ത് നമുക്ക് മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതാണ് മിറോ. സോ എല്ലാത്തിനെ പറ്റിയും ബ്രീഫ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് വായിച്ചു നോക്കുക. എല്ലാം ഒന്ന് തന്നെയാണ്, എല്ലാത്തിനും ഒരു പർപ്പസ്, കോമൺ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഓൾ ദീസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ് മൈൻഡ് മാപ്സ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, മിസ് സ്മിത്ത് വാണ്ട്സ് ടു ക്രിയേറ്റ് എ മൈൻഡ് മാപ്പ് for her students to understand the different parts of flower. Which of the following tools would be most suitable? ഏതൊക്കെ ഉപയോഗിക്കാം? സ്മിത്തിന് ഒരു മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യണം. മിസ് സ്മിത്തിന് അദ്ദേഹം യൂസ് ചെയ്യേണ്ട ടൂളുകൾ ഏതൊക്കെയായിരിക്കണം എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. മിറോ ഇസ് ദെയർ, കൊഗിൾ ഇസ് ദെയർ, മൈൻഡ് മീസ്റ്റർ ഇസ് ദെയർ.
പോഡ്കാസ്റ്റ് അല്ല, പോഡ്കാസ്റ്റും അതേപോലെ തന്നെ എഡ്പസിലും ദീസ് ആർ ടോട്ടലി ഡിഫറെന്റ്. ഓക്കെ, ഓപ്ഷൻസിൽ ഇല്ലേ നോക്കി. മീറോ, ഗൂഗിൾ ആൻഡ് മൈൻഡ് മീസ്റ്റർ. ഓപ്ഷൻ സി. എഡ്പസിൽ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? എഡ്പസിൽ എന്ന് പറയുന്നത് വെബ് ബേസ്ഡ് പ്ലാറ്റ്ഫോം ദാറ്റ് അലൗസ് ടീച്ചേഴ്സ് ടു ക്രിയേറ്റ് ഇന്ററാക്റ്റീവ് വീഡിയോ ലെസൺസ്. സ്റ്റുഡൻസിന് വേണ്ടി വീഡിയോ ലെക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇറ്റ് ഓഫേഴ്സ് എ റേഞ്ച് ഓഫ് ഫീച്ചേഴ്സ് ഇൻക്ലൂഡിംഗ് എബിലിറ്റി ടു ആഡ് ക്വസ്റ്റ്യൻസ്, വോയിസ് ഓവർ, നോട്ട്സ് ടു വീഡിയോസ്. വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് ആ വീഡിയോസിൽ സ്റ്റുഡൻസിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എഡ്പസിൽ. ഓക്കെ, അതിനകത്ത് എന്തൊക്കെ ആഡ് ചെയ്യാം? ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാം, വോയിസ് ഓവർ ചെയ്യാം, നോട്ട്സ് ക്രിയേറ്റ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എഡ്പസിൽ. അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ഓൺലൈൻ ടൂൾസ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ് ആൻഡ് ഷെയറിംഗ് മൈൻഡ് മാപ്സ്? ഇതിലേതൊക്കെ സാധിക്കും? മൈൻഡ് മീസ്റ്റർ ഉണ്ട്, മീറോ ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ? ഫ്ലിപ്പ് ഗ്രിഡ് തന്നിട്ടുണ്ട്, ഗൂഗിൾ ഫോം തന്നിട്ടുണ്ട്, ഗൂഗിൾ തന്നിട്ടുണ്ട്. ഗൂഗിളിന്റെ ചില ആപ്ലിക്കേഷൻസ്, ഗൂഗിളിൻ്റെതായ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മൈൻഡ് മാപ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഗൂഗിൾ, മൈൻഡ് മീസ്റ്റർ ആൻഡ് മിറോ, ഇത് മൂന്നും മൈൻഡ് മാപ്പിങ്ങിന് വേണ്ടി ഉപയോഗിക്കാവുന്ന ടൂളുകളാണ്. ഓക്കെ, സോ റൈറ്റ് ആൻസർ ഈസ് ഗൂഗിൾ, മൈൻഡ് മീസ്റ്റർ ആൻഡ് മിറോ. ഗൂഗിൾ ഫോംസ് സർവേ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ്. ആൻഡ് വാട്ട് അബൌട്ട് ഫ്ലിപ്പ് ഗ്രിഡ്? ഗൂഗിളിന് സാധിക്കും, നമ്മൾ പറഞ്ഞു. ഗൂഗിളിന്റെ സെപ്പറേറ്റ് ടൂളുകളുണ്ട്, അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മൈൻഡ് മാപ്സ് ക്രിയേറ്റ് ചെയ്യാം. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ ഡ്രോയിങ്സ് ഉപയോഗിച്ചുകൊണ്ടും ഗൂഗിൾ സ്ലൈഡ്സ് ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് മൈൻഡ് മാപ്സ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ ഫ്ലിപ്പ് ഗ്രിഡ് ആണ് നമ്മൾ അഡീഷണലി കണ്ടത്. ഫ്ലിപ്പ് ഗ്രിഡ് എന്താണ്? ഇതൊരു വീഡിയോ ഡിസ്കഷൻ പ്ലാറ്റ്ഫോം ആണ്. ഫ്ലിപ്പ് ഗ്രിഡ് ഈസ് എ വീഡിയോ ഡിസ്കഷൻ പ്ലാറ്റ്ഫോം ദാറ്റ് അലൗസ് ടീച്ചേഴ്സ് ടു ക്രിയേറ്റ് ആൻഡ് ഷെയർ വീഡിയോ പ്രോംപ്റ്റ്സ് വിത്ത് ദെയർ സ്റ്റുഡൻസ്. വീഡിയോ പ്രോംപ്റ്റ്സ് ഷെയർ ചെയ്യാൻ, വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് ഷെയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് ഫ്ലിപ്പ് ഗ്രിഡ്. നമ്മൾ എഡ്പസിൽ പറഞ്ഞതുപോലെ തന്നെ ഇത് ഉപയോഗിക്കാൻ സാധിക്കും. While it is not specifically designed for creating mind maps, it can be used to facilitate discussions around mind maps. മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതല്ല, മൈൻഡ് മാപ്പ് കാണിച്ചിട്ട് അതിന്മേൽ ഡിസ്കഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന ടൂളാണ് ഫ്ലിപ്പ് ഗ്രിഡ്. ഓക്കെ, സോ ഒരു വിഷ്വൽ എയ്ഡ് എന്നുള്ള രീതിയിലാണ് മൈൻഡ് മാപ്പ് ഫ്ലിപ്പ് ഗ്രിഡ് യൂസ് ചെയ്യുന്നത്. ദെൻ ഗൂഗിളിനെ പറ്റി നമ്മൾ പറഞ്ഞതാണ്. ആൻഡ് ഗൂഗിൾ ഫോം സർവേ ക്യൂസസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ICT ടൂൾസ് ആർ അസോസിയേറ്റഡ് വിത്ത് മൈൻഡ് മാപ്പിംഗ്? റിപ്പീറ്റഡ് ആണ്, ഒരുപാട് തവണ ഇത് വന്നിട്ടുള്ളതാണ് ഈ ഒരു ഏരിയയിൽ നിന്നും. അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ, മൈൻഡ് മീസ്റ്റർ, എക്സ് മൈൻഡ്, സി മാപ്പ്, സ്ക്രീൻ കസ്റ്റോമാറ്റിക്, അഡോബ് ഫോട്ടോഷോപ്പ്. ഇതില് മൈൻഡ് മീസ്റ്റർ നമ്മൾ കണ്ടു. ദെൻ എക്സ് മൈൻഡും സി മാപ്പും, ഇത് രണ്ടും നമുക്ക് മൈൻഡ് മാപ്പിങ്ങിന് വേണ്ടി ഉപയോഗിക്കാവുന്ന ടൂളുകളാണ്. ദെൻ സ്ക്രീൻ കാസ്റ്റോമാറ്റ് എന്ന് പറയുന്നത് സ്ക്രീൻ റെക്കോർഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ്. ഫോട്ടോഷോപ്പ് അറിയാലോ, ഇമേജ് എഡിറ്റിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൂളാണ്. XMind is a desktop or mobile mind mapping software. Enable users to create various type of diagram such as mind maps. Okay, so XMind പറ്റി നമ്മൾ പറഞ്ഞത്, XMind is a desktop and mobile based mobile mind mapping software. ഇതൊരു ആപ്ലിക്കേഷൻ പോലെ നമുക്ക് ഉപയോഗിക്കാം. എന്താണ്? ഇറ്റ് എനേബിൾസ് യൂസേഴ്സ് ടു ക്രിയേറ്റ് വേരിയസ് ടൈപ്സ് ഓഫ് ഡയഗ്രാം സച്ച് ആസ് മൈൻഡ് മാപ്പ്, ഫിഷ് ബോൺ ഡയഗ്രാം, ടൈം ലൈൻസ് ആൻഡ് ഓർഗനൈസേഷൻ ചാർട്ട്സ്. ഇത്തരത്തില് ചാർട്ട് മേക്കിങ്ങിനും ഡയഗ്രാം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന എല്ലാ ടൂളുകളും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മൈൻഡ് മാപ്സ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ XMind മൈൻഡ് മാപ്പിങ്ങിന് വേണ്ടി ഉപയോഗിക്കാവുന്ന ടൂളാണ്. അതേപോലെ തന്നെയാണ് സി മാപ്പ്, ക്രിയേറ്റിംഗ് ആൻഡ് ഷെയറിംഗ് കൺസെപ്റ്റ് മാപ്പ്. ഓക്കെ, സോ കണ്ട XMind പോലെ തന്നെ ഉപയോഗിക്കാവുന്ന റിലേഷൻഷിപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വരയ്ക്കാവുന്ന ഒരു ടൂളാണ് സി മാപ്പ്. ദെൻ സ്ക്രീൻ കസ്റ്റോമാറ്റിക് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ഫോർ ക്രിയേറ്റിംഗ് ആൻഡ് ഷെയറിംഗ് സ്ക്രീൻ റെക്കോർഡിങ്സ്.
വീഡിയോ ട്യൂട്ടോറിയൽസ് ഒക്കെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഷെയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് സ്ക്രീൻ കാസ്റ്റോമാറ്റിക് എന്ന് പറയുന്നത്. ദെൻ പിന്നെ വരുന്നത് ഫോട്ടോഷോപ്പ് ആണ്. എഡിറ്റിംഗ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ഡിജിറ്റൽ ഇമേജസ്. ഡിജിറ്റൽ ഇമേജസിനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ് ഫോട്ടോഷോപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും കണ്ടോ, മൈൻഡ് മാപ്പിംഗിൽ നിന്നാണ് മാച്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. മൈൻഡ് മാപ്പ് വരുന്നൊരു മാച്ചിങ് ആണ്. എഡ്പസിൽ ഇസ് ദർ, മൈൻഡ് മീസ്റ്റർ, ഗൂഗിൾ ഡോക്സ്, മെന്റിമീറ്റർ. മെന്റിമീറ്റർ ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ എഡ്പസിൽ എന്തായിരുന്നു, എന്തിനു വേണ്ടി ഉപയോഗിക്കാം? എഡ്പസിൽ ക്യാൻ ബി യൂസ്ഡ് ഫോർ ഇന്ററാക്റ്റീവ് വീഡിയോസ് അല്ലേ. ദെൻ മൈൻഡ് മീസ്റ്റർ എന്തിനു വേണ്ടി ഉപയോഗിക്കാം? മൈൻഡ് മാപ്പിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം. ഗൂഗിൾ ഡോക്സ് കണ്ടന്റ് ക്രിയേഷന് വേണ്ടി ഉപയോഗിക്കാം. ദെൻ മെന്റിമീറ്റർ ഇസ് ലൈക്ക് ഒരു സർവേ ടൂൾ പോലെയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഗൂഗിൾ ഫോംസ് പോലെയാണ് മെന്റിമീറ്റർ വരുന്നത്. ക്യാൻ ബി യൂസ്ഡ് ഫോർ ലൈവ് പോളിംഗ് ആൻഡ് ഫീഡ്ബാക്ക്. ഓക്കെ, സോ റൈറ്റ് ആൻസർ ഏതാ? ഓപ്ഷൻ ബി ആണോ? 1 4 വരണം. ഓക്കെ, രണ്ടാമത്തത് മെന്റിമീറ്റർ എന്ന് പറയുന്നത് മൈൻഡ് മീറ്റർ 3 വരണം. ആൻഡ് ഗൂഗിൾ ഡോക്സ് കണ്ടന്റ് ക്രിയേഷന് വേണ്ടി ഉപയോഗിക്കുന്നു. മാച്ച് ചെയ്തിട്ടില്ല അല്ലേ പ്രോപ്പറായിട്ട്? ഒന്നുകൂടെ നോക്കി. ഓക്കെ, കറക്റ്റ് മാച്ച് എന്തായാലും ഇത് തന്നെയാണ്. പക്ഷെ അതിനകത്ത് ഓപ്ഷൻസിൽ വന്നിരിക്കുന്ന എറർ ആണെന്ന് തോന്നുന്നു അല്ലേ. ഓപ്ഷൻസിൽ ഒരു എറർ വന്നിരിക്കുന്ന ഓപ്ഷനിൽ വന്നിരിക്കുന്ന എറർ തന്നെയായിരിക്കും. അപ്പോൾ റൈറ്റ് ആൻസർ വരേണ്ടത് എന്താ? എഡ്പസിൽ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ഇന്ററാക്റ്റീവ് വീഡിയോസ് ഉപയോഗിക്കാൻ വേണ്ടി, ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. മൈൻഡ് മീസ്റ്റർ ഉപയോഗിക്കുന്ന മൈൻഡ് മാപ്പിങ്ങിന് വേണ്ടിയാണ്. ദെൻ ഗൂഗിൾ ഡോക്സ് ഉപയോഗിക്കുന്ന കണ്ടന്റ് ക്രിയേഷൻ, ബിക്കോസ് വേർഡ് പ്രോസസിംഗ് ടൂൾ ആണല്ലോ, അത് കണ്ടന്റ് ക്രിയേഷന് വേണ്ടിയാണ്. ആൻഡ് മെന്റിമീറ്റർ ലൈവ് പോൾസ് ഫീഡ്ബാക്ക് എടുക്കാൻ വേണ്ടി ഇന്ററാക്റ്റീവ് പ്രസന്റേഷൻ ടൂളാണ്. അതിനകത്ത് റിയൽ ടൈം പോളുകളും ക്വിസുകളും എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ് മെന്റിമീറ്റർ. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്നില്ല, എന്നാലും ഇതാണ് റൈറ്റ് ആയിട്ട് വരേണ്ടത്. അപ്പോൾ ഗൂഗിൾ ഡോക്സ് വെബ് ബേസ്ഡ് വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ആണ്. ലൈക്ക് മൈക്രോസോഫ്റ്റിന്റെ വേർഡ് പോലെ ഓൺലൈൻ വെബ് ബേസ്ഡ് ആയിട്ട് ഉപയോഗിക്കുന്ന ടൂളാണ് ഗൂഗിൾ ഡോക്സ്. മെന്റിമീറ്റർ ഓൺലൈൻ ടൂൾ ഫോർ ക്രിയേറ്റിംഗ് ആൻഡ് കണ്ടക്ടിങ് ലൈവ് പോൾസ് ആൻഡ് സർവീസ്. നമ്മൾ ഗൂഗിൾ ഫോംസ് ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ലൈവ് പോളും സർവേയും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മെന്റിമീറ്റർ ഉപയോഗിക്കാം. അതുകൂടാതെ ഇന്ററാക്റ്റീവ് പ്രസന്റേഷൻസ് ക്രിയേറ്റ് ചെയ്യാനും മെന്റിമീറ്റർ ഉപയോഗിക്കാം. സോ ഇന്ററാക്റ്റീവ് പ്രസന്റേഷൻ, ക്യൂസസ്, സർവേസ്, ഇതിനൊക്കെ വേണ്ടി മെന്റിമീറ്റർ ഉപയോഗിക്കാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മൈൻഡ് മാപ്പിംഗ്? മൈൻഡ് മാപ്പിംഗിന്റെ ഫീച്ചേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ബിൽഡ് അറൌണ്ട് എ സെൻട്രൽ ടോപ്പിക്. ശരിയല്ലേ? ഒരു സെൻട്രൽ ടോപ്പിക്കിന് ചുറ്റും ക്രിയേറ്റ് ചെയ്യുന്നു. റൈറ്റ്. ദെൻ യൂസ് ഓഫ് ലോങ് സെന്റൻസസ് ആൻഡ് പാരഗ്രാഫ്സ് ടു എക്സ്പ്ലെയിൻ ദി കോണ്ടെക്സ്റ്റ്. ആണോ? ലോങ് സെന്റൻസ് ഉപയോഗിച്ചുകൊണ്ടാണോ കാര്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? അല്ല, വളരെ ഷോർട്ട് ആയിട്ടാണ്. ദി ബ്രാഞ്ചസ് ഓഫ് എ പെർട്ടിക്കുലർ ടോപ്പിക് ഫോം എ കണക്റ്റഡ് നോഡൽ സ്ട്രക്ചർ. അല്ലേ? ഓരോ ബ്രാഞ്ചസും, ഇപ്പോൾ ഒരു ബ്രാഞ്ച് എടുക്കുകയാണെങ്കിൽ അത് ഫീച്ചേഴ്സിനെ പറ്റിയായിരിക്കും, അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് എടുക്കുകയാണെങ്കിൽ അതിന്റെ ടൈപ്സിനെ പറ്റിയായിരിക്കും. സോ നോഡൽ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കും. യൂസ് ഓഫ് ഇമേജസ് ആൻഡ് സിമ്പിൾസ് ടു റെപ്രസെന്റ് ഐഡിയ. ഇമേജസും സിമ്പിൾസും ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അതും ശരിയാണ്. സോ എ, സി ആൻഡ് ഡി ഇസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, ഇതാണ് ഒരു എക്സാമ്പിൾ. ഇമേജസ് സിമ്പിൾസ് ഒക്കെ യൂസ് ചെയ്തിരിക്കുന്നത് കണ്ടോ. അപ്പോൾ നമ്മൾ എന്താ അതിനകത്ത് ചെയ്തിരിക്കുന്നത്? നമുക്ക് നമ്മളുടെ ഒരു സെൻട്രലൈസ്ഡ് തീം ഉണ്ട്. ആ സെൻട്രലൈസ്ഡ് തീം എന്താ? മാനേജിങ് സെൽഫ്. അതിനകത്ത് നിന്നും എന്തൊക്കെ ചെയ്യുന്നു? നമുക്ക് അതിന്റെ ഡിഫറെന്റ് ബ്രാഞ്ചസ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഓരോ ബ്രാഞ്ചിലും നമ്മൾ എയിം ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിന്റെ സബ് ബ്രാഞ്ചസ് അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് പോകുന്നതാണ് എന്ത്? മൈൻഡ് മാപ്പിംഗ്.
Okay, so mind mapping mind mapping is built around a central topic with the branches of a particular topic forming the connected node structure. This structure helps to organize ideas and information in a way that it will be easy to understand and remember. ആ ഇൻഫർമേഷനെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഒരു സെൻട്രൽ ടോപ്പിക് ഉണ്ട്, അതിന്റെ ഓരോ ബ്രാഞ്ചുകളും ഓരോ സബ് പോയിന്റ്സിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അത് വഴി ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഐഡിയ, ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുകയാണ് മൈൻഡ് മാപ്പ് ചെയ്യുന്നത്. സോ മൈൻഡ് മാപ്സ് ഓഫൺ ഇൻവോൾവ് ദി യൂസ് ഓഫ് ഇമേജസ് ആൻഡ് സിംബൽസ് ടു റെപ്രസെന്റ് ഐഡിയാസ് വെൽ. അപ്പോൾ വിഷ്വൽ ഇമേജസ് ഉപയോഗിച്ചുകൊണ്ട് ആ കൺസെപ്റ്റിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് are the examples of learning management system? ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാ തന്നിരിക്കുന്നതിൽ? കഹൂത്ത്, ക്യാൻവാസ്, ക്യാൻവ, മൂഡിൽ, പാഡ്ലെറ്റ്. സോ ഇതിൽ ഏതൊക്കെയുണ്ട്? ക്യാൻവാസ് ഒരു LMS ആണ്, അതേപോലെ മൂഡിൽ ഒരു LMS ആണ്. സോ തന്നിരിക്കുന്നതിൽ ഇത് രണ്ടുമാണ് LMS ആയിട്ട് വരുന്നത് കേട്ടോ, ക്യാൻവാസും മൂഡിലും. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഓൺലൈൻ ടീച്ചിങ് ടൂൾസും അഡ്വാൻറ്റേജസ് ഫോർ ടീച്ചേഴ്സും ആണ് മാച്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം, വീഡിയോ കോൺഫറൻസിങ്, ഡിസ്കഷൻ ഫോറംസ്, ഓൺലൈൻ അസസ്മെന്റ് പ്ലാറ്റ്ഫോം. അതിന്റെ അഡ്വാൻറ്റേജ് പറയുന്നത് എൻകറേജിങ് സ്റ്റുഡൻറ് എൻഗേജ്മെന്റ് ആൻഡ് കൊളാബറേഷൻ, ഫോസ്റ്ററിങ് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. രണ്ടാമത്തേതിൽ ക്രിയേറ്റിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റിംഗ് അസസ്മെന്റ്സ് ക്വിക്ക്ലി ആൻഡ് ഈസിലി, ഓട്ടോമേറ്റിംഗ് ഗ്രേഡിംഗ് ആൻഡ് ഫീഡ്ബാക്ക്. മൂന്നാമത്തേത് തന്നിരിക്കുന്നത് സ്ട്രീം ലൈനിങ് കോഴ്സ് അഡ്മിനിസ്ട്രേഷൻ, മാനേജിംഗ് സ്റ്റുഡൻറ് റെക്കോർഡ്സ് ആൻഡ് ഗ്രേഡ്സ്. നാലാമത് ഡെലിവറിംഗ് എൻഗേജിംഗ് ഇന്ററാക്റ്റീവ് ക്ലാസ് സെഷൻസ്, കണക്ടിങ് വിത്ത് എ റിമോട്ട് ലേണർ. ഇതിന്റെ ഓരോന്നിന്റെയും ഫീച്ചർ ഇതിൽ നിന്ന് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എങ്ങനെ മാച്ച് ചെയ്യാം? LMS എന്താ? നമുക്ക് കോഴ്സ് ക്രിയേറ്റ് ചെയ്യാനും കോഴ്സ് അഡ്മിനിസ്റ്റർ ചെയ്യാനും ഒക്കെ ഉപയോഗിക്കാവുന്ന പ്ലാറ്റ്ഫോമാണ്. സോ സ്ട്രീം ലൈനിങ് കോഴ്സസ് അഡ്മിനിസ്ട്രേഷൻ, മാനേജിങ് സ്റ്റുഡൻറ് റെക്കോർഡ് ആൻഡ് ഗ്രേഡ്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് ചെയ്യാം. ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്, അഡ്മിനിസ്ട്രേഷൻ നടത്താം, സ്റ്റുഡൻറ് റെക്കോർഡ്സ് മാനേജ് ചെയ്യാം, സ്റ്റുഡൻറ് ഗ്രേഡ്സ് മാനേജ് ചെയ്യാം, തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് സാധിക്കും. അടുത്ത വീഡിയോ കോൺഫറൻസിങ് എന്തായിരുന്നു? വീഡിയോ കോൺഫറൻസിങ് ഡെലിവറിങ് എൻഗേജിങ് ആൻഡ് ഇന്ററാക്റ്റീവ് ക്ലാസ് സെഷൻസ്, റിമോട്ട് ലേണേഴ്സിന് വേണ്ടി ഡയറക്റ്റ്ലി ഇവിടെ ഇല്ലാത്ത മറ്റു സ്ഥലങ്ങളിലുള്ള ആളുകൾക്ക് കൂടി വീഡിയോ കാണാവുന്ന രീതിയിൽ, അവരുടെ പ്രിഫറൻസ് വീഡിയോ കാണാവുന്ന രീതിയിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ വീഡിയോ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് വീഡിയോ കോൺഫറൻസിങ്. അടുത്തത് ഡിസ്കഷൻ ഫോറംസ് ആണ്. ഡിസ്കഷൻ ഫോറം എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? സ്റ്റുഡൻസിന് ഇപ്പോൾ ക്ലാസ്സിന് ശേഷം അവർക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതൊരു ഡിസ്കഷൻ ഫോറം അല്ലേ? അപ്പോൾ അതിനകത്ത് അവരുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ് എബിലിറ്റീസ് ഒക്കെ ബെറ്റർ ആക്കാൻ വേണ്ടി അത് ഉപയോഗിക്കാം. പിന്നെ വരുന്നത് ഓൺലൈൻ അസസ്മെന്റ് പ്ലാറ്റ്ഫോംസ് എന്തിനു വേണ്ടിയാ? അസസ് ചെയ്യാൻ. ഓക്കെ, സോ ക്രിയേറ്റിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റിംഗ് അസസ്മെന്റ് ക്വിക്ക്ലി വിത്ത് ഈസിലി ഓട്ടോമേറ്റിംഗ് ഗ്രേഡ്സ് ആൻഡ് ഫീഡ്ബാക്ക്. സോ ദാറ്റ് ഇസ് ദി റൈറ്റ് മാച്ച്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് Moodle is an example of LMS. Statement 2, Mentimeter is a tool for creating online service. എന്ത് തോന്നുന്നു? രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ? Moodle LMS എക്സാമ്പിൾ ആണ്, Mentimeter ഒരു സർവേ മേക്കിംഗ് ടൂൾ ആണ്. ഇപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്നുള്ളതാണ് റൈറ്റ് ആൻസർ. LMS സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഈസ് യൂസ്ഡ് ഫോർ, എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. LMS യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടി? അഡ്മിനിസ്ട്രേഷൻ നടക്കണം, ഡോക്യുമെന്റേഷൻ നടക്കണം, ട്രാക്കിംഗ് നടക്കണം, റിപ്പോർട്ടിംഗ് നടക്കണം. ഇതെല്ലാം എന്തുമായി ബന്ധപ്പെട്ടാണ്? എഡ്യൂക്കേഷൻ കോഴ്സസിന്റെ. സോ കോഴ്സസ് അഡ്മിനിസ്ട്രേഷൻ, കോഴ്സസിന്റെ ഡോക്യുമെന്റേഷൻ, കോഴ്സിന്റെ ട്രാക്കിംഗ്, സ്റ്റുഡൻറ് പ്രോഗ്രസിന്റെ ട്രാക്കിംഗ്, അതിന്റെ റിപ്പോർട്ടിംഗ്, ഡെലിവറി, ഇതെല്ലാം ചേരുന്നതാണ് LMS. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. Which of the following phases best describes blended learning? Blended learning എന്ന് പറഞ്ഞാൽ എന്താ? ഓൺലൈൻ പ്ലസ് ഓഫ്ലൈൻ, ഓൺലൈനും ഓഫ്ലൈനും ഒരുമിച്ച് കൊടുക്കുന്നതാണ് ബ്ലെൻഡഡ് ലേണിംഗ്. ഇറ്റ് കമ്പൈൻസ് ദി എലമെന്റ്സ് ഓഫ് ഫേസ് ടു ഫേസ് ആൻഡ് ഓൺലൈൻ ICT അല്ലേ? അപ്പോൾ ആ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. സോ ബ്ലെൻഡഡ് ലേണിംഗ് എന്താണ്? ഫേസ് ടു ഫേസ് ലേണിംഗും ഓൺലൈൻ ICT ടൂൾസും ഒരുമിച്ച് കൊണ്ടുവരുന്നതിനെയാണ് ബ്ലെൻഡഡ് ലേണിംഗ് അല്ലെങ്കിൽ ഹൈബ്രിഡ് ലേണിംഗ് ഓർ ടെക്നോളജി മീഡിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ, വെബ് എൻഹാൻസ്ഡ് ഇൻസ്ട്രക്ഷൻ ഓർ മിക്സ്ഡ് മോഡ് ഇൻസ്ട്രക്ഷൻ, ഇങ്ങനെ പല പേര് പറയും. ഇതെല്ലാം എന്താണ്? ബ്ലെൻഡഡ് ലേണിംഗ് ആണ്.
അടുത്തതൊരു മാച്ച് ദി ഫോളോയിങ് ആണ്. പോഡ്കാസ്റ്റ്, ബ്ലോഗ്സ്, വിക്കി, ദെൻ വെബ് കാസ്റ്റിംഗ്. ഇത്രയുമാണ് ടേബിൾ തന്നിരിക്കുന്നത്. മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പോഡ്കാസ്റ്റ് എന്താ, ഒരു ഓഡിയോ ആണ് അല്ലേ? സോ പോഡ്കാസ്റ്റ് എന്താകാം? പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മേ ബി എ ഡിജിറ്റൽ ഓഡിയോ ഓർ വീഡിയോ ഫയൽ കണ്ടെയ്നിങ് മീനിങ്ഫുൾ കണ്ടന്റ് ഫോർ ലേണിംഗ്. ലേണിങ്ങിന് വേണ്ടിയുള്ള ഓഡിയോ ഓർ വീഡിയോ ഫയൽസ്, നമ്മൾ സാധാരണഗതി ഓഡിയോ ഫയൽസ് എന്നാണ് പറയുക, അത് ഷെയർ ചെയ്യുന്നതിനെയാണ് പോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ ബ്ലോഗ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പേഴ്സണൽ വെബ്സൈറ്റ്. നമ്മൾ നമ്മളുടേതായ ഒരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് നമ്മളുടെ ഒരു വെബ്സൈറ്റ് ആണ്. നമ്മൾ ആഗ്രഹിക്കുന്ന കണ്ടന്റുകളൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ എത്തിക്കാൻ ഒരു ജേണൽ, ഒരു ഡയറി എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ബ്ലോഗ്സ്. അടുത്തത് വിക്കിയാണ്. വിക്കി എന്താ? ഇതൊരു ഓപ്പൺ കൊളാബറേറ്റീവ് വെബ്സൈറ്റ്സ് ആണ്. ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടി വിക്കിപീഡിയ ആണ്. സോ ഇന്റർനെറ്റിൽ ഫ്രീലി അവൈലബിൾ ആയിട്ടുള്ള, ഇപ്പോൾ അവർ പൈസ ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും ഡൊണേറ്റ് ചെയ്ത് നിലനിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് വിക്കിപീഡിയ മാറിയിട്ടുണ്ട്. ബിക്കോസ് AI ഒക്കെ വന്നപ്പോൾ ആരും വിക്കിപീഡിയ നോക്കുന്നില്ല. അപ്പൊ അതാണ് വിക്കി. ഓപ്പൺ ഡൈനാമിക് വെബ്സൈറ്റ് വിത്ത് കൊളാബറേറ്റീവ് connected knowledge, information and resources which are freely available on internet. Then webcasting is dissemination of recorded or live content over internet വഴി നമ്മൾ കണ്ടന്റ് ഷെയർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് വെബ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. മേ ബി റെക്കോർഡ് കണ്ടന്റ് ആകാം, അല്ലെങ്കിൽ ലൈവ് കണ്ടന്റ് ആകാം. ഇന്റർനെറ്റ് വഴി അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സാണ് വെബ്കാസ്റ്റിംഗ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. വീണ്ടും മൈൻഡ് മാപ്സ് പറഞ്ഞപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിപ്പോയല്ലേ? കണ്ടോ, വീണ്ടും അടുത്തൊരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഒരു ICT എനേബിൾഡ് ടൂൾസിൽ വീണ്ടും അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ്. ലിസ്റ്റ് മൈൻഡ് മാപ്സ് ആർ ദെയർ, ഗെയിമിഫിക്കേഷൻ, ഫ്ലിപ്പ്ഡ് ക്ലാസ് റൂം, ദെൻ ICT ബേസ്ഡ് ടീച്ചിങ് മെത്തേഡ്സ്. സോ മൈൻഡ് മാപ്പ് എന്താ? മാച്ച് ചെയ്യൂ. മൈൻഡ് മാപ്പ് എന്ന് പറഞ്ഞാൽ യൂസ് ഓഫ് സെൽഫ് ലേണിംഗ് ടൂൾസ്. നമുക്ക് സ്വയം പഠിക്കാൻ വേണ്ടിയുള്ള ഒരു ലേണിംഗ് ടൂൾ എന്നുള്ള രീതിയിൽ മൈൻഡ് മാപ്പ് ഉപയോഗിക്കാം. ഗെയിമിഫിക്കേഷൻ, ക്യൂസസിലൂടെയും മറ്റു കാര്യങ്ങളിലൂടെയും പഠിക്കുന്നതിനെയാണ് ഗെയിമിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഫ്ലിപ്പ്ഡ് ക്ലാസ് റൂം എന്തായിരുന്നു? വാട്ട് ഈസ് ഫ്ലിപ്പ്ഡ് ക്ലാസ് റൂം? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് ക്ലാസ് റൂമിനെ ഫ്ലിപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ക്ലാസ് റൂം ആക്ടിവിറ്റീസിന് വേണ്ടി മാറ്റിവെക്കുകയും എന്നാൽ പഠിക്കേണ്ട കാര്യങ്ങൾ അവർ വീട്ടിൽ നിന്ന് പഠിച്ചുകൊണ്ട് വരികയും ചെയ്യുന്നതിനെയാണ് ഫ്ലിപ്പ്ഡ് ക്ലാസ് റൂം എന്ന് പറയുന്നത്. സോ അലോ സ്റ്റുഡൻറ് ടു എക്സ്പ്ലോർ ലെസൺസ് ബിഫോർ ദി ടീച്ചർ ഡിസ്ക്രൈബ്സ്. ടീച്ചർ പറഞ്ഞു കൊടുക്കുന്നത് കുറച്ചുകൂടി ആക്ടിവിറ്റി ഓറിയന്റഡ് ക്ലാസ്സസ് ആയിരിക്കും. അതിനു മുമ്പ് വീഡിയോ ലെക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ വീഡിയോ ലെക്ചർ ടീച്ചർ സ്റ്റുഡന്റിന് കൊടുക്കും. അപ്പൊ വീട്ടിൽ നിന്ന് അവർ വീഡിയോ ലെക്ചർ കണ്ട് ആ ലെസൺ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ക്ലാസ് റൂമിലേക്ക് വരണം. ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ അതിന്റെ ആക്റ്റീവായിട്ടുള്ള അവരുടെ പല രീതിയിലുള്ള ആക്ടിവിറ്റീസിലൂടെ, ഗെയിമിഫിക്കേഷനിലൂടെയൊക്കെ ക്ലാസ് എടുത്തു പോകുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫ്ലിപ്പ്ഡ് ക്ലാസ് റൂം എന്ന് പറയുന്നത്. സോ ഫ്ലിപ്പ്ഡ് ക്ലാസ് റൂം allows students to explore lessons before the class activity oriented ആയിരിക്കും. Then ICT based teaching method, വിർച്വൽ റിയാലിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് ICT based teaching method എയിം ചെയ്യുന്നത്. സോ ഇതാണ് കറക്റ്റ് മാച്ച്. ഓപ്ഷൻ സി ഇസ് ദി റൈറ്റ് ആൻസർ. ഇപ്പോൾ ICT ഇൻ എഡ്യൂക്കേഷൻ കുറേ ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞു ഓരോ ടോപ്പിക്കും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ കണ്ട ടോപ്പിക്കുകളെല്ലാം ഓർക്കുക. ഓരോ ICT ടൂളുകൾ നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. So ICT refers to the digital tools and resources used to communicate, create, disseminate, store and manage information in the teaching learning process. So ICT എന്ന് പറഞ്ഞാൽ എന്താണ്? ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ ICT എന്ന് പറഞ്ഞാൽ ദീസ് ആർ ഡിജിറ്റൽ ടൂൾസ്. നമ്മളുടെ ടീച്ചിങ് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റുഡൻസിന്റെ ലേണിംഗ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഡിഫറെൻറ്റ് ഡിജിറ്റൽ ടൂളുകൾ അതെല്ലാം ICTയുടെ ഭാഗമാണ്. ഇതുവഴി ലേണിംഗ് കൂടുതൽ ആക്സസിബിൾ ആവുന്നു, ഇന്ററാക്റ്റീവ് ആകുന്നു ആൻഡ് പേഴ്സണലൈസ്ഡ് ആവുന്നു. അതിനാണ് ICT ടൂൾസ് ഉപയോഗിക്കുന്നത്. സോ ICT ടൂൾസിന്റെ ഡിഫറെൻറ്റ് കാറ്റഗറീസും എക്സാമ്പിൾസും നിങ്ങൾക്ക് ഇവിടെ കാണാം. LMSന് എക്സാമ്പിൾ മോഡൽ, ക്ലാസ് റൂം, എഡ്മോഡോ, ക്യാൻവാസ്, ബ്ലാക്ക് ബോർഡ്, ഇതെല്ലാം LMS ആണ്. എല്ലാം ഓർക്കണം കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Then video conferencing tools in example Zoom, Microsoft Teams, Google Meet. Then interactive tools in example Kahoot, Padlet, Mentimeter, Quizzes, Nearpod. ഇതെല്ലാം ഇന്ററാക്റ്റീവ് ടൂൾസ് ആണ്. അതായത് നമുക്ക് ഇന്ററാക്റ്റീവ് പ്രസന്റേഷൻസും ഇന്ററാക്റ്റീവ് ക്യൂസസും ഒക്കെ കണ്ടക്ട് ചെയ്യാവുന്ന ടൂളാണ്.
ദെൻ പ്രസൻറ്റേഷൻസിന് വേണ്ടി മാത്രമുള്ള ടൂൾസ് പറയുമ്പോൾ പവർ പോയിന്റ്, പ്രസി, ഗൂഗിൾ സ്ലൈഡ്സ്. പ്രസി പ്രസൻറ്റേഷൻ ടൂളാണെന്ന് ഓർക്കണം. ദെൻ മൈൻഡ് മാപ്പിംഗ് ടൂൾസിന് എക്സാമ്പിളാണ് മൈൻഡ് മീസ്റ്റർ, എക്സ്മൈൻഡ്, കോഗിൾ, ലൂസിഡ് ചാർട്ട്. ഇവയൊക്കെ മൈൻഡ് മാപ്പിംഗ് ടൂൾസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ദെൻ കൊളാബറേഷൻ ടൂൾസിന് എക്സാമ്പിളാണ് ഗൂഗിൾ ഡോക്സ്, ജാംബോർഡ്, സ്ലാക്ക്. ഇതൊക്കെ കൊളാബറേഷൻ ടൂൾസ് ആണ്. ദെൻ വീഡിയോ ക്രിയേഷൻ ടൂൾസിന് എക്സാമ്പിളാണ് സ്ക്രീൻ കാസ്റ്റോമാറ്റിക്, ഫ്ലിപ്ഗ്രിഡ്, ഐ മൂവി. ഗെയിമിഫൈഡ് ലേണിംഗ് ടൂൾസ് കഹൂത്ത്, ക്യൂസിസ്, ബുക്ക്ലെറ്റ്. ഇതൊക്കെ ഗെയിമിഫൈഡ് ലേണിംഗ് ടൂൾസ് ആണ്. ദെൻ കോഡിംഗ് ആൻഡ് പ്രോഗ്രാമിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസ് ആണ് സ്ക്രാച്ച്, code.org. അസസ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസ് ആണ് ഗൂഗിൾ ഫോംസ്, സോക്രറ്റീവ്, MS ഫോംസ്, മൈക്രോസോഫ്റ്റിന്റെ ഫോംസ്. ഇതെല്ലാം ഇതിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഇത് ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇത്രയും എക്സാമ്പിൾസ് നമുക്ക് വന്നിട്ടുണ്ട്, അതൊക്കെ വായിച്ചു നോക്കണം. ദെൻ ICT പ്ലാറ്റ്ഫോംസ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ. ഹയർ എഡ്യൂക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്ന ICT പ്ലാറ്റ്ഫോംസ് പറയുകയാണെങ്കിൽ ഒന്ന് സ്വയമാണ്. സ്വയം ഈസ് ആൻ ഓൺലൈൻ റെപ്പോസിറ്ററി ഓഫ് കോഴ്സസ്. നമുക്ക് ഫ്രീ ആയിട്ട് കോഴ്സുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് സ്വയം. ഓക്കെ, മോക്കാണ്. മൂക്ക് എന്ന് പറഞ്ഞാൽ എന്താ? മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ്. നമ്മളുടെ സെൽഫ് ലേണിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന മൂക്ക്, മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് ആണ്. UG ആൻഡ് PG ലെവലിലുള്ള ഡിഫറെൻറ്റ് കോഴ്സസ് അവൈലബിൾ ആണ്. ദീസ് ആർ കോഴ്സസ് ക്രിയേറ്റഡ് ബൈ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ കേട്ടോ. മുമ്പ് അത് മിനിസ്ട്രി ഓഫ് HRD ആയിരുന്നു, ഇപ്പോൾ അത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ്. മിനിസ്ട്രിയുടെ പേര് മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ സ്വയം പ്രഭയിലേക്ക് വരുമ്പോൾ, സ്വയം പ്രഭ ഇന്ന് 40 DTH ചാനലുകളുടെ ഒരു കളക്ഷനാണ്. 40 DTH ചാനൽസ് ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയും അത് കൂടാതെ അഡീഷണൽ ചാനലുകളുണ്ട്. ഏതാണ്ട് 80ഓളം ചാനലുകളുണ്ട് സ്വയം പ്രഭയുടെ ഭാഗമായിട്ട്. എനിവേ ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് 40 ചാനലുകളുണ്ട്. സോ ദീസ് ആർ 40 DTH ചാനൽസ് ടെലികാസ്റ്റിംഗ് എഡ്യൂക്കേഷൻ കണ്ടന്റ്സ് 24/7. 24 മണിക്കൂറും എഡ്യൂക്കേഷൻ കണ്ടന്റ് കൊടുക്കുന്ന DTH ചാനലുകളുടെ കളക്ഷനാണ് സ്വയംപ്രഭ. ദെൻ NPTEL എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് കോഴ്സസുമായി ബന്ധപ്പെട്ട പ്ലാറ്റ്ഫോമാണ്. IITസും IISCയും ചേർന്നിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുന്നത്, NPTEL. ദെൻ ദർ ഇസ് ദിക്ഷ പോർട്ടൽ. ദിക്ഷ പോർട്ടൽ എന്ന് പറഞ്ഞാൽ ഇസ് എ നാഷണൽ പ്ലാറ്റ്ഫോം ഫോർ സ്കൂൾ എഡ്യൂക്കേഷൻ. സ്കൂൾ എഡ്യൂക്കേഷന് വേണ്ടിയുള്ള ഒരു നാഷണൽ പ്ലാറ്റ്ഫോമാണ്. ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മളവിടെ പഠിക്കുന്ന അറിയോ, ഹയർ എഡ്യൂക്കേഷൻ റിഫോംസ്, ഹയർ എഡ്യൂക്കേഷൻ്റെ ഇനീഷ്യേറ്റീവ്സ് നമ്മൾ പഠിക്കും. ICTയിലും പറയാം. അതേപോലെ തന്നെ നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ ഡിസ്കസ് ചെയ്യുമ്പോഴും ഡിഫറെൻറ്റ് ഹയർ എഡ്യൂക്കേഷൻ റിഫോംസിനെ പറ്റി പറയും. അതിനകത്ത് സ്വയം പ്രഭയും ഈ ദീക്ഷ പോർട്ടലും പാഠശാലയും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും കേട്ടോ. സോ ദീക്ഷ പോർട്ടൽ എന്തിനു വേണ്ടിയാണ്? സ്കൂൾ എഡ്യൂക്കേഷന് വേണ്ടിയുള്ള ഒരു നാഷണൽ പോർട്ടലാണെന്ന് ഓർക്കുക. കൊളാബറേഷനാണ്. ടീച്ചേഴ്സിന് വേണ്ട ടൂളുകളും ടീച്ചേഴ്സിന് വേണ്ട മെറ്റീരിയലും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം. ദെൻ PG പാഠശാല, പോസ്റ്റ് ഗ്രാജുവേറ്റ് സബ്ജക്ട്സിന് വേണ്ടിയുള്ള കണ്ടന്റ് അവൈലബിൾ ആയിട്ടുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് PG പാഠശാല. അതേപോലെ UG പാഠശാലയും ഉണ്ട്. ദെൻ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി, റെപ്പോസിറ്ററി ഓഫ് അക്കാഡമിക് കണ്ടന്റ് ഫോർ ഓൾ ലെവൽസ് ഓഫ് ലേണേഴ്സിന് വേണ്ട അക്കാഡമിക് കണ്ടന്റ്. നമ്മളുടെ UGC നെറ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്തത് ഇവിടെ നിന്നാണ്, NDL നിന്നാണ്. അപ്പോൾ നമുക്ക് വേണ്ട അക്കാഡമിക് കണ്ടന്റുകൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം, അതാണ് നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി, NDL. ടൈപ്സ് ഓഫ് ലേണിംഗ് മെത്തേഡ്സ്. ലേണിംഗ് മെത്തേഡ് 2 രീതിയിലാകാം, അല്ലെങ്കിൽ 3 രീതിയിലാകാം. 2 രീതി എന്ന് പറയുന്നത്, ഒന്ന് സിങ്ക്രണസ് ലേണിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ ലൈവായിട്ട് ക്ലാസ്സുകൾ എടുക്കുകയാണെങ്കിൽ അതിനെയാണ് സിങ്ക്രണസ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സ്റ്റുഡൻറ്റും ടീച്ചറും അറ്റ് ദി സെയിം ടൈം 2 ലൊക്കാലിറ്റിയിൽ 2 പൊസിഷനിൽ അവൈലബിൾ ആയിരിക്കും. അതാണ് സിങ്ക്രണസ് ലേണിംഗ്. റിയൽ ടൈം ലൈവ് സെഷൻസ്, ഇപ്പോൾ സൂം ക്ലാസ്സസ് അല്ലെങ്കിൽ വെബിനാർ ഒക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ ഇതൊരു സിങ്ക്രണസ് ലേണിംഗ് ആണ്. അസിങ്ക്രണസ് ലേണിംഗോ, നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് ആ റെക്കോർഡ് കൊടുക്കുവാണ് എങ്കിൽ അത് അസിങ്ക്രണസ് ആണ്. ഫ്ലെക്സിബിൾ ഓഫ് സെൽഫ് പേസ്ഡ് ലേണിംഗിനെ സപ്പോർട്ട് ചെയ്യും. വീഡിയോ ലെക്ചേഴ്സ്, ഡിസ്കഷൻ ബോർഡ് എല്ലാം അസിങ്ക്രണസ് ലേണിംഗിന് എക്സാമ്പിൾ ആണ്. ബ്ലെൻഡഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ലൈവ് പ്ലസ് ഓൺലൈൻ ഓഫ്ലൈൻ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓൺലൈൻ പ്ലസ് ഓഫ്ലൈൻ, ഫേസ് ടു ഫേസ് ലേണിംഗ്, അത് ബ്ലെൻഡഡ് ലേണിംഗ് ആണ്. എക്സാമ്പിൾ ഫ്ലിപ്പ്ഡ് ക്ലാസ് റൂം. ഓക്കെ, എന്താണ് നമ്മൾ പറഞ്ഞല്ലോ, ഫ്ലിപ്പ്ഡ് ക്ലാസ് റൂം, അതൊരു ബ്ലെൻഡഡ് ലേണിംഗ് മെത്തേഡിന് എക്സാമ്പിൾ ആണ്. ICT എഡ്യൂക്കേഷനിലേക്ക് വരുമ്പോൾ അഡ്വാൻറ്റേജസ്, ഇറ്റ് എൻഹാൻസസ് എൻഗേജ്മെന്റ് ആൻഡ് ഇന്ററാക്ടിവിറ്റി, സപ്പോർട്ട്സ് പേഴ്സണലൈസ്ഡ് ആൻഡ് ഡിഫറൻഷിയേറ്റഡ് ലേണിംഗ്,
ഓരോരുത്തരെയും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്റ്റുഡൻസിനെ സംബന്ധിച്ചുകൊണ്ട് അവർക്ക് അവരുടെ പേഴ്സണൽ സ്റ്റൈലിനനുസരിച്ച് ലേണിംഗ് സ്റ്റൈൽ എന്താണോ അതിനനുസരിച്ച് പഠിക്കാനുള്ള അവസരമാണ് കിട്ടുന്നത്. അതാണ് ഡിഫറൻഷിയേറ്റഡ് ലേണിംഗ് എന്ന് പറഞ്ഞത്. ദെൻ ഇറ്റ് എനേബിൾസ് റിമോട്ട് ആൻഡ് സെൽഫ് ബേസ്ഡ് ലേണിംഗ്. റിമോട്ട് ലേണിംഗ് എവിടെയുള്ളവർക്ക് വേണമെങ്കിലും അവിടെ ഇരുന്ന് പഠിക്കാം, അതിനുള്ള അവസരം. അതോടൊപ്പം സ്വയം വേഗത അനുസരിച്ച് സെൽഫ് ബേസ്ഡ് ആയിട്ടുള്ള ലേണിംഗും പോസിബിൾ ആണ്. ഇറ്റ് അലൗഡ്സ് കൊളാബറേറ്റീവ് ആൻഡ് പാർട്ടിസിപ്പേറ്ററി എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊവൈഡ്സ് ഇൻസ്റ്റന്റ് ഫീഡ്ബാക്ക് ആൻഡ് അനാലിസിസ്. ഓക്കെ, ഇതിനെല്ലാം ഓപ്പർച്യൂണിറ്റി ICT വരുമ്പോൾ കിട്ടുന്നുണ്ട്. ഇവിടെ ഓർക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ: സ്വയത്തെ പറ്റി ഓർക്കണം, മൂക്കാണ് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ്. സ്വയം പ്രഭ ഓർക്കണം, DTA ചാനലുകളാണ്. കാഹൂത്തും ക്യൂസിസും ഓർക്കണം, ഇത് ഗെയിമിഫിക്കേഷൻ ടൂൾസ് ആണ്, ഗെയിം ബേസ്ഡ് ലേണിംഗ് പ്ലാറ്റ്ഫോം. ദെൻ ഗൂഗിൾ ഫോം അസസ്മെന്റുകൾക്കും ഫീഡ്ബാക്കിന് വേണ്ടിയും എഡ്യൂക്കേഷനിൽ ഉപയോഗിക്കാം. അതേപോലെ സർവേ ടൂളായിട്ട് ഉപയോഗിക്കാം. അസിൻക്രണസ് ലേണിംഗ് റിയൽ ടൈം അല്ലാത്തതാണ് അസിൻക്രണസ്, റിയൽ ടൈം ആണെങ്കിൽ അത് സിൻക്രണസ് ആണ്. അപ്പോൾ 4 ടോപ്പിക് കഴിഞ്ഞു, 5ാമത്തെ ടോപ്പിക്കിലേക്ക് പോകുന്നു. 5ാമത്തെ ടോപ്പിക് ഇവാലുവേഷൻ സിസ്റ്റംസ് ഇൻ എഡ്യൂക്കേഷൻ. 4 ടോപ്പിക്കും ക്ലിയർ ആണല്ലോ. 5ാമത്തേലേക്ക് പോട്ടെ. Okay, so let's start. Which type of evaluation is conducted before the commencement of instruction to determine the learner's entry level behavior? പറയൂ. പല രീതിയിലുള്ള ഇവാലുവേഷൻ ഉണ്ട്. അതിൽ ഏത് തരത്തിലുള്ള ഇവാലുവേഷൻ ആണ് ക്ലാസ് കൊടുക്കുന്നതിന് മുമ്പ്, ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതിന് മുമ്പ് നടത്തുന്നത്? ഏത് തരത്തിലുള്ള ഇവാലുവേഷൻ ആണ്? ഫോർമേറ്റീവ്, ഡയഗ്നോസ്റ്റിക്, പ്ലേസ്മെന്റ് ആൻഡ് സമ്മേറ്റീവ് ഇവാലുവേഷൻ. ഏതാണ്? ഇപ്പൊ എൻട്രൻസ് എക്സാമിനേഷൻ ഒക്കെ നടത്തൂലേ? എൻട്രൻസ് എക്സാമിനേഷൻ ഒക്കെ നടത്തുന്ന ഏത് തരത്തിലുള്ള ഇവാലുവേഷൻ എക്സാമ്പിൾ ആണ്? പ്ലേസ്മെന്റ് ഇവാലുവേഷന് എക്സാമ്പിൾ ആണ്. സോ റൈറ്റ് ആൻസർ ഈസ് പ്ലേസ്മെന്റ് ഇവാലുവേഷൻ. അടുത്തത്, വിച്ച് ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ ഈസ് പ്രൈമർലി യൂസ്ഡ് ടു ഐഡന്റിഫൈ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഡ്യൂറിംഗ് ഇൻ ദി ഇൻസ്ട്രക്ഷണൽ പ്രോസസ്? ലേണിംഗ് ഡിഫിക്കൽട്ടീസ്, എന്തുകൊണ്ട് ഈ കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്നറിയണം, എന്താണ് ഈ കുട്ടിയുടെ പ്രശ്നം എന്നറിയണം. അതിനുവേണ്ടി കണ്ടക്ട് ചെയ്യുന്ന ഇവാലുവേഷൻ ഏതാണ്? ഒരു ഡോക്ടർ ചെയ്യുന്ന എന്താ? ഡയഗ്നോസിസ് അല്ലേ? അതേപോലെ തന്നെ സ്റ്റുഡന്റിന്റെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ നടത്തണം. അതാണ് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ. അടുത്തത് അസഷൻ പറയുന്നത് ഫോർമേറ്റീവ് ഇവാലുവേഷൻ ഈസ് കണ്ടക്റ്റഡ് അറ്റ് ദി എൻഡ് ഓഫ് ആൻ ഇൻസ്ട്രക്ഷണൽ പ്രോഗ്രാം ടു അസസ് ദി ഓവറോൾ ലേണിംഗ് ഔട്ട്കംസ്. റീസൺ: formative evaluation provides continuous feedback to improve the teaching and learning process during the instructional process. എന്ത് തോന്നുന്നു? ഫോർമേറ്റീവ് എന്ന് പറഞ്ഞാൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ്. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന നമ്മൾ സ്റ്റുഡന്റിനോട് ചോദിക്കും മനസ്സിലായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? ഫോർമേറ്റീവ് ഇവാലുവേഷൻ ആണ്. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഉടനെ തന്നെ ഒരു ക്വസ്റ്റ്യൻ സ്റ്റുഡന്റിനോട് ചോദിക്കുന്നു, എന്താ അത്? ഫോർമേറ്റീവ് ഇവാലുവേഷൻ ആണ്. ക്ലാസിന്റെ എൻഡിലാണെങ്കിൽ അത് സമ്മേറ്റീവ് ആണ്. ക്ലാസ് എൻഡ് ചെയ്തതിന് ശേഷം കൊടുക്കുകയാണെങ്കിൽ, ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് സമ്മേറ്റീവ്. അതാണ് ഫോർമേറ്റീവ് സമ്മേറ്റീവ് തമ്മിലുള്ള ഡിഫറൻസ്. ലൈക്ക് യൂണിറ്റ് ടെസ്റ്റുകളൊക്കെ നടത്തുന്നത് സമ്മേറ്റീവ് ഇവാലുവേഷൻ എക്സാമ്പിൾ ആണ്. അപ്പോൾ ഫോർമേറ്റീവ് ഇവാലുവേഷൻ ഇസ് കണ്ടക്റ്റഡ് അറ്റ് ദി എൻഡ് ഓഫ് ആൻ ഇൻസ്ട്രക്ഷണൽ പ്രോഗ്രാം തെറ്റാണ്, ഡ്യൂറിംഗ് ആണ്. ഫോർമേറ്റീവ് ഇവാലുവേഷൻ പ്രൊവൈഡ്സ് കണ്ടിന്യൂസ് ഫീഡ്ബാക്ക് ടു ഇംപ്രൂവ് ടീച്ചിങ് ലേണിംഗ് ഡ്യൂറിംഗ്, കണ്ടോ, ഡ്യൂറിംഗ് ഇൻസ്ട്രക്ഷണൽ പ്രോസസ്. ദാറ്റ് ഈസ് റൈറ്റ്. അപ്പോൾ അസഷൻ ഫോൾസ് ആണ്, റീസൺ ഈസ് ട്രൂ. Non-referenced evaluation compares a student's performance against predetermined standards. Non-referenced evaluation ranks students based on their performance related to peers. എന്ത് തോന്നുന്നു? Non-referenced evaluation എന്താണ്? നോം വെച്ചിട്ടാണ് അല്ലേ? So non-referenced evaluation compares a student's performance against a predetermined standard എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. പകരം എന്താ? Non-referenced evaluation compares a student's performance in that of other students. കണ്ടില്ലേ? To that of other students. മറ്റ് സ്റ്റുഡൻസുമായി ബന്ധപ്പെട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് അത് non-referenced evaluation ആവുന്നത്. ഓക്കെ, മറ്റെന്താണ്? ഒരു പ്രീഡിറ്റർമിൻഡ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ഇവാലുവേഷൻ ആണ്. നോമും ക്രൈറ്റീരിയൻ തമ്മിലുള്ള ഡിഫറൻസ് ഓർക്കുക. നോം എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിന്റെ പെർഫോമൻസ് പ്രീഡിറ്റർമിൻഡ് സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട് കമ്പയർ ചെയ്യുന്നതല്ല. സ്റ്റുഡന്റിന്റെ പെർഫോമൻസ് മറ്റു സ്റ്റുഡൻസുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് എന്ന് പറയുകയാണെങ്കിൽ അത് നോമാണ്. ക്രൈറ്റീരിയൻ
75% മാർക്കിൽ കൂടുതൽ കിട്ടിയാൽ പാസ്സാകും എന്ന് പറയുകയാണെങ്കിൽ അതൊരു ക്രൈറ്റീരിയ ആണ്. സോ അത് സ്റ്റാൻഡേർഡ് ആണ്. ആ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടാണ് പറയുന്നതെങ്കിൽ അത് ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ഇവാലുവേഷൻ. മറ്റു സ്റ്റുഡൻസുമായിട്ട് കമ്പയർ ചെയ്താണ് പറയുന്നതെങ്കിൽ അത് നോ. സോ ഇവിടെ പറഞ്ഞിരിക്കുന്ന അസെഷൻ തെറ്റാണല്ലോ. അപ്പോൾ അസെഷൻ തെറ്റാണ്. നോം റെഫറൻസ്ഡ് ഇവാലുവേഷൻ റാങ്ക് സ്റ്റുഡൻസ് ബേസ്ഡ് ഓൺ ദെയർ പെർഫോമൻസ് റിലേറ്റീവ് ടു പിയേഴ്സ്. അത് ശരിയാണ്. മറ്റു സ്റ്റുഡൻസുമായി ബന്ധപ്പെട്ട പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ട് അവരെ റാങ്ക് ചെയ്യുന്നതാണ് നോം റെഫറൻസ്ഡ് ഇവാലുവേഷൻ. In the context of evaluation systems, which of the following best describes criterion referenced evaluation? Criterion referenced evaluation ഏതാണ് താഴെ തന്നിരിക്കുന്നതിൽ? Comparing a student's performance to that of their peers, assessing a student's performance based on predefined learning objectives. അല്ലേ? പ്രീഡിഫൈൻഡ് ലേണിംഗ് ഒബ്ജക്റ്റീവ്സുമായി ബന്ധപ്പെട്ട്, അതേപോലെ അതാണ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ, ആ സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട് സ്റ്റുഡൻറ്റിൻ്റെ പെർഫോമൻസ് അസസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ക്രൈറ്റീരിയൻ റെഫറൻസ് പറയുന്നത്. ബാക്കിയുള്ള എല്ലാം പിയേഴ്സുമായി ബന്ധപ്പെട്ട് കമ്പയർ ചെയ്യുന്നു, റാങ്കിങ് ചെയ്യുന്നു, പെർഫോമൻസ് വിത്തൗട്ട് റെഫറൻസ് ചെയ്യുന്നു, റെഫറൻസ് ക്രൈറ്റീരിയ ഇല്ലാതെ ചെയ്യുന്നു. അതെല്ലാം എന്താണ്? അതെല്ലാം നോം റെഫറൻസ്ഡ് ഇവാലുവേഷന് എക്സാമ്പിൾ ആണ്. ഓക്കെ. So what is evaluation? Evaluation is a systematic process of assessing and measuring and interpreting students' performance to improve learning and teaching. അവിടെ ഒരിടത്തും ഒരു സ്റ്റുഡൻറ്റിനെ അങ്ങ് ഇവാലുവേറ്റ് ചെയ്ത് അവരുടെ സ്കോർ കൊടുക്കാനാണെന്ന് എഴുതി വെക്കരുത്. അതല്ല. എന്തിനു വേണ്ടിയാണ് ഇവാലുവേഷൻ? ഇവാലുവേഷൻ്റെ എയിം എന്ന് പറയുന്നത് ഒന്ന് ലേണിംഗ് ബെറ്റർ ആക്കണം, രണ്ട് ടീച്ചിങ് ബെറ്റർ ആക്കണം. സോ ഇവാലുവേഷൻ കുറവാണ്, അവരുടെ പെർഫോമൻസ് കുറവാണെങ്കിൽ ടീച്ചിങ്ങിൽ പോരായ്മയുണ്ട്. അപ്പോൾ ആ ടീച്ചിങ് ബെറ്റർ ആക്കാനും അതേപോലെ ലേണിംഗ് ബെറ്റർ ആക്കാനും വേണ്ടിയാണ് ഇവാലുവേഷൻ വരുന്നത്. സോ ഇവാലുവേഷൻ ഇസ് ദി പ്രോസസ് ഓഫ് ജഡ്ജിങ് ദി വർത്ത് ആൻഡ് വാല്യൂ ഓഫ് സംതിങ്. എന്തോ നിന്റെ വേർത്ത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവാലുവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ. ഫോർമേറ്റീവ്, ഓൺ ഗോയിങ്. നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റുഡൻസിനോട് ക്ലാരിഫിക്കേഷൻസ് കൊടുക്കുന്നു, സ്റ്റുഡൻസിനോട് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, ഇതെല്ലാം ഫോർമേറ്റീവ് ആണ്. സമ്മേറ്റീവ്, അറ്റ് ദി എൻഡ് ഓഫ് യൂണിറ്റ് ഓർ കോഴ്സ്, മെഷേഴ്സ് ലേണിംഗ് ഔട്ട്കം. ഇതിലേതാണ് കുറച്ചുകൂടി ബെറ്റർ? കൃത്യമായിട്ട് സ്റ്റുഡൻറ്റ് ലേണിംഗ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഫോർമേറ്റീവിലാണോ സമ്മേറ്റീവിലാണോ എന്നൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ഏതിലാണ്? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂ. കൃത്യമായിട്ടുള്ളൊരു ഇവാലുവേഷൻ അത് ഫോർമേറ്റീവ് ആണോ സമ്മേറ്റീവ് ആണോ? കൃത്യമായിട്ടുള്ളൊരു ഇവാലുവേഷൻ എന്ന് പറയുന്നത് സമ്മേറ്റീവ് ആണ്. സ്റ്റുഡൻറ്റ് ലേൺ ചെയ്തോ എന്നറിയാൻ സാധിക്കുന്നത് എല്ലാം കഴിയുമ്പോഴാണ്. യൂണിറ്റ് എൻഡ് ടെസ്റ്റ് നടത്താനുള്ള കാരണം അതാണ് കേട്ടോ. നമ്മളെപ്പോഴും ചിന്തിക്കും അത് ഫോർമേറ്റീവ് ആണല്ലോ, നമ്മൾ അവരോട് ചോദിച്ചിട്ടാണ് എന്ന് നമ്മളെപ്പോഴും ചിന്തിക്കും. അങ്ങനെയല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർമേറ്റീവിൽ അപ്പോൾ എന്ത് മനസ്സിലായി, നമ്മൾ പഠിപ്പിക്കുന്ന ആ ഒരു പോയിന്റ് അവരിലേക്ക് എത്തിയോ എന്ന് മാത്രമേ ക്രോസ് ചെക്ക് ചെയ്യുന്നുള്ളൂ. സമ്മേറ്റീവിലാണ് ഔട്ട്കംസ്, ലേണിംഗ് ഔട്ട്കംസ് എത്രമാത്രം അച്ചീവ് ചെയ്യാൻ സാധിച്ചു, അവരത് പഠിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ് സമ്മേറ്റീവ് ആണ് കുറച്ചുകൂടി പ്രോപ്പർ ആയിട്ടുള്ള ഇവാലുവേഷൻ എന്ന് പറയാനുള്ള കാരണം. ദെൻ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ, ലേണിംഗ് ഗ്യാപ്സ്. ടീച്ചിങ്ങിനൊക്കെ മുമ്പ് എന്താണ് കുട്ടിയുടെ പ്രശ്നം, ലേണിംഗ് ഗ്യാപ്പ് എന്തുകൊണ്ട് ഹാപ്പൻ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാനാണ് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ നടത്തുന്നത്. ഓക്കെ. സോ ഫോർമേറ്റീവ് പറഞ്ഞു, സമ്മേറ്റീവ് പറഞ്ഞു. ദെൻ പ്ലേസ്മെന്റ് ഇവാലുവേഷൻ. ടീച്ചിങ് ബിഗിൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എൻട്രൻസ് എക്സാമിനേഷൻ, അഡ്മിഷൻ ടെസ്റ്റുകൾ, ബേസ് ലൈൻ അസസ്മെന്റ്, ഡയഗ്നോസ്റ്റിക് പ്രീ ടെസ്റ്റ്, ഇതെല്ലാം എന്താണ്? പ്ലേസ്മെന്റ് ആണ്. അതായത് എൻട്രി ലെവൽ നോളജ്, സ്കിൽ ആൻഡ് ആറ്റിറ്റ്യൂഡ് എത്രമാത്രം ഉണ്ട് എന്ന് പഠിക്കാൻ വേണ്ടിയാണ്, മനസ്സിലാക്കാൻ വേണ്ടിയാണ് പ്ലേസ്മെന്റ് ഇവാലുവേഷൻ നടത്തുന്നത്. എൻട്രൻസ് എക്സാമിനേഷൻ എക്സാമ്പിൾ ആയിട്ട് ഓർത്തേക്കുക കേട്ടോ. ദെൻ ഡയഗ്നോസ്റ്റിക് പറഞ്ഞല്ലോ. ദെൻ ദർ ഇസ് പ്രൊഗ്നോസ്റ്റിക് ഇവാലുവേഷൻ. പ്രൊഗ്നോസ്റ്റിക് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ടു പ്രെഡിക്റ്റ് ലേണേഴ്സ് ഫ്യൂച്ചർ പെർഫോമൻസ് ആൻഡ് പൊട്ടൻഷ്യൽ. എത്രമാത്രം പഠിച്ചെടുക്കാനുള്ള എബിലിറ്റി ഉണ്ട്, ഏത് ലെവൽ വരെ ഉയർന്നു പോകാനുള്ള എബിലിറ്റി ഉണ്ടെന്ന് പഠിക്കാനാണ് പ്രൊഗ്നോസ്റ്റിക് ഇവാലുവേഷൻ നടത്തുന്നത്. സോ യൂഷ്വലി ഏർലി സ്റ്റേജിലായിരിക്കും കരിയർ ഗൈഡൻസ്, ആപ്റ്റിറ്റ്യൂഡ് പ്രഡിക്ഷനിലൊക്കെയാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. സൈക്കോമെട്രിക് അസസ്മെന്റ് ഇതിന് എക്സാമ്പിൾ ആണ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ലെങ്കിൽ സൈക്കോമെട്രിക് അസസ്മെന്റ് ഒക്കെ ലേണിംഗ് എബിലിറ്റി എത്രമാത്രം ഉണ്ടെന്ന് പഠിക്കാനാണ്. അതാണ് പ്രൊഗ്നോസ്റ്റിക് ഇവാലുവേഷൻ. ദെൻ ഒതന്റിക് ഇവാലുവേഷൻ, ഓൾട്ടർനേറ്റീവ് അസസ്മെന്റ് എന്നും പറയും. ഒതന്റിക് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ റിയൽ ലൈഫിൽ അവരെ ടെസ്റ്റ് ചെയ്യുന്നു. അവർക്കൊരു കാര്യം ചെയ്യാൻ വേണ്ടി, ഇപ്പോൾ ബാങ്കിൽ പോയി ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറയുന്നു, അവരവിടെ പോയി ഓപ്പൺ ചെയ്തിട്ട് വരുവാണെങ്കിൽ അവർക്ക് അത് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടെന്നാണല്ലോ. അപ്പോൾ അവർക്ക് അത്തരത്തിൽ അവരെത്രമാത്രം ചെയ്യും എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇവാലുവേഷൻ നടത്തുന്നതെങ്കിൽ അതിനെ ഓൾട്ടർനേറ്റീവ് അസസ്മെന്റ് അല്ലെങ്കിൽ ഒതന്റിക് അസസ്മെന്റ് എന്ന് പറയും. ലൈക്ക് പ്രൊജക്റ്റുകൾ കൊടുക്കുക, ബെസ്റ്റ് എക്സാമ്പിൾ പ്രൊജക്ട്സ് ആണ്. ദെൻ റോൾ പ്ലേ,
debates, field work, interview, all these are authentic evaluation methods. Then continuous and comprehensive evaluation. നമ്മൾ CBCSE CBSEയിലൊക്കെ യൂസ് ചെയ്യുന്ന മോഡലാണ് CCE എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് വാല്യുവേഷൻ സ്കൂൾ എഡ്യൂക്കേഷനിൽ ഉപയോഗിക്കുന്ന മെത്തേഡാണ്. ലൈക്ക് അവരെ ത്രൂ ഔട്ട് ഓരോ സ്റ്റേജുകളിലും അവരുടെ പ്രോഗ്രസ് ഇവാലുവേറ്റ് ചെയ്യുന്നു. കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഫ്രീക്വന്റ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്നുള്ളതാണ് അതിനകത്ത് ഓർക്കേണ്ടത്. സ്കൂൾ എഡ്യൂക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. സോ CCE എന്ന് പറയുന്നത് എന്താണെന്ന് മാത്രം ഓർക്കുക. കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് വാല്യുവേഷൻ. പിന്നെയുള്ളത് ക്രൈറ്റീരിയൻ റെഫറൻസ് ആൻഡ് നോം റെഫറൻസ്. ഡിഫറൻസ് ക്ലിയർ ആണല്ലോ. ക്രൈറ്റീരിയൻ റെഫറൻസിനാണെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും, ഒരു ഫിക്സ്ഡ് ക്രൈറ്റീരിയ. 70% മാർക്ക് കിട്ടിയാൽ പാസ്സാകും എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ക്രൈറ്റീരിയ അല്ലേ, അതാണ് ക്രൈറ്റീരിയൻ റെഫറൻസ്. ദെൻ നോം റെഫറൻസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളുടെ പെർസെൻറ്റൈൽ സ്കോർ, UGC നെറ്റിലെ പെർസെൻറ്റൈൽ സ്കോർ എന്ന് പറയുന്നത് എന്താ, മറ്റുള്ള സ്റ്റുഡൻസിനെ അപേക്ഷിച്ച് നമ്മളുടെ പൊസിഷൻ ഏത് ലെവലിലാണ്, അത് നോം റെഫറൻസ്ഡ് ആണ്. റാങ്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നോം റെഫറൻസ്ഡ് ആണ്. ക്രൈറ്റീരിയൻ റെഫറൻസ് ആണെങ്കിൽ 60% കിട്ടിയിട്ടുള്ള എല്ലാവരും UGC നെറ്റ് പാസ്സാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ആയിരുന്നു. അങ്ങനെയല്ലല്ലോ, ഒരു സീലിംഗ് അവിടെ ഉണ്ട് അല്ലേ, കട്ട് ഓഫ് ഉണ്ട്. ആ കട്ട് ഓഫ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു എന്താണ്, കട്ട് ഓഫ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, മറ്റുള്ളവരുടെ കട്ട് ഓഫ് എന്നുള്ളത് എന്ന് വേണമെങ്കിൽ ഒരു ക്രൈറ്റീരിയ ആയിട്ട് പറയാം. അതേസമയം പെർസെൻറ്റൈൽ മറ്റുള്ളവരുടെ സ്കോറുമായി ബന്ധപ്പെട്ട് നമ്മളുടെ സ്കോറിനെ കമ്പയർ ചെയ്യുവാണെങ്കിൽ അതിനാണ് നോം റെഫറൻസ്ഡ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ദെൻ ടൂൾസ്, ട്രഡീഷണൽ ടൂൾസ്, മോഡേൺ ടൂൾസ് ആൻഡ് ടെക്നോളജി ബേസ്ഡ് ടൂൾസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ട്രഡീഷണൽ ടൂൾസിന് എക്സാമ്പിൾ ആണ് ടെസ്റ്റ്, എക്സാം, അസൈൻമെന്റ്സ്. ദെൻ മോഡേൺ ടൂൾസിന് എക്സാമ്പിൾ ആണ് റുബ്രിക്സ്, പോർട്ട്ഫോളിയോ, പ്രസന്റേഷൻ, പിയർ അസസ്മെന്റ് എക്സെട്ര. ദെൻ ടെക്നോളജി ബേസ്ഡ് ടൂൾസിന് എക്സാമ്പിൾ ആണ് നമ്മൾ നേരത്തെ കണ്ട ICT എനേബിൾഡ് ആയിട്ടുള്ള ടൂൾസ്. റൈറ്റ്, ICT എനേബിൾഡ് ആയിട്ടുള്ള ടൂളുകളെല്ലാം അതിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, അതില് ഏതെങ്കിലും മനസ്സിലാവാതെ ഉണ്ടോ? റുബിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കോറിംഗ് എയ്ഡ്സ് ആണ്, അതിൽ കൺഫ്യൂഷൻ വേണ്ട. അതായത് റുബിക്സ് സ്കോർസ് എന്നുള്ള രീതിയിൽ അസൈൻ ചെയ്യുന്നു. ഓരോ സ്കോറിനും ഓരോ ഗേഡ്സ് ഓർ സ്റ്റാൻഡേർഡ് ബേസ്ഡ് ആയിട്ട് ഓരോ ലെവൽ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ദേ വിൽ ഗെറ്റ് എ ഗേഡ്, ഒരു വാട്ട് ടു സേ, ഒരു സ്റ്റാൻഡേർഡ്, ഒരു ക്രൈറ്റീരിയ, ഒരു ഗ്രേഡിംഗ്, അസസ്മെന്റ് ഒക്കെ, അസൈൻമെന്റ് ഒക്കെ ഗ്രേഡ് ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡ് റുബിക്സ് ഉപയോഗിക്കാറുണ്ട്. സോ എനിവേ ഇത്രയുമാണ് ടൂൾസ്, മോഡേൺ ടൂൾസും ട്രഡീഷണൽ ടൂൾസും അതേപോലെ തന്നെ ടെക്നോളജി ബേസ്ഡ് ടൂൾസും. പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ എന്താ? പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ ഇതുവരെ അവരെന്തൊക്കെ നേടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെ പോർട്ട്ഫോളിയോ അസസ്മെന്റ് എന്ന് പറയും. ഇതുവരെയുള്ള നോളജ്, ഏതൊക്കെ ഏരിയയിൽ എന്തൊക്കെ കാര്യങ്ങൾ അറിയാം എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്യുന്നതിനെയാണ് പോർട്ട്ഫോളിയോ അസസ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓരോന്നും നോക്കുക. ഫോർമേറ്റീവ്, സമ്മേറ്റീവ്, ഡയഗ്നോസ്റ്റിക്, പ്ലേസ്മെന്റ്, പ്രോഗ്നോസ്റ്റിക്, ഒതന്റിക്, പോർട്ട്ഫോളിയോ അസസ്മെന്റ്, ഇതെല്ലാം നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മുടെ അവസാനത്തെ ടോപ്പിക് ഏരിയയിലേക്ക് പോകുന്നു. ഇന്നത്തെ നമ്മുടെ അവസാനത്തെ ടോപ്പിക് ഏരിയ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ ആണ്. മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് ആദ്യം പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ടീച്ചിങ് മെത്തേഡ് ഈസ് മോസ്റ്റ് എഫക്റ്റീവ് ഇൻ പ്രൊമോട്ടിംഗ് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് എമംഗ് സ്റ്റുഡൻസ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ? എപ്പോ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതിനകത്തുള്ള ഏറ്റവും ബെസ്റ്റ് ആൻസർ ഏതാണെന്ന് ഓർത്തേക്കുക. ഏറ്റവും ബെസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് എപ്പോഴും പ്രോജക്റ്റ് ആണ്. ഓക്കെ, പ്രോജക്ട്സ് കൊടുക്കുകയാണെങ്കിൽ സ്റ്റുഡൻസിന് ആ പ്രോജക്റ്റ് ഏറ്റെടുത്ത് ചെയ്ത് അവർക്ക് കൃത്യമായിട്ട് അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാനും അവരുടെ മുമ്പിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനും ഒക്കെയുള്ള എബിലിറ്റി കിട്ടും. അപ്പോൾ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ് എബിലിറ്റീസ് ഇംപ്രൂവ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് പ്രോജക്റ്റ് ബേസ്ഡ് ലേണിംഗ് ആണ്. ഓക്കെ, പലതവണ ചോദിച്ചിട്ടുണ്ട്, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കുക. Which of the following teaching methods is characterized by students preparing before the class
ആൻഡ് എൻഗേജിങ് ഇൻ ഡിസ്കഷൻ ഡ്യൂറിങ് ദി ക്ലാസ്. ക്ലാസ്സിന് മുമ്പ് പ്രിപ്പയർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഫ്ലിപ്ഡ് ക്ലാസ് റൂം. ഓക്കെ, അടുത്തത് അസെഷൻ പറയുന്നത് കൊളാബറേറ്റീവ് ലേണിംഗ് എൻഹാൻസസ് സ്റ്റുഡൻസ് എൻഗേജ്മെന്റ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ. കൊളാബറേറ്റീവ് ലേണിംഗ് ഇൻവോൾവ്സ് സ്റ്റുഡൻസ് വർക്കിംഗ് ടുഗദർ ടു അച്ചീവ് ലേണിംഗ് ഗോൾസ്. ടീം ബേസ്ഡ് ലേണിംഗ് ആണ്. ഇപ്പോൾ കൊളാബറേറ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ടീം ബേസ്ഡ് ലേണിംഗ് ആണ്. അതുകൊണ്ട് എന്തൊക്കെ ഗുണമുണ്ട്? അവരെ സംബന്ധിച്ച് ക്ലാസ് റൂം എൻഗേജ്മെന്റ് കൂട്ടാൻ സഹായിക്കും. അതെന്തുകൊണ്ടാണ്? അവർ ടീമായിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ്. സോ അസെഷനും റീസണും ട്രൂ ആണ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദി ലെക്ചർ മെത്തേഡ് ഈസ് മോസ്റ്റ് എഫക്റ്റീവ് ഫോർ ഡെവലപ്പിംഗ് പ്രാക്ടിക്കൽ സ്കിൽസ്. ലെക്ചർ പ്രൊവൈഡ്സ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ടു സ്റ്റുഡൻസ്. ഇത് രണ്ടും തെറ്റല്ലേ? പ്രാക്ടിക്കൽ സ്കിൽസ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. അതായത് തന്നിരിക്കുന്നതിൽ ഓപ്ഷനിൽ രണ്ടും ഫോൾസ് എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. ഇത് രണ്ടും തെറ്റാണെന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി വരുന്നത് ബോത്ത് ആർ ഫോൾസ് എന്നാണ്. എന്നാലേ ശരിയാവും കേട്ടോ. രണ്ടും തെറ്റാണ്. Which of the following platform is an initiative by Government of India to provide online courses to learners? ലേണേഴ്സിന് ഓൺലൈൻ കോഴ്സസ് കൊടുക്കാനുള്ള പ്ലാറ്റ്ഫോം ഏതാ? സ്വയം. റൈറ്റ്, സ്വയമാണ് റൈറ്റ് ആൻസർ. ഇറ്റ്സ് എ റെപ്പോസിറ്ററി ഓഫ് കോഴ്സസ്. Students watch and listen to videos of a lecture before coming to class. It's an example of, നമ്മൾ കണ്ടാണല്ലോ, ഫ്ലിപ്ഡ് ക്ലാസ് റൂം. Which of the following method is based on learning central approach to education? ലേണിംഗ് സെന്റേഡ് അപ്രോച്ച് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സ്കാഫോൾഡിംഗ് ആണ്. ആക്ടിവിറ്റി ബേസ്ഡ് സ്കാഫോൾഡിംഗ് എന്ന് പറയും. അതായത് സ്കാഫോൾഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡന്റ് ഇനീഷ്യലി സപ്പോർട്ട് കൊടുക്കും. ടീച്ചർ പതുക്കെ സപ്പോർട്ട് കൊടുക്കും. ആദ്യം നല്ല സപ്പോർട്ടും പതുക്കെ സപ്പോർട്ട് കുറച്ച് അവരെ കൊണ്ട് സ്വന്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരു എബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിനെയാണ് സ്കാഫോൾഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അഡാപ്റ്റീവ് ടീച്ചിങ് എന്നും പറയും. ബോത്ത് ആർ സെയിം. ദിസ് മെത്തേഡ് ഫോക്കസ് ഓൺ സ്റ്റുഡൻസ് ആക്ടിവിറ്റി ആൻഡ് എൻഗേജ്മെന്റ്. Scaffolding refers to providing temporary support to help students to complete their task they are unable to do independently yet. ഇപ്പൊ എന്ത് ചെയ്യും? താൽക്കാലികമായിട്ട് സ്റ്റുഡൻസിന് വേണ്ട ഇനീഷ്യൽ സപ്പോർട്ട് കൊടുക്കുകയും പതുക്കെ അവര് സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ സപ്പോർട്ട് പതുക്കെ വിഡ്രോ ചെയ്യുകയും ചെയ്യും. ഇതാണ് സ്കാഫോൾഡിംഗ് എന്ന് പറയുന്നത്. അതിനെ ആക്ടിവിറ്റി ബേസ്ഡ് ക്ലാസ് സ്കാഫോൾഡിംഗ് എന്ന് പറയുന്ന ടൈപ്പ് ഉണ്ട്. അവിടെ കൂടുതൽ ഓറിയന്റേഷൻ കൊടുക്കുന്ന ആക്ടിവിറ്റീസിനായിരിക്കും. സോ എന്നോർത്തേക്കുക. സ്കാഫോൾഡിങ്ങിൽ എന്താ ഓർക്കേണ്ടത്? ടെമ്പററി സപ്പോർട്ട് കൊടുക്കുന്നു. ആ ടെമ്പററി സപ്പോർട്ട് അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ സപ്പോർട്ട് വിഡ്രോ ചെയ്യുന്നതാണ്. ഓക്കെ, ജോയ്ഫുൾ മെത്തേഡ് ഒക്കെ കണ്ടിട്ട് അങ്ങനെ ഒരു മെത്തേഡ് എന്താണെന്ന് ചിന്തിക്കരുത്. ജോയ്ഫുൾ മെത്തേഡ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു പോസിറ്റീവ് ലേണിംഗ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് പഠിപ്പിക്കുന്ന രീതിയാണ്, അത്രയേ ഉള്ളൂ. ഓക്കെ, ദെൻ ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് റീസണിങ് എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ട് പഠിപ്പിക്കുന്ന ഒരു രീതി മാത്രമേ ഉള്ളൂ. സോ ഇൻഡക്ഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ളതാണ് ഇൻഡക്റ്റീവ് മെത്തേഡ്. അതൊന്നും ഡയറക്റ്റ് മെത്തേഡ്സ് അല്ല. തന്നിരിക്കുന്നതിൽ ആക്ടിവിറ്റി ബേസ്ഡ് സ്കാഫോൾഡിംഗ് ആണ് നിങ്ങൾ ഓർക്കേണ്ടത്. അത് മാത്രമേ റിപ്പീറ്റഡ് ആയിട്ട് ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. അടുത്തത്, ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ദി സ്റ്റുഡന്റ് ഹാസ് ടു ഫൈൻഡ് ഔട്ട് ദി ആൻസർ ടു ഹിസ് ഓർ ഹെർ പ്രോബ്ലം ബൈ അൺഎയ്ഡഡ് എഫേർട്സ്. സപ്പോർട്ട് ഇല്ലാതെ അവരുടെ പ്രോബ്ലത്തിലുള്ള സൊല്യൂഷൻസ് കണ്ടെത്തണം എന്ന് പറയുന്ന മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മെത്തേഡ് ഏതാണ്? സ്റ്റുഡന്റിന്റെ മുമ്പിൽ ഒരു പ്രോബ്ലം കൊടുക്കുന്നു, നിങ്ങൾ സ്വന്തമായിട്ട് ഇതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തി വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതാണ്? ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ആണ് കേട്ടോ. ഹ്യൂറിസ്റ്റിക് മെത്തേഡ്, ഇതിനെയാണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്ന് പറയുന്നത്. ഇൻഡിപെൻഡന്റ് ആയിട്ട് അതിന്റെ സൊല്യൂഷൻസ് കണ്ടെത്തുക എന്നുള്ളതാണ്. ടീച്ചർക്ക് ഒരു കൃത്യമായുള്ള ടാർഗറ്റ് ഉണ്ടാവും. സ്റ്റുഡന്റ് ഈ ഒരു ഏരിയയാണ് പഠിപ്പിക്കേണ്ടത് ടീച്ചർക്ക് അറിയാം. അപ്പൊ നിങ്ങൾ ഈ ടോപ്പിക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ അവരുടെ മുമ്പിൽ റേസ് ചെയ്യുന്നു, എന്താണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്ന് ചോദിക്കുന്നു. അപ്പൊ അവരായിട്ട് എന്താണ് ഹ്യൂറിസ്റ്റിക്, എങ്ങനെയാണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ് യൂസ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ സ്റ്റുഡന്റ് ആയിട്ട് കണ്ടെത്തി വരണം.
അത് ലൈബ്രറിയും മറ്റു കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അവർ അതിന്റെ സൊല്യൂഷൻസ് കണ്ടെത്തിക്കൊണ്ടുവരുന്ന ആ ഒരു രീതിയാണ് ഹ്യൂറിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത് കേട്ടോ. സോ ടു ഫൈൻഡ് ഓർ ടു ഡിസ്കവർ എന്ന് പറയാം, പുതിയൊരു കാര്യം അവരായിട്ട് കണ്ടെത്താനും അവരായിട്ട് പുതിയൊരു ഐഡിയ ക്രിയേറ്റ് ചെയ്യാനും ഒക്കെയാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. Heuristic method emphasizes self-discovery and encourages students to find solutions through their own exploration. അവരായിട്ട് സൊല്യൂഷൻ അവരായിട്ട് കണ്ടുപിടിക്കണം, അതിന്റെ പ്രോബ്ലം എന്താണെന്നുള്ളത് മനസ്സിലാക്കി അവരായിട്ട് അതിന് സൊല്യൂഷൻ കണ്ടെത്തുന്ന രീതിയാണ് ഇവിടെ വരുന്നത്. അസെഷൻ പറയുന്നത് ഫ്ലിപ്ഡ് ക്ലാസ് റൂം ഈസ് എ ലേണർ സെൻട്രിക് ഇഫക്റ്റീവ് മോഡൽ ഫോർ ICT enabled teaching, learning or blended learning. Students learn concept through videos. In the classroom, teacher guided discussions and problem solving can be done in face-to-face mode. Correct ആണോ? ഫ്ലിപ്ഡ് ക്ലാസ് റൂം എന്താണ്? സ്റ്റുഡന്റ് വീട്ടിലിരുന്ന് പഠിച്ചിട്ട് വീഡിയോസ് ഒക്കെ കണ്ട് പഠിക്കുന്നു, ദെൻ ക്ലാസ് റൂം കൂടുതൽ ആക്ടിവിറ്റി ഓറിയന്റഡ് ആവുന്നു. അത് തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്. ബ്ലെൻഡഡ് ലേണിംഗിന് എക്സാമ്പിൾ ആണ്. ശരിയാണ്. എന്തുകൊണ്ടാ? റീസൺ എന്താണ്? സ്റ്റുഡന്റ് ലേൺ ദി കൺസെപ്റ്റ് ത്രൂ വീഡിയോസ്. ക്ലാസ് റൂമിന്റെ പുറത്ത് അവർ വീഡിയോസിലൂടെ കൺസെപ്റ്റുകൾ കാണുകയും ഇൻ ക്ലാസ് റൂം ടീച്ചർ ഗൈഡ് ഡിസ്കഷൻസ് ആൻഡ് പ്രോബ്ലം സോൾവിങ് ആക്ടിവിറ്റീസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതാണ് ഫ്ലിപ്ഡ് ക്ലാസ് റൂമിന്റെ എക്സ്പ്ലനേഷൻ. സോ അസെഷൻ ശരിയാണ്, റീസൺ ശരിയാണ്, ആൻഡ് റീസൺ ഇസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. അടുത്തത് എ ലേണർ സെന്റേർഡ് ടീച്ചിങ് എൻവയോൺമെന്റ് സ്റ്റുഡൻസ് ആർ. എന്താണ് ലേണർ സെന്റേർഡ് ടീച്ചിങ് എൻവയോൺമെന്റ് സ്റ്റുഡൻസ്? എങ്ങനെയായിരിക്കും? ഒന്ന് ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് ആയിരിക്കും, അവരുടെ ലേണിങ്ങിനകത്ത് അവർ കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ആൻഡ് പാസീവ് ആണോ? അല്ല. ദേ ആർ കൺസിഡേർഡ് ഹാവിങ് സിമിലർ എബിലിറ്റീസ്? അല്ല, എല്ലാം ഡിഫറെന്റ് ആണ്, ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ ആണ്, ഓരോരുത്തരും ഡിഫറെന്റ് ആണ്, ഓരോരുത്തർക്കും അവരവരുടേതായ എബിലിറ്റീസ് ആണ് ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ആ രണ്ട് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അവസാനത്തത് മേക്ക് ഡിസിഷൻസ് അബൌട്ട് വാട്ട് ആൻഡ് ഹൗ ദേ വിൽ ലേൺ. അവരെന്താണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള തീരുമാനം സ്റ്റുഡന്റ് തന്നെ എടുക്കും. സോ ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് ആണ്, അതോടൊപ്പം അവരുടെ ലേണിംഗിൽ അവർക്ക് ഇൻവോൾവ്മെന്റ് ഉണ്ടാവും. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുമാണ് ശരി. ദി ഗോൾ ഓഫ് റെസിപ്രോക്കൽ ടീച്ചിങ് ഈസ് ടു ഹെൽപ്പ് സ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് തിങ്ക് ഡീപ്ലി വാട്ട് ദേ ഹാവ് റെഡ്. റെസിപ്രോക്കൽ ടീച്ചിങ് അല്ലെങ്കിൽ റെസിപ്രോക്കൽ റീഡിംഗ് സ്ട്രാറ്റജി എന്ന് പറയും. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മുമ്പിലേക്ക് ഒരു പേജ് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ബുക്കിൽ 10 പേജുകൾ കൊടുത്തിട്ട് ഇതിൽ നിന്ന് കോണ്ടെക്സ്റ്റ് എന്താണെന്ന് സ്വന്തമായിട്ട് വായിച്ച് അതിന്റെ ഐഡിയ ക്ലാസ് റൂമിൽ അവതരിപ്പിക്കാൻ പറയുന്ന ഒരു രീതിയാണ്. സോ ഇതിൽ ദി ഗോൾ ഓഫ് റെസിപ്രോക്കൽ ടീച്ചിങ് ഈസ് ടു ഹെൽപ്പ് സ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് തിങ്ക് ഡീപ്ലി വാട്ട് ദേ ഹാവ് റെഡ്. അവർ വായിച്ചതിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനും കൂടുതൽ ചിന്തിക്കാനുമാണ് ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. Then adaptive teaching provides all students with challenging instructions and uses support when they need it, but removes these support as students become able to handle more on their own. ഇതെന്താണ്? ഇതിനെയാണ് നമ്മൾ സ്കാഫോൾഡിംഗ് എന്ന് പറയുന്നത്, അല്ലേ? സ്കാഫോൾഡിംഗ്. ആ സ്കാഫോൾഡിംഗ് ഈസ് എ മെത്തേഡ് ഇൻ അഡാപ്റ്റീവ് ടീച്ചിങ്. അഡാപ്റ്റീവ് ടീച്ചിങ്ങിൽ ഒരു മെത്തേഡാണ് സ്കാഫോൾഡിംഗ്. അപ്പോൾ അഡാപ്റ്റീവ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ചാലഞ്ചിങ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു? ഇനീഷ്യലി സ്റ്റുഡൻസിന് സപ്പോർട്ട് ചെയ്യും, പതുക്കെ പതുക്കെ അവർ സ്വന്തമായിട്ട് ചെയ്യാനുള്ള എബിലിറ്റി വരുമ്പോൾ ആ സപ്പോർട്ട് കുറച്ചു കൊടുക്കുന്ന രീതിയാണ് അഡാപ്റ്റീവ് ടീച്ചിങ്. സോ രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. റെസിപ്രോക്കൽ ടീച്ചിങ് എയിം ചെയ്യുന്നത് കുട്ടികളെ കൊണ്ട് ആ കാര്യങ്ങൾ വായിപ്പിച്ചിട്ട് അവർ തന്നെ അതിനെപ്പറ്റി ചിന്തിച്ച് അതിനെപ്പറ്റി ഡിസ്കഷൻസ് നടത്തി കൂടുതൽ മനസ്സിലാക്കി എടുപ്പിക്കുക എന്നുള്ളതാണ്. എന്നാൽ അഡാപ്റ്റീവ് ടീച്ചിങ്ങിലേക്ക് വരുമ്പോൾ ചാലഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു, അതിനകത്ത് ആദ്യം അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള സപ്പോർട്ട് കൊടുക്കുകയും പിന്നെ അവർ സ്വന്തമായിട്ട് കാര്യങ്ങൾ പഠിക്കാനുള്ള എബിലിറ്റി നേടിയെടുക്കുകയും ചെയ്യും. രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണെന്നുള്ളതാണ് റൈറ്റ് ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടീച്ചർ സെന്റേർഡ് മെത്തേഡ്സ് ഇൻ ടീച്ചിങ്? ടീച്ചർ സെന്റേർഡ് മെത്തേഡിന്റെ ഫീച്ചർ അല്ലാത്തതാണെന്ന് വെച്ചിരിക്കുന്നത്. സോ സ്റ്റുഡൻസ് ആർ പാസീവ് ലേണേഴ്സ്. ടീച്ചർ സെന്റേർഡ് അല്ലേ? ടീച്ചർ സെന്റേർഡ് ടീച്ചിങ് ആണെങ്കിൽ സ്റ്റുഡൻസ് ഒരു പാസീവ് ലേണർ ആയിരിക്കും. ടീച്ചേഴ്സ് ആക്ട് ആസ് ഫെസിലിറ്റേറ്റർ ഫോർ ടീച്ചിങ്. ലേണിംഗിന് ഫെസിലിറ്റേറ്റർ ആയിട്ട് ടീച്ചർ ആക്ട് ചെയ്യുന്നു. ടീച്ചർ ഡയറക്ട്സ് ലേണിംഗ് ആക്ടിവിറ്റീസ്. ടീച്ചർക്കായിരിക്കും പൂർണ്ണമായുള്ള പവർ വരുന്നത്. ലേണിംഗ് ഈസ് ബേസ്ഡ് ഓൺ കൊളാബറേഷൻ ബിറ്റ്വീൻ സ്റ്റുഡൻസ്. ലേണിംഗ് ഈസ് ബേസ്ഡ് ഓൺ സ്റ്റുഡന്റ് ഇൻട്രസ്റ്റ്. ഏതൊക്കെയാ അല്ലാത്തത്?
ടീച്ചർ എന്ന് പറയുന്നത് ഇവിടെ ഒരു ഫെസിലിറ്റേറ്റർ അല്ല, അതുകൊണ്ട് അത് തെറ്റാണ്. ടീച്ചർ എന്ന് പറയുന്നത് ഒരു ഡയറക്ടർ ആണ്, ഫെസിലിറ്റേറ്റർ അല്ല. ദെൻ ലേണിംഗ് ഒരു കൊളാബറേഷൻ ആണ് എന്നുള്ളത് ശരിയാണ്. ലേണിംഗ് ഈസ് ബേസ്ഡ് ഓൺ സ്റ്റുഡന്റ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതും ശരിയാണ്. ഈ 3 സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ളത്. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, ദി ടീച്ചിങ് ദാറ്റ് പ്രൊവൈഡ്സ് ഓൾ സ്റ്റുഡൻസ് വിത്ത് ചാലഞ്ചിങ് ഇൻസ്ട്രക്ഷൻ ആൻഡ് യൂസസ് സപ്പോർട്ട് വെൻ നീഡഡ് ബട്ട് റിമൂവ്സ് ദോസ് സപ്പോർട്ട് ആസ് ദി സ്റ്റുഡന്റ് ഈസ് ഏബിൾ ടു ഹാൻഡിൽ മോർ ഓൺ ദെയർ ഓൺ. ഇനീഷ്യലി സപ്പോർട്ട് കൊടുക്കുകയും പതുക്കെ പതുക്കെ അവർ സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ സപ്പോർട്ട് ഒഴിവാക്കുകയും ചെയ്യുന്ന ടീച്ചിങ്ങിനെയാണ് അഡാപ്റ്റീവ് ടീച്ചിങ് എന്ന് പറയുന്നത്. റൈറ്റ്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം ക്ലാസിഫിക്കേഷനിലേക്ക് വരുമ്പോൾ ടീച്ചർ സെന്റേർഡും ലേണർ സെന്റേർഡുമായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ടീച്ചർക്ക് കൂടുതൽ പ്രോമിനൻസ് ഉള്ള ടീച്ചിങ് മെത്തേഡ്സ് ആണ് ടീച്ചർ സെന്റേർഡ് ടീച്ചിങ് മെത്തേഡ്സ്. ലേണർക്കാണ് കൂടുതൽ പ്രോമിനൻസ് എങ്കിൽ അത് ലേണർ സെന്റേർഡ് ടീച്ചിങ് മെത്തേഡ്സ് ആണ്. സോ ടീച്ചർ സെന്റേർഡ് ടീച്ചിങ് മെത്തേഡ്സിന് എക്സാമ്പിൾ ആണ് ഈ ലെക്ചർ. ലെക്ചർ എന്താ? ഓറൽ ഡെലിവറി. ടീച്ചർ കാര്യങ്ങൾ ക്ലാസ് റൂമിൽ വന്ന് ടീച്ചറായിട്ട് തന്നെ സംസാരിച്ച് പറയുന്നു. ദെൻ ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ. ഡയറക്റ്റ് ഇൻസ്ട്രക്ഷനും ലെക്ചറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെക്ചർ കുറച്ചുകൂടി എക്സ്പ്ലനേഷൻ ഓറിയന്റഡ് ആയിരിക്കും. എന്നാൽ ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ്. ആദ്യം നിങ്ങൾ ഇത് ചെയ്യുക, രണ്ടാമത് ഇത് ചെയ്യുക, മൂന്നാമത് ഇത് ചെയ്യുക, അങ്ങനെ ഒരു പ്രോസസ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ദെൻ ഡെമോൺസ്ട്രേഷൻ, ക്ലാസ് റൂമിൽ വന്നിട്ട് എക്സ്പെരിമെന്റ്സ് നടത്തി അല്ലെങ്കിൽ അത് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ഡെമോൺസ്ട്രേഷൻ. ദെൻ ദർ ഇസ് ഡ്രിൽ ആൻഡ് പ്രാക്ടീസ്. റിപ്പിറ്റേഷൻ, ഇപ്പോൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പദ്യം ചൊല്ലി പഠിപ്പിക്കില്ലേ, അത് ഡ്രിൽ ആൻഡ് പ്രാക്ടീസ് ആണ്, റിപ്പിറ്റേഷൻ ആണ്. വീണ്ടും വീണ്ടും അവരെ കൊണ്ട് റിപ്പീറ്റ് ചെയ്ത് നോക്കി വീണ്ടും വീണ്ടും ചെയ്യിപ്പിച്ച് പഠിപ്പിക്കുന്ന രീതിയാണ് ഡ്രിൽ ആൻഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ദെൻ ക്യൂ ആൻഡ് എ, സോക്രട്ടിക് മെത്തേഡ് എന്നും പറയും. ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ആ ക്വസ്റ്റ്യൻ വഴി സ്റ്റുഡന്റിനെ പഠിപ്പിക്കുന്നതിനെയാണ് ക്യൂ ആൻഡ് എ സോക്രട്ടിക് മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ ചോക്ക് ബോർഡ് മെത്തേഡ്, വിഷ്വൽ എക്സ്പ്ലനേഷൻ. ബോർഡിൽ ഡയഗ്രവും കാര്യങ്ങളൊക്കെ വരച്ച് എഴുതി പഠിപ്പിക്കുന്നതാണ് ചോക്ക് ബോർഡ് മെത്തേഡ്. എല്ലാം ക്ലിയർ അല്ലേ? ടീച്ചർ സെന്റേർഡ് മെത്തേഡ്സ്. മെറിറ്റ്സ്, ടീച്ചറെ സംബന്ധിച്ച് ടൈം സേവ് ചെയ്യാം, പക്ഷെ സ്റ്റുഡന്റിനെ സംബന്ധിച്ച് സ്റ്റുഡന്റ് ഒരു പാസീവ് ലേണറായി മാറാൻ ഇത് കാരണമാകും. ഇനി ലേണർ സെന്റേർഡ് ടീച്ചിങ് മെത്തേഡ്സിലേക്ക് വരുമ്പോൾ റെസിപ്രോക്കൽ ടീച്ചിങ് പറഞ്ഞല്ലോ. എന്താണ് റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഡയലോഗ് ബേസ്ഡ് റീഡിംഗ് സ്ട്രാറ്റജിയാണ്. അതായത് ഒരു ടോപ്പിക് ഏരിയ അവരെ കൊണ്ട് വായിപ്പിച്ചിട്ട് അതിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രസന്റ് ചെയ്യാനും ഡിസ്കഷൻ നടത്താനും പറയുന്നതാണ് റെസിപ്രോക്കൽ ടീച്ചിങ്. ദെൻ പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ്, അവർക്കൊരു റിയൽ വേൾഡ് സിറ്റുവേഷൻ കൊടുക്കുന്നു, റിയൽ വേൾഡ് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ പറയുന്നു. ലൈക്ക് നമ്മൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ അവരോട് പറഞ്ഞില്ലേ, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ബാങ്കിൽ പോയിട്ട് അറിഞ്ഞിട്ട് വരാൻ പറഞ്ഞാൽ ഒരു പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് ആണ്. അത് തന്നെയാണ് പ്രോജക്ട് ബേസ്ഡിലും വരുന്നത്. റിയൽ ടൈം പ്രോജക്റ്റുകൾ കൊടുത്തിട്ട് അതിനെപ്പറ്റി പഠിക്കുന്നതാണ് പ്രോജക്ട് ബേസ്ഡ് ലേണിംഗിൽ വരുന്നത്. ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ്, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് സ്റ്റുഡന്റ് ക്വസ്റ്റ്യൻസിലൂടെ അവരുടെ മുമ്പിലുള്ള ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുകയും ആ പ്രോബ്ലത്തിന്മേൽ റിസർച്ച് കണ്ടക്ട് ചെയ്തിട്ട് സൊല്യൂഷനിലേക്ക് എത്തുകയും ചെയ്യുന്നതാണ് ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ്. ഫ്ലിപ്ഡ് ക്ലാസ് റൂം നമ്മൾ പറഞ്ഞു, കണ്ടന്റ് വീട്ടിൽ നിന്ന് പഠിക്കുന്നു, ക്ലാസ് റൂമിൽ ആക്ടിവിറ്റീസ് ഓറിയന്റഡ് ആക്കി മാറ്റുന്നതാണ് ഫ്ലിപ്ഡ് ക്ലാസ് റൂം. ദെൻ അഡാപ്റ്റീവ് ടീച്ചിങ്. അഡാപ്റ്റീവ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ലേണിംഗ് മെത്തേഡ് സ്റ്റുഡന്റ് നീഡ് അനുസരിച്ച് മാറ്റുന്നതിനെയാണ് അഡാപ്റ്റീവ് ടീച്ചിങ് എന്ന് പറയുന്നത്. അതായത് പലതരത്തിലുള്ള ലേണേഴ്സ് ഇല്ലേ, ഓഡിയോ ലേണേഴ്സ് ഉണ്ട്, വിഷ്വൽ ലേണേഴ്സ് ഉണ്ട്. അങ്ങനെ ഓരോ സ്റ്റുഡന്റിന്റെ നീഡ് എന്താണെന്ന് മനസ്സിലാക്കി ഓഡിറ്ററി ലേണേഴ്സിനെ എല്ലാം ഗ്രൂപ്പ് ചെയ്തിട്ട് അവർക്ക് ലെക്ചറി ക്ലാസ് കൊടുക്കുന്നു. അതേസമയം വിഷ്വൽ ലേണേഴ്സിനെ എല്ലാം ഗ്രൂപ്പ് ചെയ്തിട്ട് അവർക്ക് വീഡിയോ ലെക്ചേഴ്സ് കൊടുക്കുകയാണെങ്കിൽ അത് എന്തിന് എക്സാമ്പിൾ ആണ്. വീഡിയോസ് ക്ലാസ് റൂമിൽ കാണിച്ചിട്ട് അത്തരം സപ്പോർട്ട് കൊണ്ടുവരികയാണെങ്കിൽ അതിനെയാണ് അഡാപ്റ്റീവ് ടീച്ചിങ് ഓർ ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അഡാപ്റ്റീവ് ഓർ ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ, ലേണറുടെ നീഡ് അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുന്ന ടീച്ചിങ് സ്ട്രാറ്റജി. ദെൻ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, ചെയ്തു പഠിപ്പിക്കുന്നതാണ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ്, ലേണർ സ്വന്തമായിട്ട് ലെസൺ പ്ലാൻസ് ക്രിയേറ്റ് ചെയ്ത് എന്താണ് പഠിക്കുന്നതെന്ന് സ്വന്തമായിട്ട് തീരുമാനിച്ച് പഠിക്കുന്നതാണ് സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ്. കൊളാബറേറ്റീവ് ലേണിംഗ്, ടീം ആക്ടിവിറ്റി, ഗ്രൂപ്പ് ലേണിംഗ്, കോപ്പറേറ്റീവ് ലേണിംഗ് എന്നൊക്കെ പറയും. അതാണ് ഒരുമിച്ചിരുന്ന് ഗ്രൂപ്പ് ടാസ്കുകൾ ചെയ്ത് പഠിക്കുന്നതാണ് കൊളാബറേറ്റീവ് ലേണിംഗ്. ഗെയിമിഫിക്കേഷൻ ഇതിന്റെ ഒരു ഭാഗം തന്നെയാണ്. ഗെയിം ബേസ്ഡ് ലേണിംഗ്, ഗെയിമുകളിലൂടെ ടീം ആക്ടിവിറ്റീസിലൂടെ കാര്യങ്ങൾ പഠിക്കുന്നതാണ് ഗെയിമിഫൈഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ലേണർ സെന്റേർഡ് ടീച്ചിങ് മെത്തേഡ്സ് ആണെങ്കിൽ കുറച്ച് എൻഗേജിങ് ആയിരിക്കും, ഫ്ലെക്സിബിൾ ആയിരിക്കും, അവർക്ക് അവരുടെ ലൈഫ് സ്കിൽസ് ബിൽഡ് ചെയ്യാൻ സഹായിക്കും. പക്ഷേ ഡീമെറിറ്റ്സ് ടൈം കൺസ്യൂമിംഗ് ആണ്. ടീച്ചറെ സംബന്ധിച്ച് കൂടുതൽ റിസോഴ്സസും പ്രിപ്പറേഷനും ആവശ്യമാണ് ലേണർ സെന്റേർഡ് ടീച്ചിങ് മെത്തേഡ്സിന്. ഇനി അടുത്തൊരു കാറ്റഗറി ഓൺലൈൻ ഓർ ഹൈബ്രിഡ് മെത്തേഡാണ്. സിങ്ക്രണസ് മെത്തേഡും അസിങ്ക്രണസ് മെത്തേഡും ബ്ലെൻഡഡ് ലേണിംഗ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കേട്ടോ, അതെല്ലാം ഓർക്കുക.
ഇതിനൊരു കമ്പാരിസൺ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് വായിച്ചു നോക്കാൻ വേണ്ടി. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫ്ലിപ്പ്ഡ് ക്ലാസ് റൂം ഓർക്കണം, പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ്, ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ് എന്താണെന്ന് ഓർക്കണം, അഡാപ്റ്റീവ് ടീച്ചിങ് ഓർക്കണം, ആൻഡ് ഡ്രിൽ ആൻഡ് പ്രാക്ടീസ് ഒരു മെമ്മറി ലെവൽ ടെക്നിക്ക് ആണെന്ന് ഓർക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ആക്ച്വലി ലെറ്റ് മീ ടെൽ യു ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ പകുതി ടോപ്പിക്കുകൾ നമ്മൾ ഇന്ന് 2 മണിക്കൂർ കൊണ്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഐ ഹോപ്പ് യു ഗോട്ട് എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ്, റൈറ്റ്? ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം ക്ലിയർ അല്ലേ? ഇനി ഒരു സെഷനും കൂടി ആകുമ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് പൂർണ്ണമായിട്ട് നമ്മൾ കവർ ചെയ്യും. ഓക്കെ, സോ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറയണം. സോ ഷാൽ വി വൈൻഡ്